Hey മക്കളെ, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എൻ്റെ പ്രിയപ്പെട്ട SSLC മക്കൾസ് എല്ലാവർക്കും നമ്മുടെ ഫൈനൽ ബാറ്റിലേക്ക് ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് വാം വെൽക്കം. നമ്മുടെ അവസാനത്തെ ക്ലാസ്സാണ് SSLCയിലെ നിങ്ങളുടെ കെമിസ്ട്രിയുടെ അവസാനത്തെ ക്ലാസ്സാണ്. ഇത് കെങ്കേമമാക്കണം, അടിച്ചു പൊളിക്കണം, സൂപ്പറായിട്ട് ക്ലാസ് സെറ്റാക്കണം. നമുക്ക് നാളെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. സോ നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്നത്, ഈ ക്ലാസ് കാണുന്നത് നാളത്തെ എക്സാമിനുള്ള പേപ്പർ അറ്റൻഡ് ചെയ്യുവാനും അത് അടിപൊളിയായിട്ട് എക്സാം എഴുതാനാണെന്ന് നമുക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ ക്ലാസ് എടുക്കുന്നുള്ള നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് മക്കളെ, ഇന്നലത്തെ ക്ലാസ് അടിപൊളിയായിട്ട് കണ്ട മക്കളായിരിക്കും ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും അടിപൊളി ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിതവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നാളെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നാളെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. സോ എൻ്റെ കൂടെ ഇവിടെ ഈ സമയം, എൻ്റെയും അഞ്ജലി മിസ്സിൻ്റെയും കൂടെ ഇവിടെ നിങ്ങൾ ഈ സമയം ഇരുന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിച്ചോ, ഞങ്ങളുടെ കൂടെ ചെയ്ത് പഠിച്ചോ. നാളത്തെ എക്സാം ഈസി ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻസ് ടഫായിട്ട് വന്നാൽ പോലും അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുമെന്നുള്ള ഒരൊറ്റ ഗ്യാരണ്ടി തന്നുകൊണ്ട് ഞാനിതാ ഇവിടെ തുടങ്ങുന്നു. യെസ്, വാം വെൽക്കം മക്കൾസ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു അഗെയിൻ. മക്കൾ വന്നവരെല്ലാം ഒന്ന് ബ്ലാക്ക് കാർഡ് ഇട്ടിട്ട് റെഡിയാണെന്ന് പറഞ്ഞോളൂ. നമ്മുടെ SSLCയുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഇതാ ഇവിടെ തുടങ്ങുകയാണ്, അടിപൊളിയായിട്ട് തുടങ്ങുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് ടൈപ്പ് നാളെ നിങ്ങൾ കാണാൻ പോകണം. സോ നാളെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റണം, അടിപൊളിയായിട്ട് ആൻസർ എഴുതാൻ പറ്റണം, സെറ്റായിട്ട് പറ്റണം. സോ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾ നോക്കി പഠിക്കണം എന്നുകൂടെ പഠിപ്പിച്ചു തരികയാണ്. സോ നാളെ നിങ്ങളുടെ ഡേ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ പോവുകയാണ് മക്കളെ. ആർ യു റെഡി? സോ ഓരോ ചാപ്റ്റർ വൈസ്, ആദ്യത്തെ നിങ്ങൾക്കറിയാം 7 ചാപ്റ്ററിൽ 5 ചാപ്റ്റർ നമ്മളിവിടെ സെറ്റാക്കാൻ പോകണം. ദെൻ അഞ്ജലി മിസ് ഒന്നും ബാക്കി 2 ചാപ്റ്റർ എടുക്കും. ദെൻ നാളെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സെറ്റാണ്. ദെൻ നമ്മുടെ ക്ലാസ്സിൻ്റെ താഴെ കൂടെ പോകുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിക്കോളുക. +1 അഡ്മിഷൻ ഇപ്പോൾ തന്നെ എടുത്തിട്ട് അതിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഓഫർ പ്രൈസിലൊക്കെ നേടിക്കോളുക, മറക്കണ്ട. നമ്മുടെ +1 ബാച്ചിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. സോ വേഗം തന്നെ ക്ലാസ്സിലൊക്കെ ചേർന്നുകൊണ്ട് 10 മണിയാകുമ്പോഴേക്കും നിർത്തും, വേഗത്തിൽ നിർത്തും. 10 മണിക്ക് ഉള്ളിൽ നമ്മൾ നിർത്തും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിർത്തും കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനും സെറ്റാക്കാനും ഈ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ വേണം, സമയം വേണമെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് അതിന് മുമ്പേ നിർത്തും. ഡോണ്ട് വറി. റെഡി, നമ്മൾ തുടങ്ങാം. എല്ലാവർക്കും നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ. ബ്ലെസ്സിങ്സ് വേണമെന്ന് ആരോ പറയുന്നു. അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ. നന്നായിട്ട് എഫേർട്ട് എടുത്ത് മക്കൾക്ക് പഠിച്ചെടുത്തൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഞാൻ ഒട്ടും സമയം കളയുന്നില്ല. നമുക്ക് സമയം, നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറഞ്ഞാൽ പ്രഷ്യസ് ആണ്. സോ നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് ചാപ്റ്റർ നോമൻക്ലേച്ചറും അതുപോലെ തന്നെ ഐസോമറിസം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. യെസ്, അടിപൊളി ക്വസ്റ്റ്യൻസുമായിട്ട് വരികയാണ്. വിച്ച് ഈസ് ദ ഫംഗ്ഷൻ? ഞാൻ ചോദ്യങ്ങൾ ഇവിടെ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ആൻസർ അവിടെ എഴുതിയിടണം, നിങ്ങളുടെ ആൻസർ അവിടെ വരണം. അപ്പോൾ ആൻസറിലൂടെ നിങ്ങളും ആൻസർ ചെയ്തു പോകുമ്പോൾ നമുക്കും സന്തോഷമായിരിക്കും, അടിപൊളിയായിട്ട് പോകാം. അപ്പോൾ എവിടെയാണോ കൺഫ്യൂഷൻ ഉള്ളത്, ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കഴിയുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ വരുമ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റാക്കി പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് എഴുതുന്നത്. വിച്ച് ഈസ് ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ എഴുതുന്നു. വിച്ച് ഈസ് ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ അസറ്റോൺ? അസറ്റോണിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. അസറ്റോൺ എന്ന് വിളിക്കുന്നത് പ്രൊപ്പനോണിന്റെ വേറെ പേരാണ്. കൂട്ടത്തിൽ പഠിച്ചു വെച്ചോ, പ്രൊപ്പനോണിന്റെ വേറെ പേരാണ് അസറ്റോൺ. അപ്പോൾ പേരൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് കൺഫ്യൂഷൻ ആക്കാൻ ചോദിക്കും. അസറ്റോൺ എന്ന് പറയുന്ന പ്രൊപ്പനോണിന്റെ വേറെ പേരാണ്. പ്രൊപ്പനോൺ ആരാ? CH3COCH3. മറക്കല്ലേ, CO ഒരിക്കലും അറ്റത്ത് കൊണ്ടേറ്റ് എഴുതി പൊട്ടത്തരം കാണിക്കരുത്. നാളെ CH3 CH2 CO എന്നൊന്നും എഴുതരുത്. CO ഒരിക്കലും അറ്റത്ത് വരില്ല, CO ഇൻ ബിറ്റ്വീനേ വരൂ. CH3COCH3 പ്രൊപ്പനോൺ ആണ്. അപ്പോൾ CO ആണ് ആൻസർ. കീറ്റോ ആണ് ആൻസർ. ഇതിൽ ഉണ്ട് ഇല്ലേ മക്കളെ? കീറ്റോ ആണ്. റെഡി? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഹൈഡ്രോക്സിൽ ആരാണ്? കൂട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അത് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയാണ്. ഹൈഡ്രോക്സിൽ എന്ന് പറയുന്നത് OH ആണ്. അറിയാത്തവർ നോട്ട് ചെയ്യുക. ആൽക്കോക്സി എന്ന് പറഞ്ഞാൽ ROR ആണ്. ROR, ആൽക്കോക്സി. റോർ ആൽക്കോക്സി. കീറ്റോ എന്ന് പറഞ്ഞാൽ CO ആണ്, നമ്മളിപ്പോൾ പറഞ്ഞു. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO ആണ്. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO. സോ ഹൈഡ്രോക്സിൽ OH ആണ്, ആൽക്കോക്സി റോർ ആണ്. റോർ, ആൽക്കോക്സി, CO, കീറ്റോ, ആൽഡിഹൈഡ്, CHO. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൺ ആണ്, സെറ്റ് ആണ്.
2026 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചില സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട്, മോഡലിന് ചോദിച്ചാൽ ഇനിയും ചോദിക്കും, പിന്നെ അല്ലാണ്ട് മോഡലിന് ചോദിച്ച ടൈപ്പും അത് തന്നെ ചിലപ്പം റിപ്പീറ്റ് ചെയ്തൊക്കെ വരാം. സോ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എസ്റ്റേഴ്സ് ജനറലി ഹാവ് ദി പ്ലസന്റ് സ്മെൽ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ എസ്റ്റർ ഈസ് ഗിവൺ. ഇതൊരു എസ്റ്ററിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ്, ഇതൊരു എസ്റ്ററിന്റെ ഘടനാവാക്യമാണ്. എസ്റ്റർ ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഇതാ COO കണ്ടാൽ മതി. അപ്പോൾ ഒരു കാര്യം കൂടെ മക്കൾക്ക് പറഞ്ഞുതരാം. O മാത്രമാണ് കാണുന്നെങ്കിൽ അത് ഈതർ, CO ആണ് കാണുന്നെങ്കിൽ അത് കീറ്റോൺ. O മാത്രമാണ് കാണുന്നെങ്കിൽ അത് ഈതർ, CO ആണ് കാണുന്നെങ്കിൽ അത് കീറ്റോൺ, COO ആണ് കാണുന്നെങ്കിൽ അത് എസ്റ്റർ. മറക്കല്ലേ, ഈതർ ഇത് എസ്റ്റർ, ഇത് ഈതർ ഇത് എസ്റ്റർ. O മാത്രമാണെങ്കിൽ ഈതർ, ഇത് കീറ്റോൺ, ഇത് എസ്റ്റർ. അപ്പോൾ ഇത് എസ്റ്റർ ആണ്. വിച്ച് ഫ്രൂട്ട് സ്മെൽ ഡസ് ദിസ് എസ്റ്റർ ഹാവ്? ഈ എസ്റ്ററിന്റെ ഫ്രൂട്ട്, ഈ എസ്റ്ററിന്റെ സ്മെൽ ഏതാണ്? പൈനാപ്പിൾ ആണെന്നുള്ള ആൻസർ ഉണ്ട്. അത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് അറിയോ? നോക്കണേ, ട്രിക്ക് ആലോചിക്കണേ. ഇത് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്, മോഡലിന് ചോദിച്ച ഈ ക്വസ്റ്റ്യൻ. ഈ COന്റെ ഇപ്പുറത്ത് നോക്കിയാൽ CO അടക്കം 1 2 3 4 കാർബൺ ഉണ്ട്. അപ്പോൾ ഇത് ബ്യൂട്ടനോയിക് ആസിഡ് നിന്നുണ്ടായ എസ്റ്റർ ആണ്. COOH വന്ന ഓയിക് ആസിഡ് ആയില്ലേ? സോ ഇത് ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് വന്ന എസ്റ്റർ ആണ്. ബ്യൂട്ടനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ് പ്ലസ് ഇത് എവിടുന്ന് വന്ന ആൽക്കഹോളാണ്. ബാക്കി ഈ COന്റെ അപ്പുറമുള്ള ആളാണ് ആൽക്കഹോൾ ഉണ്ടാക്കുക. എത്ര കാർബൺ ഉണ്ട് ഇതിൽ? 1 2 കാർബൺ ഉണ്ട്. അപ്പോൾ അത് ഏതാണ്? എഥനോളിൽ നിന്നാണ്. എഥനോളിൽ നിന്നും ബ്യൂട്ടനോയിക് ആസിഡിൽ നിന്നുണ്ടായ ആളാണ് എസ്റ്റർ ആണത്. സോ എസ്റ്ററിന്റെ പേരെങ്ങനെയാ പറയാ? നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. ഇതിൽ നിന്ന് ആ എസ്റ്ററിന്റെ പേരിടലൊക്കെ കംപ്ലീറ്റ് കിട്ടും. ബ്യൂട്ടനോയിക് ആസിഡിൽ നിന്നും എഥനോളിൽ നിന്നും ഉണ്ടായ എസ്റ്റർ ആണിത്. അപ്പോൾ ഇതിന്റെ പേരെങ്ങനെയാ പറയാ? എഥനോളിന്റെ ഭാഗം എടുക്കുക, ഈഥൈൽ. എഥനോളിന്റെ ഫസ്റ്റ് ഭാഗം എടുത്തിട്ട് അതിനെ ബ്രാഞ്ച് ആക്കുക, ഈഥൈൽ. എന്നിട്ട് ബ്യൂട്ടനോയിക് ആസിഡിനെ ബ്യൂട്ടനോയേറ്റ് എന്ന് പറയാ, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. എന്താണ് എസ്റ്ററിന്റെ പേര്? ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. ബ്യൂട്ടൻ എഥനോയേറ്റ് അല്ല, തെറ്റിക്കരുത്. ആൽക്കഹോളിന്റെ ഭാഗമാണ് ഈഥൈൽ, ഐൽ എന്ന് പറയേണ്ടത്. ബ്യൂട്ടനോയിക് ആസിഡിന്റെ ഭാഗമാണ് ബ്യൂട്ടനോയേറ്റ് ആയിട്ട് മാറുക. ഈ ഒരു കൺഫ്യൂഷൻ, ഇത് നാളത്തെ ക്വസ്റ്റ്യനിൽ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നോട്ട് ദ പോയിന്റ്, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. വേറെ ടൈപ്പ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ റൈറ്റ് ദ നെയിം ഓഫ് ദി കാർബോക്സിലിക് ആസിഡ് യൂസ്ഡ് ടു പ്രിപ്പയർ ദിസ് എസ്റ്റർ. ബ്യൂട്ടനോയിക് ആസിഡ്. ആൻസർ ബ്യൂട്ടനോയിക് ആസിഡ്. എങ്ങനെയാ മനസ്സിലാക്കിയത്? ഈ COന്റെ ഇപ്പുറത്ത് 4 കാർബൺ ഉണ്ട്. 1 2 3 4 4 കാർബൺ ഉണ്ട് ബ്യൂട്ടനോയിക് ആസിഡ്. ഇവിടെ 2 കാർബൺ ഉണ്ട് എഥനോള്. എസ്റ്ററിന്റെ പേര് ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. എന്നിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച ട്രിക്ക് ഉണ്ടായിരുന്നു, ബ്യൂട്ടി എന്നുള്ളതിനെ ബ്യൂട്ടി എന്ന് ആലോചിക്കുക. ബ്യൂട്ടി എന്നുള്ള സ്പെല്ലിംഗ് അതല്ല കേട്ടോ, BA ഉണ്ട്. ബ്യൂട്ടി എന്നാലിക്കുക. ബ്യൂട്ടിഫുൾ ആയ ഫ്രൂട്ട് ഏതാണ്? പൈനാപ്പിളാണ്. പൈനാപ്പിളിൽ കിരീടമൊക്കെ ഉണ്ട്. അപ്പോൾ ബ്യൂട്ടിയിൽ നിന്ന് വരുന്ന പൈനാപ്പിളാണ്. അങ്ങനെയും ട്രിക്ക് വെച്ചാലിക്കാം. മക്കളെ സെറ്റല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെറ്റല്ലേ? എസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ്. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബ്യൂട്ടിഫുൾ പൈനാപ്പിൾ. യെസ്, ആൻ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. ഇന്നലെ ആരോ ചോദിച്ചിരുന്നു എന്താണ് സാറേ ആലിഫാറ്റിക് എന്ന്. ആലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ ചെയിനായിട്ട് പോവുക. ആലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ ചെയിനായിട്ട് പോവുക. റിംഗ് ഒന്നുമില്ല. പക്ഷെ അരോമാറ്റിക് എന്ന് പറയുമ്പോൾ റിംഗ് ഉണ്ടാവും, ആൻഡ് ഓൾസോ അവിടെ ഡബിൾ ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഹാവ് 6 കാർബൺ ആറ്റം ആൻഡ് 6 ഹൈഡ്രജൻ ആറ്റം ഇൻ ഇറ്റ്സ് മോളിക്യൂൾ. 6 കാർബണും 6 ഹൈഡ്രജനുള്ള ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ട്. എന്നിട്ട് ചോദ്യം ഇതാണ്, ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് obtained when a hydrogen atom of this compound is replaced with an OH group. 6 കാർബണും 6 ഹൈഡ്രജനുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ബെൻസീനാണ്. 6 കാർബണും 6 ഹൈഡ്രജനുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ബെൻസീനാണ്. ഈ ബെൻസീനിന്റെ ഒരു H ഇവിടുന്ന് പോയി, 6 ഹൈഡ്രജൻ ഒരു H പോയി, ആ Hന് പകരം ഒരു OH വന്നു. അതാണ് ഈ ആൻസർ. സോ റൈറ്റ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് ഫീനോൾ. അപ്പം നാളത്തെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. നാളത്തെ ഇത് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് നാളെ പറയുന്നത് ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബണിന്റെ ആ Hന് പകരം ഒരു COOH വന്നു. ഇവിടെ OH ആണ് വന്നത്. ആ Hന് പകരം ഒരു ഓയിക് ആസിഡിന്റെ ഗ്രൂപ്പ് വന്നു. ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നു എന്നുള്ളതിന് പകരം ഒരു COOH ഗ്രൂപ്പ് വന്നാൽ അതിന്റെ പേരെന്താണ്? ബെൻസനോയിക് ആസിഡാണ്. റെഡി മക്കളെ? ബെൻസോയിക് ആസിഡ്. ഓക്കെ റെഡി? ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ്. നിങ്ങളുടെ ബുക്കിൽ ബെൻസോയിക് ആസിഡ് അല്ലേ? ബെൻസോയിക് ആസിഡ്. ഓക്കെ അല്ലേടാ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ആ പോയിന്റ് മറക്കല്ലേ? റെഡി സെറ്റ്. ഓക്കെ, ഇതിന്റെ മലയാളം ഇവിടെ ഉണ്ട് കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനലൈസ് ദ ഫോളോയിങ്. അടിപൊളി ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഫോളോയിങ്. പ്രൊപ്പൈൻ നിങ്ങളുടെ അടുത്തുണ്ട്. ആരാ പ്രൊപ്പൈൻ? അത് കേൾക്കുമ്പോൾ തന്നെ പേര് എഴുതിക്കോണം. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആണ്. 3 കാർബൺ ഉള്ളതാണ്. അപ്പോൾ CH3 CH2 CH3 ആണ് പ്രൊപ്പൈൻ. ഓക്കെ, പ്രൊപ്പ് കിട്ടി.
പ്രൊപ്പ് കിട്ടി. എൻ്റെ കൂടെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ എഴുതിക്കോട്ടോ, എൻ്റെ കൂടെ എഴുതിക്കോ, ഒരിക്കലും നഷ്ടമാവില്ല എന്ന് മാത്രമല്ല, നാളെ എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ജയസിൻ്റെ മുഖം ഓർമ്മ വരും. ഇത് ഇന്നലെ സാറ് പറഞ്ഞതാണല്ലോ, ഇത് ഇന്നലെ എഴുതി പഠിച്ചത് നന്നായല്ലോ. ഈ ഓർഗാനിക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ പറഞ്ഞിങ്ങനെ പഠിച്ചാൽ അവർ എഴുതി പഠിക്കുമ്പോഴേ ഐഡിയ കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൽ നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോവും, കൺഫ്യൂഷനായി പോകും, എച്ചിൻ്റെ എണ്ണമൊക്കെ തെറ്റിപ്പോവും. സോ എഴുതി പഠിച്ചോ, നാളത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നാളെ നിങ്ങൾ തന്നെ പറയും എഴുതി പഠിച്ചത് നന്നായി, ഇത് വെച്ച് ചെയ്തത് നന്നായി. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തോളൂ. പ്രൊപ്പൈൻ, അതിൽ നിന്ന് 1 ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ OH ഗ്രൂപ്പ്. ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ഒരു OH വരിക. സിമ്പിൾ, ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ഒരു OH വരുന്നതാണ് എക്സ്. എങ്ങനെയാണ് ഹൈഡ്രജൻ മാറ്റുക? ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയാൽ മതി. CH3 CH2 CH3 ഇത് ഒരു ഹൈഡ്രജനെ മാറ്റുക. അപ്പോൾ CH3 CH2 CH2 എന്നാക്കുക. CH3 ഉള്ള CH2, എന്നിട്ട് ആ എച്ചിന് പകരം ഒരു OH വരിക. കിട്ടി OH. സോ ഇതാണ് എക്സ് എന്ന് പറയുന്ന ആൾ, എക്സിനെ കിട്ടി. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് IUPAC നെയിം? എന്താണ് ഇതിൻ്റെ IUPAC നെയിം? വെരി സിമ്പിൾ, പ്രൊപ്പാനോൾ. പ്രൊപ്പാൻ 1 ഓർ പ്രൊപ്പാനോൾ. റെഡി, ആൻസർ സെറ്റ്. വേണമെങ്കിൽ ഇനി OHനെ ഇവിടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ല ഇവിടെയും കൊടുക്കാം. ഈ CH3 എച്ചിനെ മാറ്റി OH അവിടെയും കൊടുക്കാം, സെൻറ്ററിലും കൊടുക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ഒരു ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഇതിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതുക. ഇതിൻ്റെ നിങ്ങൾ എഴുതിയ കോമ്പൗണ്ടിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ വെരി സിമ്പിൾ. എഗെയിൻ 3 കാർബൺ കൊടുത്തിട്ട് ഇവിടെയല്ലേ നിങ്ങൾ അറ്റത്തല്ലേ OH എഴുതിയത്, ആ OHനെ സെൻറ്ററിലേക്ക് എഴുതിയാൽ പൊസിഷൻ ഐസോമറായി. CH3 CH3 സെറ്റല്ലേ മക്കളെ? ഈ ക്വസ്റ്റ്യനും അടിപൊളിയല്ലേ? സിമ്പിൾ, ഹമ്പിൾ, അടിപൊളി. സെറ്റായിട്ട് എഴുതിക്കോ. ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്ന് വരുന്നത്. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. അടിപൊളി. നെക്സ്റ്റ്, 1 മോളിക്യൂൾ ഓഫ് ആൻ ആലിഫാറ്റിക്. ആലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ ചെയിൻ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ആലിഫാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് 6 കാർബൺ ആറ്റംസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ്. 6 കാർബൺ ആറ്റമുള്ള ഒരു കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH. മക്കളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ ഉണ്ട്. OH വന്നാലുള്ള പേരെന്താ, CHO വന്നാലുള്ള പേരെന്താ, O വന്നാലുള്ള പേരെന്താ, CO വന്നാലുള്ള പേരെന്താ. ആ ടേബിൾ പഠിക്കാതെ പോകരുത്. ആ ടേബിളുമായിട്ട് കണക്ട് ചെയ്ത് എത്ര ക്വസ്റ്റ്യൻസാണ്, ആ ടേബിൾ അറിയാമെങ്കിൽ ചെയ്യാവുന്ന എത്ര ക്വസ്റ്റ്യൻസാണ്. സോ ആ ടേബിൾ സെറ്റാക്കി പോവണേ. കാർബോക്സിലിക് ആസിഡ് COOH. Write the structural formula of this compound. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. 6 കാർബൺ അല്ലേ, 6 കാർബൺ അങ്ങ് കൊടുക്കണം. 6 കാർബൺ, അതിൽ 1 കാർബൺ COOH ആണ്. ഇനി എക്സ്ട്രാ കാർബൺ ഇടരുത്. 6 കാർബണേ ടോട്ടൽ ഉള്ളൂ. ആ 1 കാർബൺ COOH ആണ്. അപ്പൊ ഇനി OOH എന്ന് മാത്രം കൂട്ടിയാൽ മതി. ബാക്കി CH3 ഇവിടെ ഉണ്ട്, ബാക്കി CH2 ഇവിടെ ഉണ്ട്, CH2 ഇവിടെ ഉണ്ട്, CH2 ഇവിടെ ഉണ്ട്, CH2 ഇവിടെ ഉണ്ട്. സെറ്റ്, സിമ്പിൾ. Write the IUPAC name of a compound in this family with 5 carbon atom. നോക്കിക്കേ, ചോദ്യം ശ്രദ്ധിക്കണേ. ഇവിടെ ഹെക്സനോയിക് ആസിഡാണ് നിങ്ങൾ എഴുതിയത്. 1 2 3 4 5 6 കാർബൺ ഉള്ള ഹെക്സനോയിക് ആസിഡാണ് മക്കൾ എഴുതിയത്. എന്നിട്ട് ക്വസ്റ്റ്യൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ദ IUPAC നെയിം എന്ന് മാത്രം വായിച്ച് നിർത്തിയിട്ട് പൊട്ടത്തരം എഴുതി വെക്കും. പലപ്പോഴും എക്സാം ആണെന്ന് പറ്റുന്ന സംഭവമാണ്, കറക്റ്റ് വായിക്കൂല. റൈറ്റ് ദ IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് അത്ര മാത്രം വായിച്ചിട്ട് ഹെക്സനോയിക് ആസിഡ് എഴുതും. ചോദ്യം, വിത്ത് 5 കാർബൺ ആറ്റംസ്. ഇതേ ഫാമിലിയിൽപ്പെട്ട 5 കാർബൺ ആറ്റംസുള്ള ആളുടെ പേര് പെന്റനോയിക് ആസിഡ് ആയിരിക്കും. 6 എണ്ണം വന്നപ്പോൾ ഹെക്സനോയിക് ആസിഡ് ആണെങ്കിൽ 5 എണ്ണം വന്നാൽ പെന്റനോയിക് ആസിഡ് ആയിരിക്കും. റെഡി, വാട്ട് എ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. മക്കളെ, ക്യാൻ യു ഫോളോ മീ? സെറ്റാണോ? യെസ്. വളരെയധികം വേർത്തായിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഗുണം കൃത്യമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കൃത്യം നമുക്ക് ചെയ്ത് പഠിക്കാം. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 ethyne molecule is allowed to react with 2 chlorine molecules. ഒരു ഈഥൈൻ, തെറ്റിപ്പോവരുതേ, ഈഥൈൻ എന്നാണ് പറഞ്ഞത്, ട്രിപ്പിൾ ബോണ്ടാ. അപ്പം ഈഥൈൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട്, ഈത് എന്ന് പറഞ്ഞാൽ 2 കാർബണാണ്. 2 കാർബണിൻ്റെ അടുക്ക് ട്രിപ്പിൾ ബോണ്ടാണ്. ഇനി വാലൻസി കംപ്ലീറ്റ് ആക്കാൻ ഓൾറെഡി ഇവിടെ 3 ബോണ്ട് ഉണ്ട്, അപ്പോൾ ഒരു എച്ചും കൂടെ ചേർത്താൽ 4 ആയി. ഇവിടെ ഓൾറെഡി 3 ബോണ്ട് ഉണ്ട്, ഒരു എച്ചും കൂടെ ചേർത്താൽ 4 ആയി. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് ഈഥൈൻ. ആ ഈഥൈനിലേക്ക് 2 ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 Cl2 എന്നാണ് എഴുതേണ്ടത്. 2 Cl എന്ന് എഴുതിയാൽ പോരാ, 2 ക്ലോറിൻ മോളിക്യൂൾ ആണ്, 2 Cl2 ആണ്. തെറ്റരുത്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ തെറ്റിയാൽ ആൻസറിലേക്ക് എത്തൂല. ദെൻ എന്താ ചോദ്യം? ഒരു ക്ലോറിനാണ് ചേർത്തിരുന്നെങ്കിൽ, ഒരു ബോണ്ട് പൊട്ടും, എന്നിട്ട് ഒരു ക്ലോറിൻ ഇവിടെയും ഒരു ക്ലോറിൻ ഇവിടെയും കയറും. ഒരു Cl2 ആണ് ചേർത്തിരുന്നെങ്കിൽ ബോണ്ട് പൊട്ടി അവിടെ എവിടെയും ക്ലോറിൻ കയറും. എന്നാൽ ഇവിടെ ചേർത്ത് 2 Cl2 ആണ്. അപ്പോൾ അടുത്ത ബോണ്ടും കൂടെ പൊട്ടിയിട്ട് ഇവിടെയും Cl കയറും, ഇവിടെയും Cl കയറും. കാരണം ഒരു Cl2 ചേർത്താൽ Cl അപ്പുറത്ത്, 2 Cl2 ചേർത്താൽ അടുത്ത Cl അപ്പുറത്ത്. അഥവാ ഓരോ മോളിക്യൂളിനും ഒരു ബോണ്ട് പൊട്ടും. 1 മോൾ ആണെങ്കിൽ 1 ബോണ്ട് പൊട്ടും, 2 മോൾ ആണെങ്കിൽ 2 ബോണ്ട് പൊട്ടും. സോ ഇവിടെയുള്ള കോമ്പൗണ്ട് CHCl അഥവാ CHCl2 എന്നാകും.
സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് രണ്ട് ബോണ്ട് പൊട്ടി. ദെൻ ഇവിടെയും CHCl2 എന്നാകും. സോ ദ ആൻസർ ഈസ് CHCl2, CHCl2. അയ്യോ എഴുതണേ, എൻ്റെ കൂടെ എഴുതണേ. എൻ്റെ കൂടെ എഴുതിയാൽ തന്നെ കാര്യമുള്ളൂ. നിങ്ങൾ റഫിൽ എഴുതിയാലും കുഴപ്പമില്ല, എൻ്റെ കൂടെ എഴുതി കൃത്യം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്ക്. ചെറിയ ഡൗട്ട് ആണെങ്കിൽ ചോദിക്കും. യെസ് മക്കളെ, നെക്സ്റ്റ് CHCl2, CHCl2, 2 ക്ലോറിൻ മോളിക്യൂൾസ് എന്നല്ലേ പറഞ്ഞത്. റെഡി സെറ്റ്. ദെൻ write the structural formula of product obtained. പ്രൊഡക്റ്റിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതി. അതാ പ്രൊഡക്റ്റിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതി. Then write the IUPAC name of the product obtained. ഈ പ്രൊഡക്റ്റിന്റെ IUPAC നെയിം എഴുതുക. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് CHൽ 2 Cl, അടുത്ത CHലും 2 Cl. ഇതാണ് സംഭവം. ഇതിൻ്റെതാണ് ചോദിച്ചത്. വെരി സിമ്പിൾ. ഇത് ഒന്നാമത്തെ കാർബൺ, ഇത് രണ്ടാമത്തെ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും ചിലപ്പോൾ മക്കൾ അങ്ങനെ ശ്രദ്ധിച്ചു പോകില്ല. 1ഉം 2ഉം ആണിത്. 1 2 ക്ലോറിൻ, അപ്പോൾ 1 ഡൈക്ലോറോ. 2 2 ക്ലോറിൻ, അപ്പോൾ 2 ഡൈക്ലോറോ. അപ്പോൾ ടോട്ടൽ 4 ക്ലോറിൻ ആയതുകൊണ്ട് 1, 1, 2, 2. 1ലും 1ൽ 2 ബ്രാഞ്ച് 1, 1, 2ൽ 2 ബ്രാഞ്ച് 2, 2. എത്ര ക്ലോറിൻ? 4 ക്ലോറിൻ. ടെട്രാക്ലോറോ. 1, 1, 2, 2 ടെട്രാക്ലോറോ. 2 കാർബൺ വന്നാൽ ഏത്? ഈഥെയ്ൻ. ഐവ 1, 1, 2, 2 ടെട്രാക്ലോറോ ഈഥെയ്ൻ. നോട്ട് ദ പോയിന്റ്. 1, 1, 2, 2 ടെട്രാക്ലോറോ ഈഥെയ്ൻ. സെറ്റ്. ഇതിൽ തന്നെ ആൻസർ ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കാനും പറ്റുന്നില്ല. ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ അതിൽ നോക്കി എഴുതിയാണോന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ റെഡി, അതും ക്ലിയർ. സെറ്റ് മക്കളെ, റെഡി. അത് സെറ്റല്ലേ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകണേ. ഐസോമറിസമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് ഇങ്ങനെ വരികയാണ്. കോമ്പൗണ്ട്സ് CH3CHO, ഓക്കെ, ആൻഡ് കോമ്പൗണ്ട് CH3CH2CHO, ഓക്കെ, ആർ മെമ്പേഴ്സ് ഓഫ് ഹോമോലോഗസ് സീരീസ്. ഒരു ഹോമോലോഗസ് സീരീസിന്റെ മെമ്പറാണ് ഇവർ. രണ്ടിലും CHO ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഫാമിലിത്തെ ആൾക്കാരാണ്. ഒരു ഫാമിലിത്തെ ആളുകളാണ് ഇവർ രണ്ടുപേരും. ഒരേ ഫാമിലിത്തെ ആളുകളാണ്. ഓക്കെ, ദെൻ റൈറ്റ് ദ നെയിം ഓഫ് ഫാമിലി ടു വിച്ച് ദീസ് കോമ്പൗണ്ട് ബിലോങ്. ഇതേത് ഫാമിലിയാണ്? ഇവർ രണ്ടുപേരും വരുന്നത് ഏത് ഫാമിലിയിൽ നിന്നാണ്? ആൾഡിഹൈഡ് ഫാമിലിയിൽ നിന്നാണ്. ഇവർ രണ്ടുപേരും വരുന്നത് ആൾഡിഹൈഡ് ഫാമിലിയിൽ നിന്നാണ്. സോ ആൾഡിഹൈഡ് ഫാമിലിയാണിത്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദീസ് കോമ്പൗണ്ട്. ആൾഡിഹൈഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഈ 2 ആളുകളുടെ പേരെന്താ? ഒന്നാമത്തെ പേര് എഥനാൽ, രണ്ടാമത്തെ പേര് പ്രൊപ്പനാൽ. രണ്ടും ആലാണ്. സോ രണ്ടും ആലാണ്. ചില കുടുംബത്തിലെ ചില ആളുകൾക്ക് ഒരേ ടൈപ്പ് പേരായിരിക്കും. അപ്പോൾ ഒരേ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ആ ഒരേ കുടുംബത്തിൽ നിന്ന് വരുന്ന ഇവരുടെ പേരെന്താ? ഒന്നാമത്തെ പേര് എഥനാൽ, രണ്ടാമത്തെ പേര് പ്രൊപ്പനാൽ. ഏതാണ് ആൾ? എഥനാൽ, പ്രൊപ്പനാൽ. ദെൻ റൈറ്റ് ദ IUPAC. അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എ കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല. ഇതേ കോമ്പൗണ്ടിന്റെ സെയിം മോളിക്കുലാർ ഫോർമുല. രണ്ടാമത്തെ കോമ്പൗണ്ട്. ഇതാണ് രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ സെയിം മോളിക്കുലാർ ഫോർമുല വരണം. ബട്ട് അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അതെന്താ ചോദ്യം? ഫങ്ഷണൽ ഐസോമർ എഴുതാനാ പറഞ്ഞത്. ചോദ്യം മനസ്സിലാവാത്തവരോട് ശ്രദ്ധിച്ചേ. ഈ കോമ്പൗണ്ടിന്റെ അതേ ഫോർമുല വരണം, പക്ഷെ മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം. CHO മാറി വേറെ ആളാവണം. കുടുംബം മാറണം. ഇത് കുടുംബം CHO കുടുംബമാണ്, ആൾഡിഹൈഡ് കുടുംബമാണ്. കുടുംബം മാറ്റണം, പക്ഷേ അവരുടെ ഫോർമുല മാറരുത്, മോളിക്കുലാർ ഫോർമുല മാറരുത്. അപ്പൊ CHOക്ക് പകരം എഴുതാവുന്നത് ആരെയാ? ഫങ്ഷണൽ ഐസോമർ എഴുതാൻ ഇന്നലെ സാറ് പറഞ്ഞ ട്രിക്ക് എന്താ? നിങ്ങൾ മാറ്റുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൽ H ഉണ്ടെങ്കിൽ ആ H ഒഴിവാക്കുക. അപ്പൊ CO എന്നാവും. CO കൊണ്ടുവന്നാൽ മതി. ഇത് CHO എന്നല്ലേ? H ഒഴിവാക്കുക, CO. പക്ഷെ CO അറ്റത്ത് എഴുതരുത്, CO സെന്ററിൽ എഴുതണം. സോ 3 കാർബൺ ആണ് ഇതിൽ ടോട്ടൽ. 3 കാർബൺ. ആ 3 കാർബണിൽ അറ്റത്ത് CHO ആയിരുന്നു. ആ CHO മാറ്റി CO ആക്കണം. CO അറ്റത്ത് എഴുതാത്തോണ്ട് CO ഇവിടെ എഴുതുന്നു. CH3 CO CH3 പ്രൊപ്പനോൺ. പ്രൊപ്പനാലിന്റെ ഫങ്ഷണൽ ഐസോമർ ആണ് പ്രൊപ്പനോൺ അഥവാ അസറ്റോൺ. പ്രൊപ്പനാലിന്റെ ഫങ്ഷണൽ ഐസോമർ ആണ് പ്രൊപ്പനോൺ അഥവാ അസറ്റോൺ. റെഡി. സോ ആ ക്വസ്റ്റ്യനും സെറ്റ്. അപ്പോൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത് ഒരു ഫാമിലിനെ വിളിക്കുന്ന പേരാണെന്നും എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. യെസ്, 2026 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ നാളെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദ കോമ്പൗണ്ട് X belongs to either family. Either, കേട്ടോ, ഞാൻ ആ ടേബിൾ പഠിക്കണം വീണ്ടും പറയുന്നു. ആ ടേബിൾ കണക്ട് ചെയ്താണ് അധിക ക്വസ്റ്റ്യനും. ഈതർ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഈ ചോദ്യം മൊത്തം ഫ്ലോപ്പ് ആവും. ഈതർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം മൊത്തം നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. സോ ദ കോമ്പൗണ്ട് X belong to either family. ഈതർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ വരുന്നതാണ്. സോ there is an ethyl group on each side of the ether linkage in it. There is an ethyl group. ഈ ഈതറിന്റെ അപ്പുറവും ഇപ്പുറവും ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. on each side of the ether linkage in it. അടിപൊളി ക്വസ്റ്റ്യൻ. ഒരു ഈതർ ഗ്രൂപ്പ് ഉണ്ട്,
ആ ഈതറിന്റെ അപ്പുറവും ഇപ്പുറവും ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈഥൈൽ ഗ്രൂപ്പ് മീൻസ് 2 കാർബൺ വരിക. സോ CH3CH2 ഇതാണ് ഈഥൈൽ ഗ്രൂപ്പ്. അപ്പുറത്തും ഈഥൈൽ ഗ്രൂപ്പ് CH2CH3 കണ്ടോ, ഇതങ്ങ് എഴുതാൻ കിട്ടണം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല എന്നാണ് ചോദ്യം. ഒരു ഈഥർ ഗ്രൂപ്പ് ഉണ്ട്, അപ്പുറവും ഇപ്പുറവും ഈഥൈൽ ഉണ്ട്. റെഡി. ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ഇറ്റ്? ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്, ഇതിന്റെ പേര്, ഇത് ഓക്സിജൻ അല്ലേ, അപ്പൊ ഇത് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ, ആൽക്കോക്സി. എന്താണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്? ആൽക്കോക്സി. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് ആൽക്കോക്സി. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ, മോഡലിന് ചോദിച്ചത്, സൂപ്പർ ക്വസ്റ്റ്യൻ. ദെൻ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദി മെറ്റാമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ മെറ്റാമർ എഴുതാൻ, നമുക്കറിയാലോ, ഓക്സിജന്റെ അപ്പുറവും ഇപ്പുറവും വരുന്ന ആളുടെ മെറ്റാമർ എഴുതാൻ. ഇപ്പുറം എത്ര കാർബൺ ഉണ്ട് നോക്കുക, 2. അപ്പുറം എത്ര കാർബൺ ഉണ്ട്, 2. അപ്പൊ 2+2 ആയിട്ടാണ് എഴുതിയത്. ഇതിനെങ്ങനെയാക്കി എഴുതാം? ഇപ്പുറത്ത് 3യും അപ്പുറത്ത് 1 ആക്കി 3+1 ആക്കി എഴുതാം. കാരണം 2 ഉം 2 ഉം ചേർന്നാൽ 4 ആണ്. അപ്പൊ 3യും 1 ആക്കി എഴുതാം. അഥവാ ഓക്സിജനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇടുക, ഇപ്പൊ നിൽക്കുന്ന ഓക്സിജനെ പിടിച്ച് അങ്ങോട്ട് ഇടുക, വിച്ച് മീൻസ് 2+2 എന്നുള്ള ഫോമിനെ 3+1 ആക്കുക. സോ 1 2 3 പിന്നെ ഓക്സിജൻ പിന്നെ 1. അഥവാ 2 2 എഴുതിയ 3 1 ആക്കി ടോട്ടൽ 4 എണ്ണം വന്നാൽ മതി. സോ CH3 CH2 CH2 OCH3. പേരും കൂടെ എഴുതണം. ശ്രദ്ധിക്കണേ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എഴുതാതെ പോകുന്ന എത്ര പിള്ളേരുണ്ട്, കംപ്ലീറ്റ് ആൻസർ എഴുതാതെ പോകുന്ന എത്ര പിള്ളേരുണ്ട്. ഇത് മാത്രം എഴുതി അങ്ങ് പോകും. ഇതിന്റെ പേരും കൂടെ ചോദിച്ചിട്ടുണ്ടാ മക്കളെ. എന്താണ് ഇതിന്റെ പേര്? ചെറുതോക്സി വെൽദേനാണ്. ഇവിടാണ് ചെറുത്. അപ്പൊ മെത്, ഇത് ഓക്സി, ഇത് പ്രൊപ്പ്, മീതോക്സി പ്രൊപ്പൈൻ. ഇത് മീതോക്സി പ്രൊപ്പൈൻ. ഈ മെറ്റാമറിന്റെ പേര് മീതോക്സി പ്രൊപ്പൈൻ. ഇതിന്റെ പേരെന്താ? ഇത് ഈതോക്സി ഈഥൈൻ. ഈതോക്സി ഈഥൈൻ. മക്കളെ സെറ്റ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ എല്ലാം സെറ്റ് ആയിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കടാ മക്കളെ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് സെറ്റ് ആണോ മക്കളെ? മീതോക്സി പ്രൊപ്പൈൻ. അടിപൊളി. സാറേ ക്ലാസ് എത്ര മണി വരെ? 10 മണിൻ്റെ ഉള്ളിൽ നമ്മൾ തീർക്കും, പോരെ? യെസ്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, അതും മോഡൽ 2026 വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. റെഡി. X and Y are 2 organic compounds with different functional groups and their molecular formula is C5H10O. ഇവിടെ കിട്ടും നമ്മുടെ ട്രിക്ക്. നമുക്ക് എല്ലാ ട്രിക്കും ഇവിടെ കിട്ടും. കാരണം കാർബണിന്റെ എണ്ണം 5 ആണ്. അതിന്റെ ഡബിൾ ആണ് ഹൈഡ്രജന്റെ എണ്ണം. കാർബന്റെ എണ്ണത്തിന്റെ ഡബിൾ വരികയും ഒരു ഓക്സിജൻ വരികയും ചെയ്താൽ അത് ആൽഡിഹൈഡോ കീറ്റോണോ ആണ് എന്ന് നമുക്ക് മനസ്സിലായാൽ ബാക്കി എല്ലാം സിമ്പിളായി. Then question, write the structural formula of a compound X having CHO. ആ ക്വസ്റ്റ്യനിൽ CHO തന്നിട്ടുണ്ട്. സോ 5 കാർബൺ അല്ലേ വേണ്ടത്? 5 കാർബൺ അങ്ങിടുക. ഇതാണ് നമ്മളെ ഫുൾ ട്രിക്ക് കേട്ടോ. 1 2 3 4 5. അതിൽ ഒരു കാർബൺ CHO ആണ്. സോ ലാസ്റ്റത്തെ കാർബണിനെ CHO ആക്കുക. ആൻസർ ആയി. CH3 CH2 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 CHO. Set. Then by what name are compounds containing this functional group generally known? ഈ കോമ്പൗണ്ടിന്റെ ജനറൽ പേരെന്താണ്? ആൽഡിഹൈഡ്. അത് വീണ്ടും പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡ്, ജനറൽ പേര് ആൽഡിഹൈഡ്. ഇത് ഫുൾ ആക്കണേ, CH3 CH2 എന്ന് പറഞ്ഞിട്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട് Y. Y എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ, Y എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ വെരി സിമ്പിൾ. Y എന്ന് പറയുന്നത് അത് ആൽഡിഹൈഡ് ആണെങ്കിൽ ഇത് കീറ്റോൺ ആയിരിക്കും. കീറ്റോൺ ആകുമ്പോൾ എങ്ങനെയാ? 5 കാർബൺ വീണ്ടും എഴുതുക. യെസ്, 5 കാർബൺ എഴുതി കഴിഞ്ഞിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത് 6 എണ്ണാവാതെ നോക്കണം. ഞാനിപ്പോൾ എഴുതിയ പോലെ 5 എണ്ണാക്കുക. ദെൻ ഇവിടെ CO വരൂല, ഇവിടെയും CO വരൂല, അറ്റത്ത് CO വരൂല. ഈ 3 കാർബണിൽ ഏതെങ്കിലും ഒന്ന് CO ആക്കുക. O ആക്കിയാൽ പോരാ, സീന്റെ കൂടെ എഴുതണം. O മാത്രം ഒറ്റയ്ക്ക് വെറുതെ എഴുതിയാൽ അത് ഈതറാവും. സീന്റെ കൂടെ എഴുതണം, CO. ദെൻ CH3 CH2 CH2 CO CH3. സെറ്റ്. Write the structural formula of the position isomer of compound Y. അടിപൊളി ക്വസ്റ്റ്യൻസ്. ആദ്യം ഇതിന്റെ ഈ വൈന്റെ ഫോർമുല എഴുതാൻ പറഞ്ഞു. ഇനി അതിന്റെ പൊസിഷൻ ഐസോമർ എഴുതാൻ പറയാം. ഇതിന്റെ പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെറ്റാമർ തന്നെയാണ്. കാരണം അപ്പുറം ഇപ്പുറമുള്ള ആളുകളെ മാറ്റുക. ഇവിടെ ഇപ്പം 3 കാർബണും ഇവിടെ 1 കാർബണും അപ്പുറം ഇപ്പുറം അല്ലേ. സിയോന്റെ ഇപ്പുറം 3 കാർബൺ, അപ്പുറം 1 കാർബൺ. ഇനി സിയോനെ പിടിച്ച് ഇങ്ങോട്ടിടുക. 3 1 2 2 വെക്കുക. വിച്ച് മീൻസ് 1 2 കാർബൺ, പിന്നെ CO, പിന്നെ 2 കാർബൺ. സോ ടോട്ടൽ 5 കാർബൺ. സോ സിയോനെ പിടിച്ച് ഇങ്ങോട്ടിടുന്നു. അപ്പോൾ അപ്പുറത്ത് 2 കാർബൺ, ഇപ്പുറത്ത് 2 കാർബൺ. 3 1 ഉള്ളത് 2 2 വെക്കുക. ടോട്ടൽ 4. സിയോന്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് നോക്കുമ്പോൾ ടോട്ടൽ 4 ആണ്. ഇവിടെ 3 അപ്പുറത്ത് 1, അത് 2 2 വെക്കുക. സോ CH3 CH2 CO CH2 CH3. സെറ്റ് ആടിപ്പോളെ. സെറ്റാണ് മക്കളെ. സോ ഫസ്റ്റ് ചാപ്റ്റർ ഇതാ ഇവിടെ തീരുകയാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന നോമെൻക്ലേച്ചറും ഐസോമറിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ അടിപൊളിയായിട്ട് തീരുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റായിട്ട് എൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റിയോ? Are you happy with this? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ദെൻ വാട്ട് അബൌട്ട് യു? ഈ ചാപ്റ്ററിൻ്റെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മി എ ബ്ലാക്ക് ഹാർട്ട്. സെറ്റായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് റിയാക്ഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അടുത്ത ചാപ്റ്ററിൽ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സെറ്റാണ് മക്കളെ.
അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാനുള്ളത്, നാളത്തെ എക്സാം ഈസി ആക്കാനുള്ള ചില പൊടിക്കൈകൾ പറഞ്ഞിരുന്നതിന് എൻ്റെ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞുതരാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് കയറുന്ന സമയത്ത് നിങ്ങളുടെ കൂൾ ഓഫ് ടൈം ഉണ്ടാവുമല്ലോ, അത് ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ കൂൾ ഓഫ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറയാനും ക്വസ്റ്റ്യൻ ഒന്നും ശരിക്കും വായിക്കാതെക്കാനുള്ള ടൈമായിട്ടാണ് കാണൽ. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾ പിന്നെ എക്സാം ആൻസർ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാവും, സമയം കിട്ടാത്ത പ്രശ്നം വരും. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടല്ലോ, ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് നോക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്, കാരണം എല്ലാ ചാപ്റ്ററും അതിനുള്ള എല്ലാ ക്വസ്റ്റ്യനും കൂടെ കിട്ടുമോ കിട്ടുമോ എന്നുള്ള ടെൻഷനായിരിക്കും. സ്വാഭാവികമാണ്, 5 മിനിറ്റിനുള്ളിൽ ഈ ടെൻഷനുകളെല്ലാം കൂടെ കയറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ വരും, ഇതെല്ലാം കൂടെ കിട്ടുമോ മറന്നു പോകുമോ എന്നുള്ള ടെൻഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അത് സ്വാഭാവികമാണ്, കാരണം 7 ചാപ്റ്റർ എന്നുള്ള എല്ലാ ടോപ്പിക്കും കൂടെ ഒരുമിച്ച് നിങ്ങളുടെ തലയിലുണ്ട്. പക്ഷേ കൂൾ ഓഫ് ടൈമിൽ വരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളിൽ ചുരുങ്ങും, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അത് കൂൾ ഓഫ് ടൈമിൽ കൃത്യം നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കാരണം എന്താ പറയുക, അത് നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയുന്നതാണ്, ഷോ ആ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ കണ്ടില്ല, ആ ക്വസ്റ്റ്യൻ്റെ കൂടെ UPSC നെയിം എഴുതാണ്ടായിരുന്നില്ലേ, അത് ശ്രദ്ധിച്ചില്ല, അതിൻ്റെ സ്ട്രക്ചറൽ ഫോമുല ചോദിച്ചിരുന്നില്ലേ, അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് തിരുത്താൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സാധനം അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ എഴുതാൻ പോകുമ്പോൾ ആ അണ്ടർലൈൻ നിങ്ങളുടെ മുന്നിൽ വരികയും നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാനും പറ്റും. അപ്പോൾ അത് മറക്കരുത്, കൂൾ ഓഫ് ടൈം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റട്ടെ. കൂൾ ഓഫ് ടൈമിൽ എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് കിട്ടാത്ത ക്വസ്റ്റ്യൻ ആ സമയത്ത് ഇരുന്ന് ആലോചിക്കുകയും എത്ര സമയത്തിനുള്ളിൽ എഴുതണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കുക 15 മിനിറ്റിനുള്ളിൽ. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളാവും. നിങ്ങൾ മറന്നു പോകുന്നത്, തെറ്റിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ തെറ്റുന്നത്, ക്വസ്റ്റ്യൻ കാണാതെ പോകുന്നത്, ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ള ഭാഗം അറിയാണ്ട് എഴുതാതെ പോകുന്നത് ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. സോ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ സർ, അൺസാച്ചുറേറ്റഡ് വിത്ത് ബ്രാഞ്ച് നെയിമിങ്ങിലാണോ? പറയാലോ, അൺസാച്ചുറേറ്റഡ് വിത്ത് ബ്രാഞ്ചിൻ്റെ പേര് അത് നിങ്ങൾക്ക് വരുമെങ്കിൽ ഞാൻ ചെയ്തുതരാം, അതൊന്നും പ്രശ്നമല്ലല്ലോ. നോക്കടാ, ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ച ഡൗട്ടിന് ഞാൻ ഒന്ന് തീർത്തരാം കേട്ടോ. ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ച ഡൗട്ടാണ് ഇങ്ങനെ, ഇതിൻ്റെ പേരെന്താണെന്നാണോ അവൻ അറിയേണ്ടത്. ഓക്കെ, നോക്കാം. CH3 ഇതിൻ്റെ പേരാണ് അറിയേണ്ടത്. വെരി സിമ്പിൾ. ഇതിൻ്റെ പേരറിയുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് കണ്ടോ, ഡബിൾ ബോണ്ടിനാണ് ചെറിയ നമ്പർ കൊടുക്കേണ്ടത്. അങ്ങനത്തെ റൂൾ നിങ്ങൾക്ക് അത്ര അധികം പഠിക്കാത്തതുകൊണ്ട് അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. എനിവേ ഡബിൾ ബോണ്ടിനാണ് ചെറിയ നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 ഇത്രയേ ഉള്ളൂ. സോ 4ാമത്തെ കാർബണിൽ മീതയിൽ വന്നു, അപ്പോൾ 4 മീതയിൽ കഴിഞ്ഞു, 4 മീതയിൽ. ദെൻ 1 2 3 4 5 കാർബൺ ഇതിലുണ്ട്, അപ്പോൾ പെൻഡ് എയിനല്ല ഈനാണ്. ആ ഈൻ എത്രാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്? 2ാമത്തെ കാർബൺ, അപ്പോൾ പെൻഡ് 2 ഈൻ. 4 മീതയിൽ പെൻഡ് 2 ഈൻ. 4 മീതയിൽ പെൻഡെയിൻ എന്നല്ല, 4 മീതയിൽ പെൻഡീൻ അല്ല, പെൻഡിൻ്റെ 2ാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്, അപ്പോൾ 4 മീതയിൽ പെൻഡ് 2 ഈൻ. റെഡി? അങ്ങനെ ചോദിക്കുകയാണ്, ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. 2 മീതയിൽ പെൻഡ് 2 ഈൻ അല്ല. 2 മീതയിൽ പെൻഡ് 2 എന്ന് പറയുമ്പോൾ എവിടുന്നാണ് നിങ്ങൾ എണ്ണി? ഇവിടുന്നാണ് എണ്ണിയത്. 1 2 3 ഇങ്ങനെയല്ലേ എണ്ണ? അപ്പോഴും 3 അല്ലേ ഇവിടെ വരിക? ഇവിടുന്നാണ് എണ്ണേണ്ടത്. ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ വരണം. സോ 1 2 3 4 ആണ് വരിക. 4 മീതയിൽ പെൻഡ് 2. ഓക്കെ, സെറ്റ്. ഓക്കെ, അത് ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞാണ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. യെസ്, രാസപ്രവർത്തനങ്ങളുമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ ഇതാ വരുന്നു. ഹൈഡ്രോ കാർബൺസ് നോക്കാം. സോറി, ഹൈഡ്രോ കാർബൺസ് അല്ലല്ലോ, ഓർഗാനിക് റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, വായിച്ച് നോക്കൂ, കിട്ടുന്നുണ്ടോ നോക്കൂ. ഇത് ടേം 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. യെസ്, നോക്കിക്കേ, ഒരു മിനിറ്റ്. യെസ്, നോക്കൂ. സർ, Cl2 HCl ആയി മാറൂലേ? അത് സബ്സ്റ്റിറ്റ്യൂഷനിൽ ടേസ്റ്റ് ഓഫ് ഫ്രീഡം ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ. അത് സബ്സ്റ്റിറ്റ്യൂഷനിൽ ആ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ ഒരു എച്ചും ഒരു Cl ഓടുന്നാണെങ്കിൽ HCl ആയി. ഇത് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ഒക്കെ, അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് കയറുക. നല്ല ഡൗട്ടാണ് കേട്ടോ ചോദിച്ചത്, നല്ല ഡൗട്ടാണ് ചോദിച്ചത്. സാർ, സ്ക്രീനിൽ ആൻസർ ഉള്ളത് കൊണ്ട് പറയാൻ പറ്റുന്നില്ല. സ്ക്രീനിൽ ആൻസർക്ക് നോക്കണ്ട, തൽക്കാലം ആൻസർ ഇല്ല കേട്ടോ. ഇവിടെ ആൻസർ നോക്കണ്ട. ഓക്കെ, ഇത് നോക്കൂ. യെസ്, ഓക്കേടാ മക്കളെ, നോക്കാം, ശ്രദ്ധിക്കൂ. An alkane X with 4 carbon atoms undergo thermal cracking. നല്ല ക്വസ്റ്റ്യൻ ആണേ. തെർമൽ ക്രാക്കിംഗ് എന്നൊക്കെ ഡയറക്റ്റ് ചോദിക്കാതെ ചോദിച്ചത് നോക്കിക്കേ. An alkane X with 4 carbon, അപ്പം 4 കാർബണുള്ള എക്സ് തെർമൽ ക്രാക്കിങ്ങിന് പോകുന്നു. അപ്പം 4 കാർബണുള്ള ആളെ പൊട്ടിക്കുന്നു എന്നർത്ഥം. 4 കാർബണുള്ള ആളെ പൊട്ടിക്കുന്നു. ടു ഗെറ്റ് ദ പ്രൊഡക്ട്സ് Y and Z. അപ്പം 4 കാർബണുള്ള ആളെ പൊട്ടിച്ചപ്പം 2 പ്രോഡക്റ്റ് കിട്ടി, വൈയും തരും. ഉറപ്പല്ലേ? ഒരാളെ പൊട്ടിച്ചാൽ 2 എണ്ണം കിട്ടും. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദി ഫോളോയിങ്. വെരി സിമ്പിൾ. എക്സിന് 4 കാർബൺ വേണം, അപ്പോൾ ഓപ്ഷൻ എ ആവാൻ ചാൻസ് ഉണ്ട്. 4 കാർബൺ. എക്സിന് 4 കാർബൺ വേണം, പക്ഷേ എക്സ് ഒരു ആൽക്കൈൻ ആയിരിക്കും. കാരണം ആൽക്കൈൻ ആണ് തെർമൽ ക്രാക്കിങ്ങിന് പോവുക. എക്സ് ഒരു ആൽക്കൈൻ ആയിരിക്കണം. അപ്പോൾ 4 കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ അതിൻ്റെ ഡബിൾ നോഡ് 2 കൂട്ടിയതായിരിക്കണം. അപ്പോൾ C4H10 ആയിരിക്കണം. അപ്പോൾ ബി ആവാൻ ചാൻസ് ഉണ്ട്.
ഡി ആവാൻ ചാൻസ് ഉണ്ട്. സിയും എയും ആവൂല, കാരണം അത് ആൽക്കീനാണ്. ഫസ്റ്റ് കിട്ടി, ഫസ്റ്റ് ഐഡിയ കിട്ടി. ദെൻ വൈയും സെഡും ഏതാണെന്ന് കണ്ടുപിടിക്കണം. വൈയും സെഡും ഏതാണെന്ന് കണ്ടുപിടിക്കണം. വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിക്കോ, ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ ഡി ആണല്ലോ ആൻസർ. ബിയിലെ വൈ നോക്കിക്കേ, ബിയിലെ വൈ ഏതാ? CH4 ആണ്. ബിയിലെ വൈ CH4 ആണ്. സെഡ് ഏതാ? CH2 ഡബിൾ ബോണ്ട് CH. ശരിയാവോ? ഇല്ല, കാരണം CH4ൽ ഒരു കാർബൺ, ഇവിടെ 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 CH3 ഉണ്ടാവും അല്ലേ? തെറ്റിയതാണ് അവർക്ക്. ഇല്ല, തെറ്റിയല്ലോ. CH3 CH2 തെറ്റിയതാണ്. CH3 Y CH4 Z CH2 ഡബിൾ, തെറ്റിയതല്ല. Y CH2 ഡബിൾ ബോണ്ട് CH2. നോക്കിയാൽ രണ്ട് കാർബൺ, രണ്ടും ഒന്ന് 3 കാർബണേ ഉള്ളൂ. ഇത് ശരിയാവോ? എടാ, 4 എണ്ണമുള്ള കാർബൺ പൊട്ടിയാൽ ഒരു കാർബണും 2 കാർബണുള്ള ആളെ ഉണ്ടാവുള്ളൂ. ടോട്ടൽ 4 കാർബൺ വേണ്ടേ? 4 എണ്ണം ഉള്ളത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് 1 കാർബൺ ആണെങ്കിൽ മറ്റടുത്ത് 3 കാർബൺ വേണം. അപ്പോൾ ഇത് തെറ്റാണ്. വാട്ട് അബൌട്ട് ഡി? ഇതാ 4 കാർബണിൽ ഇതാ ഇവിടെ 2 കാർബൺ സെറ്റ്, ഇവിടെ 2 കാർബൺ. CH2 ഡബിൾ ബോണ്ട് CH, ഇവിടെയും 2 കാർബൺ. അപ്പം 4 കാർബൺ ഉള്ള ആൾ പൊട്ടിയപ്പം രണ്ടും ആയിട്ട് കിട്ടി. സെറ്റ്. ആൻസർ ഡി. ആൻസർ ഡി. അഥവാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 4 കാർബൺ ഉള്ള ആൾ പൊട്ടിയപ്പോൾ, 4 കാർബൺ ഉള്ള ഒരു ആൽക്കൈൻ പൊട്ടിയപ്പോൾ, 4 കാർബൺ ഉള്ള ഒരു ആൽക്കൈൻ പൊട്ടിയപ്പോൾ എങ്ങനെയും പൊട്ടാം. 3 ഒന്നുമായിട്ട് പൊട്ടാം, 2 ആയിട്ട് പൊട്ടാം, എങ്ങനെയും പൊട്ടാം. 4 കാർബൺ ഉള്ള ആൾ പൊട്ടിയപ്പോൾ ഒരു ഭാഗത്ത് ആൽക്കൈനും കിട്ടും, മറ്റൊരു ഭാഗത്ത് ആൽക്കീനും കിട്ടും. ഇതാണ് തെർമൽ ക്രാക്കിങ്ങിൽ മക്കൾക്ക് അറിയൂലെങ്കിൽ മക്കൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കൈൻ പൊട്ടിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ആൽക്കൈനും ഒരു ആൽക്കീനും കിട്ടും. അപ്പം 4 കാർബണുള്ള ആൽക്കൈൻ പൊട്ടിയപ്പം 2 കാർബണുള്ള ആൽക്കൈൻ കിട്ടി ഓപ്ഷൻ പ്രകാരം. സ്വാഭാവികമായിട്ടും ബാക്കി 2 കാർബണുള്ള ആൽക്കീനും കിട്ടും. അതാണ് CH3 കിട്ടി, CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടി. സെറ്റല്ലേ? സെറ്റല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണേ. റെഡി. ടേം 2 ചോദിച്ച ക്വസ്റ്റ്യൻ. ടേം 2 ചോദിച്ച അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ. ഇത് എസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, നേരത്തെ ചെയ്തതിന്റെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒക്ടൈൽ എഥനോയേറ്റ് ഹാസ് ദി സ്മെൽ ഓഫ് പൈനാപ്പിൾ. അവിടെ നമ്മൾ ഇന്നലത്തെ JS ട്രിക്ക് പറഞ്ഞിരുന്നു. ഒക്ടൈലത്തെ ഓ ആലോചിക്കുക. ഒക്ടൈലത്തെ ഓ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിനെ കുറിച്ചാണ് അറിയിക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ അല്ല. പൈനാപ്പിൾ ആണെങ്കിൽ ബ്യൂട്ടിയാണ്, ബ്യൂട്ടൈലാണ്. പൈനാപ്പിൾ ആണെങ്കിൽ ബ്യൂട്ടിയാണ്, ബ്യൂട്ടൈലാണ്. ഒക്ടൈൽ ആണെങ്കിൽ ഓറഞ്ചാണ്. അപ്പോൾ അത് തെറ്റ്. ഒക്ടൈലിന്റെ സ്മെല്ല് വരുന്നത് ഓറഞ്ചിന്റെ സ്മെല്ലാണ്. യെസ്. സ്റ്റേറ്റ്മെന്റ് 2, ഫോർ പ്രിപ്പയറിംഗ് ഒക്ടൈൽ എഥനോയേറ്റ്. ഒക്ടൈൽ എഥനോയേറ്റ് ഉണ്ടാക്കാൻ, ഞാൻ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞത്? ഒക്ടൈൽ എന്ന് പറയുന്ന ഭാഗം ആൽക്കഹോളായിട്ട് മാറും. അപ്പോൾ അത് ഒക്ടനോളായിട്ട് മാറും. ഒക്ടൈൽ ആൽക്കഹോളായിട്ട് മാറും. അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം ഒക്ടൈൽ ആൽക്കഹോളായിട്ട് മാറും. യെസ്. രണ്ടാമത്തെ എഥനോയേറ്റ് എന്ന് പറയുന്ന ഭാഗം എന്താവും? എഥനോയിക് ആസിഡായിട്ട് മാറും. OH എന്ന് പറയുന്ന ആൾ ആസിഡായിട്ട് മാറും. സോ എഥനോയിക് ആസിഡ്. സോ ഒക്ടൈൽ എഥനോയേറ്റ് എന്ന് പറയുന്നതിന്റെ ആൽക്കഹോൾ, ഒക്ടൈൽ ആൽക്കഹോളും എഥനോയിക് ആസിഡും. പക്ഷെ ഇവിടെ ചോദ്യം നേരെ തിരിച്ചാ പറഞ്ഞത്. ഒക്ടൈൽ എഥനോയേറ്റിൽ എഥനോളും ഒക്ടനോയിക് ആസിഡുമാണ്. തെറ്റാണ്. നേരെ തിരിച്ചാണ്. ഒക്ടൈൽ ആൽക്കഹോളും എഥനോളുമാണ്. ഒക്ടൈൽ ആൽക്കഹോളും എഥനോയിക് ആസിഡുമാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ നോട്ട് കറക്റ്റ്. റെഡി? സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? യെസ്. 2 ഭാഗം റോങ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. യെസ് മക്കളെ, ഈ ഒരു ടേബിൾ നോക്കിക്കേ. ഈ ടേബിളിൽ നിന്ന് പഠിക്കാതെ പോവല്ലേ. നമ്മൾ ഇന്നലെ സെറ്റൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. റെഡി? എന്തൊക്കെയാണ് മക്കളെ? അനാൽജസിക്കിന്റെ ഫസ്റ്റ് ലെറ്റർ എ. അപ്പം എ കൊണ്ട് തുടങ്ങുന്ന ആളായിരിക്കണം അതിൻ്റെ എന്ത് പറയുക മരുന്നിൻ്റെ പേര്. ആസ്പിരിൻ. ഇതിൽ മരുന്നിൻ്റെ പേര് ചോദിച്ചില്ല, പക്ഷേ കൂട്ടത്ത് പറഞ്ഞതാണ്. അനാൽജസിക്കിന് പറ്റിയൊരു മരുന്ന് എ കൊണ്ട് തുടങ്ങിയ മരുന്നാണ് ആസ്പിരിൻ. പാരസെറ്റാമോളും പറ്റും. കാരണം അനാൽജസിക് എന്ന് പറഞ്ഞാൽ വേദന കുറക്കുക എന്നാണ് അർത്ഥം. റിലീവ് പെയിൻ എന്നാണ് അർത്ഥം. അനാൽജസിക് എന്ന് പറഞ്ഞാൽ റിലീവ് പെയിൻ എന്നാണ് അർത്ഥം. യെസ്. അടുത്തത് ആൻറ്റിപൈററ്റിക്സ്. അതിൻ്റെ മരുന്നിൻ്റെ പേരാലോചിക്കാൻ ഈ ആൻറ്റി ആയിട്ടുള്ള ടേം ആലോചിക്കാൻ പറഞ്ഞു. പൈററ്റിക്സ്, പി. അപ്പോൾ പാരസെറ്റാമോൾ എന്ന് പറഞ്ഞിരുന്നു. പാരസെറ്റാമോൾ എന്തിനാണ് നമ്മൾ കുടിക്കൽ? പാരസെറ്റാമോൾ സാധാരണ പനി ഉണ്ടാകുമ്പോൾ കുടിക്കും, ചൂട് കുറക്കാൻ. സോ റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ. 1 3 A 3ലേക്കും B 4ലേക്കും. ആൻറ്റിസെപ്റ്റിക്, സെപ്റ്റ് ഡെറ്റ്. അപ്പോൾ ഇതിൻ്റെ മരുന്ന് ഡെറ്റോളാണ്. ഞാൻ മരുന്നിൻ്റെ പേരും കൂടെ കൂട്ടത്തിൽ പഠിപ്പിച്ചെന്നാട്ടോ. സെപ്റ്റ് ഡെറ്റോൾ. പൈറ് പാരസെറ്റാമോൾ. അനാൽജസിക് ആസ്പിരിൻ, ആസ്പിരിൻ. യെസ്. എന്തിനാണ് ആൻറ്റിസെപ്റ്റിക്? ഡെറ്റോൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കാറുണ്ട്, ബോഡിയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേർക്കാറുണ്ട്. സാധാരണ ചേർക്കൽ നിലം തുടക്കുമ്പോഴേക്കാണ്. അപ്പോൾ നിലത്ത് എന്തിനാണ് അത് ചേർക്കുന്നത്? നിലത്തുള്ള ചെറിയ രോഗാണുക്കളെ ഒഴിവാക്കാൻ, ബാക്ടീരിയനെ ഒഴിവാക്കാൻ. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യാൻ, കൺട്രോൾ മൈക്രോ ഓർഗാനിസം. സെറ്റല്ലേ മക്കളെ? സോ ഓപ്ഷൻ ഏത് വരും? A 3ലേക്കും B 4ലേക്കും പോകണം. A 3ലേക്കും B 4ലേക്കും പോകണം. A 3 B 4 C 1. റെഡി മക്കളെ? സെറ്റ്. ഞാൻ പറയുന്ന പോയിന്റുകൾ നാളെ ചോദിച്ചാൽ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിൽ കൃത്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.
റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. എ പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സൈഡ് ഓഫ് കുക്ക് വെയേഴ്സ്. ഏതോ ഒരു പോളിമർ കുക്ക് വെയേഴ്സിന്റെ ഇന്നർ സൈഡ് കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. റൈറ്റ് ദ കോമൺ നെയിം ആൻഡ് IUPAC നെയിം ഓഫ് ദി പോളിമർ. അതൊരു നല്ല ചോദ്യമാണ്. കാരണം കോമൺ നെയിം നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ IUPAC നെയിം നിങ്ങൾ പഠിച്ചു വെച്ച് പോയിണ്ടാവില്ല. മക്കളെ ശ്രദ്ധിച്ചോ, ഞാനൊരു പോയിന്റും കൂടെ പറഞ്ഞുതരാം. നാളത്തേക്ക് ആവശ്യമുള്ള ഒരു പോയിന്റും കൂടെ പറയാം. എടാ, CH2 ഡബിൾ ബോണ്ട് CH2 ആരാ? ഈഥീനാണ്. ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടോ, അത് മറക്കാതിരിക്കുക. ദെൻ അതിൽ നിന്നൊരു എച്ച് കളയുക, അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH ആയി. ആ എച്ചിന് പകരം ഒരു Cl കയറുക. ഇതിനെ വിളിക്കുന്നവർ വിനൈൽ ക്ലോറൈഡ്. ഇത് ഈഥീനാണെങ്കിൽ ഇതിന്റെ പേര്, ഇത് ക്ലോറോ ഈഥീനാ. ഇത് ഈഥീനാണെങ്കിൽ ഇത് ക്ലോറോ ഈഥീനാ. ക്ലോറോ ഈഥീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിനൈൽ ക്ലോറൈഡ്. സോ ഒന്നുകൂടെ, ഈഥീന്റെ ഒരു എച്ചിനെ കളഞ്ഞൊരു Cl വെച്ചാൽ അത് ക്ലോറോ ഈഥീനായി. അതാണ് വിനൈൽ ക്ലോറൈഡ്. ഇനി ഈ CH2 ഡബിൾ ബോണ്ട് CH2 ഇല്ലേ, അതിന് 2 എച്ചും കളയാ, ഇവിടുത്തെ എച്ചും കളയാ, ഇവിടുത്തെ എച്ചും കളയാ, എന്നിട്ട് CF2 ഡബിൾ ബോണ്ട് CF2 ആക്കുക. ഇതാണ് ടെഫ്ലോൺ. ഇതാണ് ടെഫ്ലോൺ. CF2 ഡബിൾ ബോണ്ട് CF2 എന്നുള്ളതിനെ വിളിക്കുന്ന പേരാണ് ടെഫ്ലോൺ. അല്ല, ടെഫ്ലോണിന്റെ മോണോമർ കേട്ടോ, ടെഫ്ലോണിന്റെ മോണോമർ CF2 ഡബിൾ ബോണ്ട് CF2. അതിന്റെ പേര് ടെട്രാഫ്ലൂറോ ഈഥീൻ. എങ്ങനെ ടെട്രാഫ്ലൂറോ വന്നത്? 2 ഫ്ലൂറിൻ ഇവിടെ, 2 ഫ്ലൂറിൻ ഇവിടെ. സോ ടോട്ടൽ 4 ഫ്ലൂറിൻ ടെട്രാഫ്ലൂറോ. പിന്നെ 2 കാർബൺ ഈഥീൻ. സോ ഈഥീനിലെ 2 എച്ചും കളഞ്ഞിട്ട് 4 ഫ്ലൂറിൻ വന്നപ്പോൾ ടെട്രാഫ്ലൂറോ ഈഥീൻ എന്നായി. ഇത് മറക്കരുത് കേട്ടോ. CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീൻ. CH2 ഡബിൾ ബോണ്ട് CH2 ഒരു എച്ച് പോയി Cl വന്നാൽ ക്ലോറോ ഈഥീൻ അഥവാ വിനൈൽ ക്ലോറൈഡ്. CF2 ഡബിൾ ബോണ്ട് CF2 ടെട്രാഫ്ലൂറോ ഈഥീൻ. ദെൻ ആ ടെട്രാഫ്ലൂറോ ഈഥീൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് അവിടെയും ഇവിടെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയിൻ കൊടുത്ത് എന്ന് കാണിച്ചാൽ അതിൻ്റെ പേരാണ് ടെഫ്ലോൺ. ആ ടെഫ്ലോണിൻ്റെ പോളിമറിൻ്റെ IUPAC നെയിം പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. ഇതിൻ്റെ പേര് ടെട്രാഫ്ലൂറോ ഈഥീൻ. അത് പോളിമർ ആണെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. ആ പോളി വരുന്ന ആളുടെ പേരാണ് ടെഫ്ലോൺ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുക്ക് വെയേഴ്സിൻ്റെ ഇന്നർ ഭാഗം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുക്ക് വെയേഴ്സിൻ്റെ ഇന്നർ ഭാഗം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്നർ സർഫസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ടെഫ്ലോൺ അഥവാ പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. സെറ്റ് അല്ലേ മക്കളെ? റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nylon 66 is a very useful polymer. What are the monomers of nylon 66? ഓർമ്മ വരാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. മോണോമേഴ്സ് ഓഫ് നൈലോൺ 66ന്റെ മോണോമേഴ്സ് അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമൈനും. ഫോർമുല ഓർമ്മണ്ടോ? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമൈനും. ഫോർമുല ഓർമ്മ അല്ലെങ്കിൽ നോക്ക്, അഡിപ്പിക് ആസിഡാണ്, ആസിഡാണ്. സോ 2 ഭാഗത്തും COOH, 2 ഭാഗത്തും COH, ഇങ്ങോട്ട് COH, അങ്ങോട്ട് COH. അതിൻ്റെ ഇടയ്ക്ക് 4 കാർബണുകൾ. സോ CH2 4 ടൈംസ്, 4 മീഥൈൽ ഗ്രൂപ്പുകൾ. CH2 4 ടൈംസ്. സോ CH2 4 എണ്ണം. അടാ, കാർബൺ ചെയിൻ എഴുതുമ്പോൾ CH3 CH2 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 അങ്ങനെ എഴുതുക. അങ്ങനത്തെ CH2 4 എണ്ണം. അപ്പുറത്ത് COH, ഇപ്പുറത്ത് COH. ഇതിൻ്റെ പേരാണ് അഡിപ്പിക് ആസിഡ്. അറിയാത്തവർ ഇങ്ങനെ പറഞ്ഞ് പഠിക്കേ. COH അറ്റത്ത്, COH ഇറ്റത്തല്ല അപ്പുറത്ത്, COH അപ്പുറത്ത്, COH ഇപ്പുറത്ത്, CH2 4 ടൈംസ്. എങ്കിൽ ഹെക്സാമെഥിലീൻ ഡയമൈൻ, അത് ആ പേരിൽ തന്നെ ഉണ്ട്. ഹെക്സാമെഥിലീൻ ഡയമൈൻ. അമൈൻ എന്ന് പറഞ്ഞാൽ NH2 ആണ്. അപ്പുറത്ത് NH2, ഇപ്പുറത്ത് NH2. ഇവിടെ COH, ഇവിടെ COH എന്ന് പറഞ്ഞാൽ അവിടെ NH2, ഇവിടെ NH2. സെന്ററിൽ ഹെക്സാമെഥിലീൻ 6 എണ്ണം, CH2 6 ടൈംസ്. സോ COH, CH2 4 ടൈംസ് COH അഡിപ്പിക് ആസിഡ്. NH2, CH2 6 ടൈംസ് NH2, ഹെക്സാമെഥിലീൻ ഡയമൈൻ. ഇത് രണ്ടും കൂടെ ചേർന്നാൽ കിട്ടുന്നതാണ് നൈലോൺ 66. ഇത് രണ്ടും വ്യത്യസ്ത മോണോമറ. ഇത് വേറൊരു മോണോമർ, ഇത് വേറൊരു മോണോമർ. അപ്പൊ തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടുന്ന പോളിമറിന്റെ പേരാണ് കണ്ടൻസേഷൻ പോളിമർ. ഒരേ ആളുകൾ ഒരുപാട് പ്രാവശ്യം കൂട്ടുകയാണെങ്കിൽ അഡീഷൻ പോളിമർ. വ്യത്യസ്ത ആളുകൾ കൂടി ചേർന്നുണ്ടാവുന്നതാണെങ്കിൽ കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമർ. ഈ കണ്ടൻസേഷൻ പോളിമറിൽ എങ്ങനെയാ സംഭവിക്കുന്നത്? COH OH പോവും, COH OH പോവും, NH2 ഒരു H പോവും, NH2 ഒരു H പോവും. എന്നിട്ട് കണക്ട് ചെയ്ത് എഴുതുക. എങ്ങനെ എഴുതും? CH2 4 ടൈംസ് CO. എന്നിട്ട് NH2 ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. NH ഒരു H പോയല്ലോ, NH, CH2 6 ടൈംസ് NH. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ബ്രാക്കറ്റ് കൊടുക്കുക, N കൊടുക്കുക. സെറ്റല്ലേ മക്കളെ? അതൊന്നും ചോദിച്ചിട്ടില്ല. ചോദ്യം വന്നാൽ എഴുതിക്കോട്ടെ വെച്ചിട്ട് എല്ലാ പോയിന്റുകളും സാർ പറഞ്ഞിരുന്നുണ്ട്. റെഡി? എന്താണ് അടുത്ത ചോദ്യം? റൈറ്റ് എനി വൺ യൂസ് ഓഫ് നൈലോൺ 6. നൈലോൺ 66 പറഞ്ഞാൽ എന്താണ്? ഫാബ്രിക്സിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. സോ ഫാബ്രിക്സ്, കോംസ്, നമ്മളെ ബ്രഷൊക്കെ അല്ലേ, ബ്രഷിൻ്റെ ബ്രിസ്റ്റിൽസ്, ബ്രഷിൻ്റെ ആ നാരുകൾ ഒക്കെ, കോമ്പ്, ചേർപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് നൈലോൺ 66. റെഡി, സെറ്റ്. അപ്പോൾ അത് മറക്കല്ലേ. സോ ആ കൂട്ടത്തിലൊരു കാര്യം പറയാം. ഈ നൈലോൺ 66 വരുന്ന കണ്ടൻസേഷൻ പോളിമർ വരുന്ന ഒരു ടേബിളില്ലേ, ആ ടേബിൾ ഒന്ന് നോക്കിപ്പോയിക്കൊണ്ടു. ആ ടേബിളിൻ്റെ ഭാഗങ്ങളൊന്ന് നോക്കിപ്പോയിക്കൊണ്ടു കേട്ടോ.
പിന്നെ നമ്മുടെ റബ്ബറിൻ്റെയൊക്കെ മോണോമറിൻ്റെ പേരൊക്കെ പറയുന്ന സാധനമല്ലേ, നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രീൻ ആണെന്നൊക്കെ പറയുന്ന ഭാഗമല്ലേ, ആ ഭാഗം ഒന്ന് നോക്കി പോയിക്കൊണ്ട് കേട്ടോ മക്കളെ. റെഡി? നെക്സ്റ്റ് അടിപൊളി ഒരു ക്വസ്റ്റ്യൻ. മോഡൽ 2026 ചോദിച്ച ചോദ്യം. മോഡലിൻ്റെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, ഇവിടെ വേരിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ത്രൂ ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് വെൻ ഈഥൈൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഈഥൈൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇതാണ് നിങ്ങളുടെ പിന്നെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട പണിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചിരുന്നത്. ഈഥൈൻ, അപ്പോൾ ഞാൻ അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തു അല്ലെങ്കിൽ റൗണ്ട് ചെയ്തു. റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇനി തെറ്റൂല. സോ ഈഥൈൻ എന്ന് പറഞ്ഞാൽ ആരാ? 2 കാർബൺ. അപ്പോൾ സി. ഈഥൈൻ ആണ് അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് സി. CH ട്രിപ്പിൾ ബോണ്ട് CHലേക്ക് ആരെയാ ചേർത്തത്? ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ HCl. എന്താ സംഭവിക്കുക? സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഐഡിയ ആണ്. ഇത് കിട്ടാത്തവർ ശ്രദ്ധിച്ചോ. ബോണ്ട് ബ്രേക്ക് ചെയ്യാണ് നടക്കേണ്ടത്. ഒരു എച്ചും ഒരു CLും കയറണമെങ്കിൽ ഒരു ബോണ്ട് പൊട്ടണം. ആ ബോണ്ട് പൊട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് എച്ചും ഒരു ഭാഗത്തേക്ക് CLും കയറും. കാരണം ഒരു മോളിക്യൂളെ ചേർത്തിട്ടുള്ളൂ. ഒരു മോളിക്യൂൾ HCl ചേർത്താൽ ഒരു ബോണ്ട് പൊട്ടി, അപ്പുറത്തൊരാൾ ഇപ്പുറത്തൊരാൾ. ഇവിടെ 2 മോളായിരുന്നെങ്കിൽ അപ്പുറത്ത് ഒരാൾ ഇപ്പുറത്തൊരാൾ പിന്നെ അപ്പുറത്തൊരാൾ പിന്നെ ഒരു ഇപ്പുറത്താൾ. സോ ആൻസർ ബിക്കം CH2. ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ഡബിൾ ബോണ്ട് ആവും, കാരണം ഒരു ബോണ്ടേ പൊട്ടിയിട്ടുള്ളൂ. അപ്പുറത്ത് CHCl. അയ്വാ, CH2 ഡബിൾ ബോണ്ട് CHCl. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കോമ്പൗണ്ട്? അവിടെ നിർത്തി, അത്രയും മാത്രം വായിച്ചിട്ട് ആൻസർ എഴുതാൻ പോകരുത്, ഫുള്ള് വായിച്ച് നോക്കണേ. വെൻ ദിസ് കോമ്പൗണ്ട് അണ്ടർഗോസ് പോളിമറൈസേഷൻ. ഈ കോമ്പൗണ്ട് പോളിമറൈസേഷന് പോകുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേരെന്ത്? കണ്ടോ, ഇതിന്റെ പേരല്ല ചോദിച്ചത്, പോളിമറൈസേഷന് പോകുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേര്. അതാണ് മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യന്റെ പ്രത്യേകത. സോ ഇതിന്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഈഥൈൻ ആണെങ്കിൽ ഇതിന്റെ പേര് വിനൈൽ ക്ലോറൈഡ് ആണ്, അഥവാ ക്ലോറോഈഥീൻ ആണ്. ക്ലോറോഈഥീൻ അഥവാ വിനൈൽ ക്ലോറൈഡ് ആണിത്. CH2 ഡബിൾ ബോണ്ട് CHClന്റെ പേര് വിനൈൽ ക്ലോറൈഡ് ആണോ മക്കളെ? വിനൈൽ ക്ലോറൈഡ്, വിനൈൽ ക്ലോറൈഡ് ആണ്. സോ മക്കളെ, വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസേഷൻ ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേര് PVC, പോളി വിനൈൽ ക്ലോറൈഡ്. പോളി വിനൈൽ ക്ലോറൈഡ്. നിങ്ങൾ ആൻസർ ഇവിടെ ഉണ്ട്, അതിലേക്ക് ആദ്യം തന്നെ അതിലേക്ക് നോക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് എങ്ങനെ എഴുതേണ്ടത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കൃത്യം കൂട്ടത്തിൽ പഠിപ്പിച്ച് തരുന്നുണ്ട്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ റെപ്രസെന്റിങ് ദ ഫോർമേഷൻ ഓഫ് ദിസ് പോളിമർ. ഈ പോളിമർ ഉണ്ടാവുന്നതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ വെരി സിമ്പിൾ, അഥവാ പോളിമറൈസേഷൻ എഴുതാൻ വിനൈൽ ക്ലോറൈഡ് എടുക്കുക. എത്ര എണ്ണം? CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് പറയുന്ന വിനൈൽ ക്ലോറൈഡ് എത്ര എണ്ണം എടുക്കണം? n ടൈംസ് എടുക്കണം. ഒരേ ആളെ തന്നെ n ടൈംസ് എടുത്ത് കിട്ടുന്ന പോളിമറിന്റെ പോളിമറൈസേഷന്റെ പേരാണ് അഡീഷൻ പോളിമറൈസേഷൻ. ഒരേ ആളെ തന്നെ പല പ്രാവശ്യം എടുത്ത് കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേരാണ് പോളിമറൈസേഷന്റെ പേരാണ് അഡീഷൻ പോളിമറൈസേഷൻ. സോ അഡീഷൻ പോളിമർ NCH2 ഡബിൾ ബോണ്ട് CHClനെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ആഡ് ചെയ്താൽ മാലയിലെ മുത്തുകൾ കോർക്കുന്നതിൽ ഒരു മുത്ത്, അടുത്ത മുത്ത്, അടുത്ത മുത്ത്, അടുത്ത മുത്ത്, അടുത്ത മുത്ത്, അതേപോലെ CH2 ഡബിൾ CHCl, CH ഡബിൾ ബോണ്ട് CHCl, CH ഡബിൾ, ഇങ്ങനെ ഓരോ മുത്തുകൾ ഇങ്ങനെ ചേർത്ത് 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 വലിയൊരു മാലയായിട്ട് മാറുന്ന പോലെ ഇത് വലിയൊരു സാധനമായിട്ട് മാറും. എങ്ങനെ? CH2 സിംഗിൾ ബോണ്ട് CHCl ആവും. ആ CL താഴേക്ക് ഇറക്കി എഴുതണേ, ദെൻ നേരെ എഴുതരുത്, താഴേക്ക് ഇറക്കി എഴുതണേ, ദെൻ ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കുന്നു, അങ്ങോട്ടും ചെയിൻ ഇങ്ങോട്ടും ചെയിൻ. എന്താ? ഇതൊരു മുത്ത്, അപ്പുറത്ത് അടുത്തൊരു മുത്ത്, അപ്പുറത്ത് അടുത്ത മുത്ത്, അപ്പുറത്ത് അടുത്ത മുത്ത്. SLC മക്കൾ എൻ്റെ മുത്ത്. സോ ഇപ്പുറത്തെ മുത്ത്, ഇപ്പുറത്തെ മുത്ത്, അങ്ങനെ കുറേ മുത്തുകൾ ചേരുന്നു. എത്ര മുത്തുകൾ? ഇഷ്ടം പോലെ മുത്തുകൾ. സോ ഇത് VC ആണെങ്കിൽ ആരാ? VC വിനൈൽ ക്ലോറൈഡ്. അപ്പോൾ ഇതെന്താണ്? ഇത് PVC ആണ്, പോളി വിനൈൽ ക്ലോറൈഡ്. അതാണ് നമ്മളെ പൈപ്പ്. റെഡി? അപ്പോൾ പൈപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഐഡിയ ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. സെറ്റ് മകളെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. യെസ്, ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പഠിച്ചു പോകണം. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണത്? ഇതൊക്കെ നിങ്ങൾ നാളെ ചെയ്ത് പോകണം. പിന്നെ എന്തിനു മക്കൾ പേടിക്കണം? നിങ്ങളുടെ മൈൻഡിലേക്ക് സെറ്റാക്കി തരും. നിങ്ങൾ റഫ് ബുക്കിലൊക്കെ എഴുതി എൻ്റെ കൂടെ എഴുതി പഠിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈ എഴുതിക്കുക നോക്കട്ടെ. നിങ്ങൾ സമാധാനത്തിന് എൻ്റെ കൂടെ തന്നെ എഴുതി പഠിച്ച് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുന്നത്. അല്ല സിനിമ കാണുന്നവരെങ്ങനെ കയ്യും കെട്ടിക്കുന്ന വായിക്കുന്നവരാണോ, അല്ലെങ്കിൽ ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ അങ്ങനെ കാണുന്നവരാണോ? എത്ര പേരുണ്ട്? നോക്കട്ടെ. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്തു? പൊട്ടിയാണ് കരയന്നെ അവിടെ ഇരുന്നിട്ട്. ഇഷ്ടം പോലെ ഉണ്ട്. യെസ് ആണ്, പോരട്ടെ. അങ്ങനെ ചെയ്ത് പോരണം കേട്ടോ. ഇനി ഇതുവരെയും ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എഴുന്നേറ്റിരിക്കുക, കട്ടിൽ നിന്ന് എഴുന്നേറ്റിരിക്കുക, ഫുഡ് കഴിക്കുന്ന ഫുഡൊക്കെ മാറ്റി വെക്കുക, പേപ്പർ പേൻ എടുത്ത് എഴുതി തുടങ്ങുക. നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഉറപ്പ്. ഞാൻ വീണ്ടും പറയുന്നു, നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എഴുതാത്തവർക്കോ ഉപകാരപ്പെടില്ല. എഴുതാത്തവർക്ക് ഇങ്ങനെ കണ്ടിരുന്നിട്ട് നാളെ എഴുതാൻ നിൽക്കുമ്പോൾ ഇന്നലെ സാർ എന്തോ ഇങ്ങനെ CH2 ഒക്കെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെയാണോ അപ്പുറത്താണോ? കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ പോട്ടെ, കൺഫ്യൂഷൻ മാറ്റേ. യെസ്, കൂടെ പോരട്ടെ. യെസ്, വെൻ ഈഥൈൽ ആൽക്കഹോൾ ഈസ് ട്രീറ്റഡ് വിത്ത് എ കാർബോക്സിലിക് ആസിഡ് in presence of concentrated H2SO4, a compound having the smell of pineapple is obtained. പൈനാപ്പിൾ ആയിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ പൈനാപ്പിൾ ആരാ? ബ്യൂട്ടിയാണ്. അപ്പോൾ ബ്യൂട്ടൈൽ എന്താണ് പറയുക? ബ്യൂട്ടനോയിക് ആസിഡാണ്, നമുക്കറിയാം. ബ്യൂട്ടൈൽ.
സോ മക്കളെ, വെൻ ഈഥൈൽ ആൽക്കഹോൾ ഈസ് ട്രീറ്റഡ് വിത്ത് എ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കറിയാം ഈഥൈൽ ആൽക്കഹോളിന്റെ കൂടെ വരുന്ന കാർബോക്സിലിക് ആസിഡ് ഏതാ? 4 കാർബണുള്ള ബ്യൂട്ടനോയിക് ആസിഡ്. കാരണം പൈനാപ്പിളാണ്, പൈനാപ്പിളിന് എന്താ ബ്യൂട്ടിയാണ്, ബ്യൂട്ടി അല്ലെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡ്. നമ്മൾ ട്രിക്ക് വെച്ചിട്ട് അതെല്ലാം കിട്ടുന്നുണ്ട്. ആ ട്രിക്ക് മക്കളെ മൈൻഡിൽ വരുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ്? ഇങ്ങനെ ഒരാൽക്കഹോളും ഒരാസിഡും ചേർന്ന് കിട്ടുന്ന ആളുടെ ജനറൽ പേരാണ് എസ്റ്റർ. മക്കളെ മറക്കരുത്, ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. ഒരാൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡും ചേർന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരാണോ എസ്റ്റർ. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും ചേർന്ന് കിട്ടുന്ന പ്രോസസ്, ആ പ്രൊഡക്റ്റിന്റെ പേരാണ് എസ്റ്റർ. ഇങ്ങനെ എസ്റ്റർ ഉണ്ടാക്കുന്ന പ്രോസസ് ആണോ എസ്റ്ററിഫിക്കേഷൻ. So write the chemical equation of the formation of this product. ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിന്റെ കെമിക്കൽ ഇക്വേഷൻ ആരോട്? നമ്മളോടോ? എത്ര പ്രാവശ്യം ഇത് കണ്ടതാ? എന്നിട്ട് നമുക്ക് ഇത് എഴുതാൻ ഇത് സിമ്പിൾ ആയിട്ട് എഴുതാം. അത് സാറിനല്ലേ സാർ, ഞങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ പറയല്ല, നിങ്ങൾക്കും കിട്ടും, നമുക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. സോ ഈഥൈൽ ആൽക്കഹോൾ ഫസ്റ്റ് എഴുതിക്കോ. ആരാണ് ഈഥൈൽ ആൽക്കഹോൾ? CH3CH2OH. അതാണ് ഈഥൈൽ ആൽക്കഹോൾ. ഇത് എന്ന് പറഞ്ഞാൽ 2 കാർബൺ അല്ലേ, അതിമേലെ OH അല്ലേ, CH3CH2OH. ഓക്കെ, പ്ലസ് അടുത്തത് കാർബോക്സിലിക് ആസിഡ്. ആരാ? പൈനാപ്പിളിന്റെ കാർബോക്സിലിക് ആസിഡ്. നല്ല അടിപൊളി ക്വസ്റ്റ്യനാണ്. കാർബോക്സിലിക് ആസിഡ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ പൈനാപ്പിൾ എന്ന് മനസ്സിലാക്കണം. ആരാണ് കാർബോക്സിലിക് ആസിഡ്? 4 കാർബണുള്ള ബ്യൂട്ടിയാണ്, ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. സോ 4 കാർബൺ, CH3CH2 നാലാമത്തെ കാർബൺ COH. ഇത് തമ്മിൽ കൂടി ചേർന്നാൽ എന്ത് സംഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്? COOH OH പോകും. അതെപ്പോഴും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ നേരത്തെ അടുപ്പിക്കാസിലും ഹെക്സാമെതിലും ഡയാമീനും ചെയ്തപ്പോഴും COH OH പോയത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ H പോകും. സോ ഇവിടുത്തെ OH പോയ ആളെ ഫസ്റ്റ് എഴുതാം. സോ ഇയാളെ ഫസ്റ്റ് എഴുതുകയാണെ CH3 CH2 CH2 COO. റെഡി. CH3 CH2 COO അല്ല CO. OH അവിടുന്ന് പോയി. ഇനി ഇവിടെ ഉള്ള ആളെ ഇങ്ങനെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ഇവിടെ നിന്നാണ് H പോയത്. ആ H പോയ ആളെ ഇങ്ങോട്ട് കണക്ട് ആക്കുകയാണ്. H പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആരാ? O ഇവിടെ ബാക്കിയുണ്ട്. ഇവിടെ ആരാ ബാക്കി? CH2. ഇവിടെ ആരാ ബാക്കി? CH3. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? നൈസ് ക്വസ്റ്റ്യൻ. സോ ഈ ഫോമിൽ എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി പ്രൊഡക്റ്റ്. IUPAC നെയിം അടക്കം ചോദിച്ചിട്ടുണ്ട്. എന്താണ് IUPAC നെയിം? ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് IUPAC നെയിം എഴുതേണ്ടത്. ഈ ബ്യൂട്ടനോയിക് ആസിഡ് ഉണ്ടല്ലോ, ഈ ബ്യൂട്ടനോയിക് ആസിഡ് അതാണ് ബ്യൂട്ടനോയേറ്റ് ആയിട്ട് മാറേണ്ടത്. അപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ ആണ് ഈഥൈൽ എന്നുള്ള പേര് വരേണ്ടത്. സോ ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. നോട്ട് ചെയ്ത് വെച്ചോ. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യനും ഇല്ല അല്ലേ നിങ്ങളുടെ എക്സാമിന്? ഇപ്പം എല്ലാം ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് വർക്ക് ചെയ്യണം. ഡയറക്റ്റായിട്ട് പൈനാപ്പിളിൻ്റെ എസ്റ്ററിൻ്റെ പേരെന്ത്? പൈനാപ്പിൾ അങ്ങനെ ചോദ്യങ്ങളേ ഇല്ല. അങ്ങനെ ചോദ്യങ്ങൾ വളരെ കുറവ്. ആൽക്കൈൽ ആൽക്കനോയേറ്റ്. യെസ്, അതാണ് അതിൻ്റെ ജനറൽ നെയിം. വെരി ഗുഡ്. അപ്പോൾ ഇതിൻ്റെ പേര് ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. റെഡി മക്കളെ? സെറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ അല്ല, ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. സെറ്റ്. റെഡി. സാർ H2 ഉണ്ട്. H2 ഉണ്ട്, അത് ബൈ പ്രോഡക്റ്റാണ്. അത് നിങ്ങൾ ഇതിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നോ പ്രോബ്ലം. കാരണം ഇവിടുന്ന് H പോയി H2 പോയതാണ്. നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് എസ്റ്ററിൻ്റെ പേര്. അതുകൊണ്ട് പ്രത്യേകം എഴുതാൻ ചോദിച്ചത് അതുകൊണ്ട്. H2 എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നോ വറീസ്. റെഡി. സാർ ഒന്നും അറിയില്ല, എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ അറിയാൻ നോക്കടാ. നമ്മൾ ഇന്നലെയും ക്വസ്റ്റ്യൻ തന്നു, ഇന്നും ചാപ്റ്റർ തന്നു, നാളെ മോർണിംഗ് ബൂസ്റ്ററും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണും, സമയത്തിന് ചെയ്യ്. സർ പ്രൊപ്പനോയിറ്റ് വരും. എന്താ വരുന്നതിന് വരും. ഇവിടെ അല്ല, വരും, സ്വാഭാവികമായിട്ടും വരും. യെസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ പോയിന്റുകളൊക്കെ വരുമല്ലോ. യെസ് മക്കളെ, അടുത്ത ചാപ്റ്ററിലേക്ക്. അപ്പോൾ 2 ഓർഗാനിക്കും ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് 2 ഓർഗാനിക്കും സെറ്റായവർ ഒന്ന് പ്ലീസ് ഗിവ് മീ യുവർ ബ്ലാക്ക് ഹാർട്ട്സ്. ഒന്ന് സെറ്റ്. ലാസ്റ്റ് ക്ലാസ് ആണേ മക്കളെ നമ്മളുടേത്. ലാസ്റ്റ് ക്ലാസ് ആണ്. അടിപൊളിച്ച് തകർത്ത് പൊളിച്ച് എഴുതണം നമുക്ക്. ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. സോ അടിപൊളിയായിട്ട് ഇരുന്നോ. ഇനി കെമിസ്ട്രിയുടെ ക്ലാസ് നിങ്ങൾക്ക് SSLC-യിലില്ല എന്തായാലും. സോ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ആ ഒരു സന്തോഷത്തിലും ആ ഒരു സങ്കടത്തിലൊക്കെ ഇരിക്കാം. നാളത്തെ എക്സാം അടിപൊളിയാവട്ടെ, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും, ഇവിടെ ഈ ക്ലാസ്സിലിരിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും നാളെ വരുന്ന എക്സാം നിങ്ങൾ അടിപൊളിയായിട്ടാണ് എൻ്റെ കൂടെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ഞാൻ എഴുതുന്ന പോലെ എൻ്റെ കൂടെ എഴുതി പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിരിക്കും ഈസി ആയിരിക്കും. ഉറപ്പ്. ഐ എം ഷുവർ, ഐ എം ഗ്യാരണ്ടി. അത്ര തരാൻ എനിക്ക് പറ്റുള്ളൂ. റെഡി. സെറ്റ്. അടുത്തയിലേക്ക് പോട്ടെ. നെക്സ്റ്റിലേക്ക് പോട്ടെ. സാർ രാവിലെ എത്ര മണി വരെ ക്ലാസ് ഉണ്ട്? ഒരു 1-1.5 മണിക്കൂർ വരെ ഉണ്ടാവും. 5 മണിക്ക് തുടങ്ങില്ല, ഒരു 6-6:30 ആകുമ്പോഴേക്കും നിർത്തും. ഓക്കെ. +1 കൂടെ ഉണ്ടാവും സാർ. +1 നമുക്ക് പൊളിക്കണം.
+1ത്തെ കെമിസ്ട്രിയും +2ത്തെ കെമിസ്ട്രിയും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി ചേരണോ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റും ചോദിച്ചാൽ മതി കേട്ടോ. +1ത്തെയും +2ത്തെയും കുട്ടികളോടൊക്കെ ഒന്ന് നമ്മൾ അടിച്ചു പൊളിച്ചും തകർക്കും. +1ത്തെ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. യൂട്യൂബിലൊക്കെ നമ്മളെ +1ൻ്റെയും +2ൻ്റെയും ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അടിപൊളിയാക്കാൻ പറ്റും. +1ഉം +2ഉം വേറെ തന്നെ ഒരു ടൈപ്പ് ലെവലിലേക്കാണ് ചാപ്റ്റേഴ്സ് പോകുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്നെ വേണം. അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും, തരും. റെഡി? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകണം. ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകണേ. ഫസ്റ്റ് അസേർഷൻ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. മോഡൽ 2026 ചോദിച്ച ഒരു അസേർഷൻ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. കണ്ടോ, മോഡലിലെ ക്വസ്റ്റ്യൻസ് അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് എടുത്തത്. കാരണം അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് പഠിക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല അതിനോട് കണക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ദ 3s സബ്ഷെൽ ഹാസ് ഹയർ എനർജി ദാൻ 2p സബ്ഷെൽ. ഒരാൾക്ക് ഏത് സബ്ഷെല്ലിനാണ് എനർജി കൂടുതൽ കുറവ് എന്ന് എങ്ങനെയാണ് നോക്കുക? ഒരു സബ്ഷെല്ലിന് എനർജി കൂടുതലാണോ കുറവാണോ എന്ന് എങ്ങനെയാണ് നോക്കുക? വെരി സിമ്പിൾ, n+l വാല്യൂ കണ്ടാൽ മതി. ഇതിൻ്റെ n+l വാല്യൂ അറിയാലോ, എൽ വാല്യൂവിൻ്റെ ട്രിക്കുകളൊക്കെ അറിയാലോ. വിരലുമല്ലാണ് എൽ വാല്യൂവിൻ്റെ എല്ലാ ട്രിക്കുകളും. 0 1 2 3 SPDF ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞൊരു കുട്ടിയിലേന്ന് വാ 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 പറയും. 0 1 2 3 ഇത് എനിക്ക് ഉപകാരപ്പെടും. 0 1 2 3 SPDF. നാളെ ഇൻവിലേറ്റർ മൊത്തം നോക്കി പറയാം. 0 1 2 3 SPDF 0 1 2 3 SPDF. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ 1 ആണെങ്കിൽ 2 ആണെങ്കിൽ 3 ആണെങ്കിൽ SPDF ഇങ്ങനെ പറഞ്ഞ് പഠിക്കുകയും. SPDF 0 1 2 3 SPDF 0 1 2 3 SPDF. ദെൻ നമ്മൾ പറയുന്നത് എന്താ നോക്കിയേ, 3s ആണെങ്കിൽ n വാല്യൂ 3 തന്നെയാണ്. അപ്പോൾ 3 + 0, എസിൻ്റെ വാല്യൂ 0 അല്ലേ, 3 + 0 3. ഇവിടെ 2p, n വാല്യൂ 2, p-ൻ്റെ വാല്യൂ 1, p-ൻ്റെ വാല്യൂ 1, അപ്പോൾ 3. സോ n+l വാല്യൂ രണ്ടും സെയിം ആണ്. ഇവിടെ 3sന്റെ n+l വാല്യൂയും 2pയുടെ n+l വാല്യൂയും സെയിം ആണ്. അപ്പോൾ 3s സബ്ഷെൽ ഹാസ് ഹയർ എനർജി ആവാനുള്ള കാരണം രണ്ടുപേർക്കും n+l വാല്യൂ സെയിം ആണെങ്കിൽ ഇന്നലെ നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇന്നലെ ഇതേപോലത്തെ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു തന്നു. ആർക്കാണോ n വാല്യൂ കൂടുതൽ നോക്കുക, n വാല്യൂ ഇവിടെയാണ് കൂടുതൽ, ഇവിടെ n വാല്യൂ കുറവാണ്. n വാല്യൂ കൂടുതൽ ഇയാൾക്കായതുകൊണ്ട് അയാൾക്ക് തന്നെയാണ് എനർജി കൂടുതൽ. സോ അസേർഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തത് റീസൺ, ദ n+l വാല്യൂ ഓഫ് 3 സബ്ഷെൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 2p സബ്ഷെൽ. തെറ്റല്ലേ? റീസൺ തെറ്റല്ലേ? n+l വാല്യൂ രണ്ടാക്കും സെയിം ആണെന്ന് സാറ് പറഞ്ഞെന്നില്ലേ? അസേർഷൻ മാത്രമല്ലേ ശരി? സോ ദ ആൻസർ ഈസ് അസേർഷൻ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. ഓപ്ഷൻ സി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഈ ആൻസർ നോക്കിയിട്ട് സാർ ഓപ്ഷൻ സി സാർ ഞങ്ങൾ അടിപൊളിയല്ലേ എന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? സെറ്റാണോ? സെറ്റ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഉണ്ട് അവിടെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് 1. ഇതൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ലോജിക്ക് കംപ്ലീറ്റ് സെറ്റ് ആയില്ലെന്ന് ഉറപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതെല്ലാം. ടേം 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എൽ ഷെൽ കണ്ടെയ്ൻസ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ്. ഇത് ലോജിക്ക് കത്താത്തൊരു ഇവിടെ ശ്രദ്ധിക്കും. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എടാ എൽ ഷെൽ അവിടെ കേട്ടെ, കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, എൻ ഷെല്ലുണ്ട്. കൃത്യമായി ഇത് ഈ ഷെല്ലുമായിട്ടും സബ് ഷെല്ലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും ഇനി നിങ്ങൾ ആൻസർ എഴുതണം. നോക്കിക്കോ, കെ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലാണ്. ഫസ്റ്റ് ഷെല്ലിൽ ഒരൊറ്റ റൂമുള്ളൂ, അത് 1s ആണ്. ഇനി തെറ്റരുതേ. എൽ ഷെല്ല് പറഞ്ഞാൽ സെക്കൻഡ് ഷെല്ലാണ്. സെക്കൻഡ് ഷെല്ലിൽ രണ്ടാളാണുള്ളത്, 2sഉം 2pയും. തെറ്റരുതേ. ദെൻ എം ഷെല്ല് പറഞ്ഞാൽ തേർഡ് ഷെല്ലാണ്. തേർഡ് ഷെല്ലിൽ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. തെറ്റല്ല. എൻ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഷെല്ലാണ്. ഫോർത്ത് ഷെല്ലിൽ 4 ആളുണ്ട്, 4sഉം 4pയും 4dയും 4fഉം. സെറ്റ്, സിമ്പിൾ, ഹമ്പിൾ. ഫസ്റ്റ് ഷെല്ലിൽ 1s, സെക്കൻഡ് ഷെല്ലിൽ 2s 2p, തേർഡ് ഷെല്ലിൽ 3s 3p 3d, ഫോർത്ത് ഷെല്ലിൽ 4s 4p 4d 4f. ഇനി പറ, 1s എന്ന് പറയുന്ന ആൾക്ക് എസിനാകെ ഓരോ ഓർബിറ്റലുള്ളൂ. അപ്പോൾ 1sൽ ഒരു ഓർബിറ്റൽ. ഇനി ശ്രദ്ധിക്കണേ, 2sൽ എസിന് എപ്പോഴും ഓരോ ഓർബിറ്റൽ, പിക്ക് 3 ഓർബിറ്റൽ. ഓഡ് നമ്പർ ആയിട്ടാണ് ഓർബിറ്റലിൻ്റെ എണ്ണം വരിക. പിക്ക് 3 ഓർബിറ്റൽ. ഈ ഓർബിറ്റലിനെ ഞാൻ വട്ടം വെച്ച് കാണിക്കുകയാണെ, 3 ഓർബിറ്റൽ. അപ്പം സെക്കൻഡ് ഷെല്ലിൽ എൽ ഷെല്ലിൽ ടോട്ടൽ 4 ഓർബിറ്റൽ ഉണ്ട്. 2sന് 1ഉം 2pക്ക് 3ഉം. അടുത്തത് എഴുതുന്ന മക്കൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നോക്ക്. എസിന് ഓരോ ഓർബിറ്റൽ, പിക്ക് 3 ഓർബിറ്റൽ, ഡിക്ക് അതിൻ്റെ അടുത്ത ഓർഡർ നമ്പർ എത്രയാണ്? 1 കഴിഞ്ഞ് 3 കഴിഞ്ഞ് അടുത്ത ഓർഡർ നമ്പർ 5 അല്ലേ? ഡിക്ക് 5 ഓർബിറ്റൽ. അപ്പോൾ ടോട്ടൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഇവിടെ ടോട്ടൽ ആകെ ഓരോ ഓർബിറ്റൽ. ഇവിടെ ടോട്ടൽ 4 ഓർബിറ്റൽസ്. 4 ഓർബിറ്റൽസ് അഥവാ 4 ഓറിയന്റേഷൻ. ഇവിടെ ടോട്ടൽ എത്ര ഓറിയന്റേഷൻ ഉണ്ട്? 3sൽ 1, 3pയിൽ അഥവാ ഓരോ റൂമിലുള്ള കസേരൻ്റെ എണ്ണം. 3sൽ 1 കസേര, 3pയിൽ 3 കസേര, 3dയിൽ 5 കസേര. ടോട്ടൽ ആ വീട്ടിൽ 9 കസേര. ടോട്ടൽ എം വീട്ടിൽ 9 കസേര, 9 ഓർബിറ്റൽ. അടുത്ത നോക്കിയേ, 4sന് 1 ഓർബിറ്റൽ, 4pക്ക് 3 ഓർബിറ്റൽ, 4dക്ക് 5 ഓർബിറ്റൽ, ഡിക്ക് ആണെങ്കിൽ 5 ഓർബിറ്റൽ, എഫിനാണെങ്കിൽ അടുത്ത ഓർഡർ നമ്പർ 7. 1 2 3 4 5 6 7 കസേര. സോ ടോട്ടൽ എത്ര എണ്ണം? 9ലേക്ക് 7 കൂടെ വരുമ്പോൾ 16. 9ലേക്ക് 7 കൂടെ വരുമ്പോൾ 16. ശരിയാണോ? സോ ഒന്നാമത്തെ വീട്ടിൽ 1 ഓർബിറ്റൽ,
രണ്ടാമത്തെ ബിറ്റിൽ 4 അതിൻ്റെ സ്ക്വയർ, മൂന്നാമത്തെ ബിറ്റിൽ 9 അതിൻ്റെ സ്ക്വയർ, നാലാമത്തെ ബിറ്റിൽ അതിൻ്റെ സ്ക്വയർ. അപ്പം എന്നിൻ്റെ സ്ക്വയർ എടുത്താൽ നിങ്ങൾക്ക് ഓർബിറ്റലുകളുടെ എണ്ണം, ഓറിയൻറ്റേഷനുകളുടെ എണ്ണം കിട്ടും. ഈ പോയിന്റ് സെറ്റാണോ? അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് സെറ്റ്. ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. നിങ്ങൾ ആൻസർ ഒക്കെ പറയുന്നവരുണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് സെറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് പറഞ്ഞത്. യെസ്. അപ്പോൾ ചോദ്യം എന്താണ്? എൽ ഷെൽ കണ്ടെയ്ൻ എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ്. എൽ എന്ന് പറയുന്ന ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് എന്നാണ് പറഞ്ഞത്. അതും കൂടെ പറഞ്ഞുതരാം, ആ കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞുതരാം. ഇതല്ലേ ഓറിയന്റേഷൻ, ഇതല്ലേ ഓർബിറ്റൽസ്, ഓറിയന്റേഷൻസ് ഓർ ഓർബിറ്റൽസ്. ഓർബിറ്റൽസിന്റെ എണ്ണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എത്ര ഓർബിറ്റൽസ് ആണോ അതിന്റെ ഡബിൾ ആണ് ഇലക്ട്രോണിന്റെ എണ്ണം. ഒരു കസേരയിൽ 2 ഇലക്ട്രോൺ, ഒരു വട്ടത്തിൽ 2 എണ്ണം, അടുത്ത വട്ടത്തിൽ 2, ഓരോ വട്ടത്തിൽ 2 എണ്ണം പറ്റും. സോ ഒരു കസേരയിൽ 2 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം 2. ഇവിടെ 4 കസേര ഉണ്ട്, അപ്പോൾ 8 ഇലക്ട്രോൺ. ഇവിടെ 9 കസേര ഉണ്ട്, അപ്പോൾ 18 ഇലക്ട്രോൺ. ഇവിടെ 16 കസേര ഉണ്ട്, അപ്പോൾ 32 ഇലക്ട്രോൺ. ഇനി പറ, എൽ ഷെൽ കണ്ടെയ്ൻ മാക്സിമം 8 ഇലക്ട്രോൺ. സെറ്റ് അല്ലേ? എല്ലിൽ മാക്സിമം 8 ഇലക്ട്രോണാ പറ്റുക. ശരിയല്ലേ? എങ്ങനെയാണ് അത് കിട്ടിയത്? എത്രയാണോ ഷെല്ലിന്റെ നമ്പർ 2 അതിന്റെ സ്ക്വയർ ആണ് ഓർബിറ്റലിന്റെ എണ്ണം, ആ സ്ക്വയറിന്റെ ഡബിൾ ആണ് ഇലക്ട്രോണിന്റെ എണ്ണം. മറക്കല്ലേ? എന്നാണ് നിങ്ങളുടെ ഷെല്ലിന്റെ നമ്പർ എങ്കിൽ അതിന്റെ സ്ക്വയർ ആണ് ഓർബിറ്റലിന്റെ എണ്ണം, അതിന്റെ ഡബിൾ ആണ്, ആ എൻ സ്ക്വയറിന്റെ ഡബിൾ ആണ് ഇലക്ട്രോണിന്റെ എണ്ണം. ഇതാണ് ട്രിക്ക്, ഇതാണ് ട്രിക്ക്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എൽ ഷെൽ ഹാസ് 5 ഓർബിറ്റൽസ്. എൽ ഷെൽ ഹാസ് 5 ഓർബിറ്റൽസ്. എൽ ഷെൽ ഹാസ് 5 ഓർബിറ്റൽസ്. എല്ലിന് 5 ഓർബിറ്റലാണ്. തെറ്റല്ലേ? എല്ലിന് 5 ഓർബിറ്റൽ ആണോ? എല്ലിന് 4 ഓർബിറ്റൽ അല്ലേ ഉള്ളത്? എല്ലിന് 4 ഓർബിറ്റൽ അല്ലേ ഉള്ളത്? എൽ ഷെൽ ഹാസ് 5 ഓർബിറ്റൽസ്. തെറ്റല്ലേ? സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ഈസ് ട്രൂ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഇതോടുകൂടി എല്ലാം സെറ്റായി. ബിഗ് ഫാൻ, ബിഗ് ഫാൻ, ബിഗ് ഫാൻ എഴുതുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെടാ, കണ്ടടാ, പഠിക്കൂ 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 പഠിക്കൂ. വലിയ ഫാനും ചെറിയ ഫാനുകളൊക്കെ പഠിക്കടാ, ഇരുന്ന് പഠിക്കടാ. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത്. എലമെന്റ് എക്സ് ഓഫ് ദി തേർഡ് പീരീഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഹാസ് ദി ലോവസ്റ്റ് അയോണൈസേഷൻ എന്താൽപി. മോഡൽ 2026 ചോദിച്ചത്. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. എലമെന്റ് എക്സ് ഓഫ് ദി തേർഡ് പീരീഡ്. ശ്രദ്ധിക്കണേ, തേർഡ് പീരീഡ് ആണ്. ഇതിനാണ് ഞാൻ ഇന്നലെ ഒരു പോയിന്റ് 1 മുതൽ 20 വരെയുള്ള എലമെന്റ്സ് പഠിച്ചു വെച്ചാൽ ഉപകാരപ്പെടുന്നു ഞാൻ പറഞ്ഞത്. പീരിയോഡിക് ടേബിൾ ഹാസ് ദി ലോവസ്റ്റ് അയോണൈസേഷൻ എന്താൽപി, ഏറ്റവും കുറവ് അയോണൈസേഷൻ എന്താൽപി. ഇൻ വിച്ച് ഗ്രൂപ്പ് ഡസ് എക്സ് ബിലോങ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി അറ്റോമിക് നമ്പർ? നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? തേർഡ് പീരീഡ് അല്ലേ ചോദിച്ചത്? ഏതാ? ഫസ്റ്റ് പീരീഡിലാണ് ഹൈഡ്രജനും ഹീലിയവും വരുന്നത്. സെക്കൻഡ് പീരീഡിൽ ലിഥിയവും ബെറിലിയവും ഇവിടെ വരും. അപ്പുറത്ത് ബോറോണും കാർബണും നൈട്രജനും ഓക്സിജനും ഫ്ലൂറിനും നിയോണും വരും. അത് കഴിഞ്ഞ് തേർഡ് പീരീഡിൽ ഇവിടെ സോഡിയം വരും. അത് കഴിഞ്ഞ് മഗ്നീഷ്യം വരും. അത് കഴിഞ്ഞ് അപ്പുറത്ത് അലൂമിനിയവും സിലിക്കണും ഫോസ്ഫറസും സൾഫറും ക്ലോറിനും ആർഗണും വരും. ഇവിടെ പൊട്ടാഷ്യവും കാൽഷ്യവും വരും. നോക്കടാ നോക്കടാ നോക്കടാ, ഇത് ഫസ്റ്റ് പീരീഡാണ്, ഇത് സെക്കൻഡ് പീരീഡാണ്. 20 വരെയുള്ള എലമെന്റ്സിനെയാണ് എഴുതി. ഇത് തേർഡ് പീരീഡാണ്, ഇത് ഫോർത്ത് പീരീഡാണ്. ഇത് ഫസ്റ്റ് പീരീഡിൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഫസ്റ്റ് പീരീഡിലും സെക്കൻഡ് പീരീഡിലും തേർഡ് പീരീഡിലും ഫോർത്ത് പീരീഡിലെയും എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇത് ആ പീരീഡുകളിലെ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇതുവരെ ഡി ബ്ലോക്കിലേക്ക് ആൾ വന്നിട്ടില്ല. കാൽഷ്യത്തിന് ശേഷമാണ് ഡി ബ്ലോക്കിലേക്ക് ആൾ വരിക. ഇനി നോക്കുക, ഇൻ വിച്ച് ഗ്രൂപ്പ് ഏതാ തേർഡ് പീരീഡ് എന്ന് പ്രത്യേകം ക്വസ്റ്റ്യൻ. ഇത് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട സാധനം. തേർഡ് പീരീഡ് ലോവസ്റ്റ് അയണൈസേഷൻ എന്താൽപി. സോ നോക്കാം, ഇൻ വിച്ച് ഗ്രൂപ്പ് ഡസ് എക്സ് ബിലോങ്? എക്സ് എവിടെയായിരിക്കും ബിലോങ് ചെയ്യുന്നത്? നോക്കിയാൽ ഇത് തേർഡ് പീരീഡാണ്. അങ്ങോട്ട് ഇനി ആളുകൾ പോകും. സോ പീരീഡിൽ അങ്ങോട്ട് പോകും തോറും അയോണൈസേഷൻ എന്താൽപി കൂടും. പീരീഡിൽ അങ്ങോട്ട് പോകും തോറും അയോണൈസേഷൻ എന്താൽപി കൂടും, കാരണം സൈസ് കുറയും. സോ ഇവിടെയാണ് അയോണൈസേഷൻ എന്താൽപി ഏറ്റവും കുറവ്. സോ തേർഡ് പീരീഡിൽ ഏറ്റവും കുറവ് അയോണൈസേഷൻ എന്താൽപി നമ്മുടെ സോഡിയത്തിനായിരിക്കും. കാരണം ഇതാണ് തേർഡ് പീരീഡ്. തേർഡ് പീരീഡിൽ അങ്ങോട്ട് പോകുന്ന ഒരു അയണൈസേഷൻ എന്താൽപി കൂടും. ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എന്താൽപ്പിയാണ് പബ്ലിക്കിന് ചോദിക്കുന്നതെങ്കിൽ ആർഗൺ. സെക്കൻഡ് പീരീഡിലാണ് ചോദിക്കുന്നതെങ്കിൽ നിയോൺ. ഫസ്റ്റ് പീരീഡിലാണ് ചോദിക്കുന്നത് ഹീലിയം. ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എന്താൽപ്പി തേർഡ് പീരീഡിൽ ആരാന്ന് ചോദിച്ചാൽ ആർഗൺ. അതിൽ ലോവസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ സോഡിയം. സോ ഇതേത് ഗ്രൂപ്പാണ്? ഇതേത് ഗ്രൂപ്പാണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പിനായിരിക്കും ഏറ്റവും കുറവ്. 18ാമത്തെ ഗ്രൂപ്പിനായിരിക്കും ഏറ്റവും കൂടുതൽ. പീരിയോഡിക് ടേബിൾ അങ്ങോട്ട് പോകുന്നവർ അയണൈസേഷൻ എന്താൽപ്പി കൂടും. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ. 1ാമത്തെ ഗ്രൂപ്പിന് ഏറ്റവും കുറവ്. സോ ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളേ ഇല്ല. ഇങ്ങനെ തിരിച്ചും മറിച്ചും നിങ്ങളുടെ ബുദ്ധി പരീക്ഷിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് എല്ലാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ അത് നേരിടണമെങ്കിൽ ഇത് ഇവിടുന്നേ പഠിച്ച് സെറ്റായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് കിട്ടുന്ന ഐഡിയയിൽ ചെയ്തു പോകണം. സോ
നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, എത്രത്തോളം ചെയ്ത് പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് എത്രത്തോളം ചെയ്ത് പഠിക്കുന്നു എന്നതിലാണ് ഇപ്പോഴത്തെ എക്സാമുകളുടെ കാര്യം കിടക്കുന്നത്. ചെയ്ത് പഠിക്കൽ കുറവാണെങ്കിൽ, എക്സാമുകൾ ആദ്യമായിട്ട് പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പാടുപെടും. അല്ല, നിങ്ങൾ ഇപ്പോഴേ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നാളെയും ഇരുന്ന് ചെയ്ത് പഠിച്ചാൽ, രാവിലെയൊക്കെ ചെയ്തിരുന്ന് പഠിച്ചാൽ, ഇന്നലെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ചാപ്റ്റർ മാത്രം വായിക്കല്ല, ക്വസ്റ്റ്യൻസിലൂടെ ഇങ്ങനെ കടന്നു പോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two statements regarding a particular block of elements are given below. They are known as inner transition elements. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇന്നർ ട്രാൻസിഷൻ. അറിയാം, ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് ആണ്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് എഫ് ബ്ലോക്ക് ആണ്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് എഫ് ബ്ലോക്ക് ആണ്. സാർ can you say once more എന്ന് പറഞ്ഞിട്ട് ഏതാണ് ക്വസ്റ്റ്യൻ ആവല്ലേ ചോദിച്ചത്? ഇപ്പൊ പറഞ്ഞതാണോ? ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് ഇൻ ആൻഡ്. ഞാൻ ആ പറഞ്ഞ കുട്ടീനോട് ഒരു കാര്യം പറയട്ടെ, ഒന്ന് ബാക്ക് അടിച്ച് കണ്ടേക്കോടോ, സമയമില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് ബാക്ക് അടിച്ച് കണ്ട് മനസ്സിലായിരിക്കുന്നൊരു ചോദിക്കും, ഒന്ന് ബാക്ക് അടിച്ച് കണ്ടേക്ക്. ഞാൻ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ് ഇൻ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ. ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. വിച്ച് മീൻസ് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ പെനൾട്ടിമേറ്റ് മാത്രമായിരുന്നെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഡി സബ് ഷെല്ലാണ്. എന്നാൽ ആൻറ്റി പെനൾട്ടിമേറ്റ് എന്ന് വരുമ്പോൾ അത് എഫ് ആണ്. സോ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ ബ്ലോക്ക് ഓഫ് എലമെന്റ്സ് ഡിസ്ക്രൈബ്ഡ് ഹിയർ? എഫ് ബ്ലോക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് ദി എലമെന്റ്സ് ബിലോങ് ടു ദിസ് ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ പെടുന്ന ആളുകളുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി. ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് എഴുതാവുന്നത് അതിലധികമുള്ളവരും റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. അധിക പേര് എന്ത് എലമെന്റ്സ് ആണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ് അധിക പേരും. സിമ്പിളായിട്ട് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അധിക പേരും റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്, അധിക പേരും ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ്. പിന്നെ ഒന്നിനെ കുറിച്ച് മാത്രം എടുത്തെഴുതാനാണെങ്കിൽ നിയോഡീമി എന്ന് പറയുന്ന ആൾ സ്ട്രോങ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു. അത് അങ്ങനത്തെ ഒരു പോയിന്റ് ടെക്സ്റ്റിൽ പറയുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, ഡയറക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് അങ്ങ് എഴുതിയാൽ മതി. യെസ്, ആ ക്വസ്റ്റ്യൻ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും എൻ പ്ലസ് എൽ വാല്യൂവിനെ കുറിച്ചാണ്. എൻ പ്ലസ് എൽ വാല്യൂവിൻ്റെ എല്ലാ ഐഡിയും ഞാൻ നേരത്തെ പറഞ്ഞു. ഓർബിറ്റൽസിൻ്റെ എണ്ണം ഞാൻ ആ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചുന്ന എല്ലാ ഐഡിയും സെറ്റ് അല്ലേ എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. ദ എൻ പ്ലസ് എൽ വാല്യൂ ഓഫ് 2 orbitals is 5 each. One of the orbital has 5 orientations and the other has 3 orientations. Very simple. നോക്കടാ, എൻ പ്ലസ് എൽ വാല്യൂ രണ്ടിൻ്റെതും 5 ആണ്. എൻ പ്ലസ് എൽ വാല്യൂ കൂട്ടിയപ്പോൾ 5 കിട്ടി. നല്ല ക്വസ്റ്റ്യൻ കേട്ടോ, ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 5 each. One of the orbitals have 5 orientation. നോക്കടാ, വെരി സിമ്പിൾ. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. നിങ്ങൾക്കറിയാം എസിന് 1 ഓറിയന്റേഷൻ, പിക്ക് 3 ഓറിയന്റേഷൻ, ഡിക്ക് 5 ഓറിയന്റേഷൻ, എഫിന് 7 ഓറിയന്റേഷൻ. കണ്ടോ, ഓഡ് നമ്പറാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ 5 ഓറിയന്റേഷൻ ആണ് ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 5 ഓറിയന്റേഷൻ ആണ് ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അത് ഡി ആണ്. സോ ഒന്നാമത്തെ ആളുടെ ഡി ആണുള്ളത്, റെഡി. അടുത്തതോ, അടുത്താക്ക് 3 ഓറിയന്റേഷൻ ആണ്. 3 ഓറിയന്റേഷൻ ഉള്ള പി ആണ്, അടുത്തതിൽ പി ആണ്. കിട്ടി. ഇനി മക്കൾ ആലോചിച്ച്, ഇനി നമ്മുടെ നേരത്തെ വിരലുമത്തെ ഐഡിയ 0 1 2 3 എസ് പി ഡി എഫ്. ഇത് ഡി അല്ലേ? ഡിയുടെ നമ്പർ എത്ര? 0 1 2 2 ആണ്. അപ്പോൾ ഡിയുടെ നമ്പർ 2 ആണ്. അപ്പോൾ എൻ പ്ലസ് എൽ വാല്യൂ എൽ വാല്യൂ 2 ആണെങ്കിൽ എൻ വാല്യൂ എത്രയായിരിക്കണം? 3 ആയിരിക്കണം. അഥവാ അത് 3D ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൽ വാല്യൂ 2 ആണ്. കണ്ടോ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. സത്യം ശരിക്കും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതല്ല. അടുത്ത പിയിലേക്ക് പോവാം. നോക്കിക്കേ, പിയുടെ എൽ വാല്യൂ എത്ര? 0 1 1 1. അപ്പോൾ ടോട്ടൽ കൂട്ടിയ 5 കിട്ടണ്ടേ? അപ്പോൾ 1 ആണെങ്കിൽ ഇത് 4 + 1 ആവണ്ടേ? അപ്പോൾ ഇത് 4p ആവണ്ടേ? സോ 3Dയും 4pയും. ഐഡന്റിഫൈ ദ ഓർബിറ്റൽസ് 3D ആൻഡ് 4p. ഐഡന്റിഫൈ ദ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ 3D ആൻഡ് 4p. 3D ഓർബിറ്റലും 4p ഓർബിറ്റലും. പ്രണവ് എന്തോ പറയുന്നു? റോങ്. ഏടാ, തെറ്റിയാ? സെറ്റ് അല്ലേ? അഥവാ ഓർബിറ്റൽ ഏതാ? ഡി ഓർബിറ്റലും പി ഓർബിറ്റലും. 3 വരണം എന്നില്ല. ഡി ഓർബിറ്റലും പി ഓർബിറ്റലും എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. കാരണം ഓർബിറ്റലിൻ്റെ പേരാണ് ചോദിച്ചത്, സബ് ഷെല്ലും ചോദിച്ചില്ല. സബ് ഷെല്ലിൽ ചോദിച്ചാൽ 3D 4p എന്ന് എഴുതിയാൽ മതി. ഇനി ഡിയും പി എന്ന് എഴുതിയാലും ശരിയാണ്. വിച്ച് ഓഫ് ദം ഹാസ് ഹയർ എനർജി? എക്സ്പ്ലെയിൻ ദ റീസൺ. വിച്ച് ഓഫ് ദം ഹാവ് ഹയർ എനർജി? രണ്ടിൻ്റെയും എൻ പ്ലസ് വാല്യൂ 5 ആണ്. പക്ഷേ 4pയുടെ എൻ വാല്യൂ കൂടുതലാണ്. അപ്പോൾ 4pക്കാണ് ഹയർ എനർജി. 4pക്കാണ് ഹയർ എനർജി. റീസൺ, when the n plus l value is equal, the orbital with the higher n value has higher energy. ഏത് ഓർബിറ്റലിനാണോ ഹയർ എൻ വാല്യൂ ഉള്ളത് അയാൾക്ക് ഹയർ എനർജി ആയിരിക്കും. സോ 4pക്കാണ് ഹയർ എനർജി. കണ്ടോ, n plus l വാല്യൂ വെച്ചിട്ടുള്ള ഡയറക്റ്റ് അല്ലാത്ത ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നാളെ എക്സാം ആളിന് എങ്ങനെ രക്ഷപ്പെടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ദാ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് പല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാറ് പോവുകയാണ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ പോവുകയാണ്. റെഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാ പിടിച്ചോ നോക്കടാ. സം ഇൻഫോർമേഷൻ അബൌട്ട് 2 subshells are given below. ഷെൽ നെയിം എം എന്ന് പറയുന്ന ഷെല്ല്, നമ്പർ ഓഫ് ഓറിയന്റേഷൻ 5. എൻ എന്ന് പറയുന്ന ഷെല്ല്, നമ്പർ ഓഫ് ഓറിയന്റേഷൻ 1. അടിപൊളി. എം എന്ന് പറയുന്ന ഷെല്ല് KLMN ആണ്. എം എന്ന് പറയുന്ന ഷെല്ല് മൂന്നാമത്തെ ഷെല്ലും എൻ എന്ന് പറയുന്ന ഷെല്ല് നാലാമത്തെ ഷെല്ലുമാണ്. K ഒന്നാമത്തെ ഷെല്ല്, L രണ്ടാമത്തെ ഷെല്ല്. അപ്പോൾ എം എന്ന് പറയുന്ന ഷെല്ല് മൂന്നാമത്തെ ഷെല്ലായതുകൊണ്ട് 3. ഓറിയന്റേഷൻ 5 എണ്ണായതുകൊണ്ട് D, അപ്പോൾ 3D. എൻ എന്ന് പറയുന്ന ഷെല്ല് നാലാമത്തെ ഷെൽ, ഓറിയന്റേഷൻ 1 ആയതുകൊണ്ട് S, 4S. എസിന് ഒരു ഓർബിറ്റൽ അല്ലേ ഉള്ളൂ, ഡിക്ക് 5 ഓർബിറ്റൽ ഇല്ലേ, പിക്ക് 3. ഓഡ് നമ്പർ ഓർമ്മല്ലേ? റെപ്രസെന്റ് ദ ഗിവൺ സബ്ഷെൽ. തെറ്റാണ്. റെപ്രസെന്റ് ദ ഗിവൺ സബ്ഷെൽ 3D, 4S. ഇത് ഇതേപോലെ പകർത്തി എഴുതിയോ ആരെങ്കിലും ഉണ്ടോ? റെഡി. അടുത്തത്, write the maximum number of electrons that can be accommodated in each of these. 3Dയിൽ എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റും? വെരി സിമ്പിൾ. 3Dക്ക് എത്ര ഓർബിറ്റലാ? 5 ഓർബിറ്റലാ. 3Dക്ക് 5 ഓർബിറ്റൽ, ഡിക്ക് 5 എണ്ണം, ഓരോ ഓർബിറ്റലും 2 എണ്ണം വീതം. അപ്പോൾ 5 ഓർബിറ്റലിൽ 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും. സോ 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഒരു കസേരയിൽ 2 പേർ. 4S, എസിന് ഓരോ ഓർബിറ്റലാ, അപ്പോൾ ഓരോ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ. സോ 2 ആണ് ഇതിൻ്റെ ആൻസർ. What a questions. Yes, next question. The chemical formula model 2026 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോ? ഇത് കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? The chemical formula of 2 oxides of manganese are given Mn2O3, MnO2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ -2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ, അറ്റോമിക് നമ്പർ 25 എന്ന് തന്നിട്ടുണ്ട്. ഇൻ വിച്ച് കോമ്പൗണ്ട്സ് മാംഗനീസ് ഷോ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതിലാണ് കാണിക്കുന്നത്? മക്കളെ, Mn2O3 എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാനുള്ള പഴയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിജന്റെ നമ്പർ -2 ആണ്. Mn-നാണ് ചോദിച്ചത്. Mn-ന്റെ അറിയില്ല, X ഇടുക. ഇന്ന് നമ്മൾ കാണാൻ പോകണം. നോക്കിക്കോ, എത്ര X ഉണ്ട് ഇവിടെ? 2X ഉണ്ട്, കാരണം Mn 2 എണ്ണം. അപ്പോൾ 2X പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? 3 ഓക്സിജൻ ഉണ്ട്. ഓരോ ഓക്സിജനും -2 ചാർജ്. അപ്പോൾ -2 ചാർജ് ഉള്ള 3 ഓക്സിജൻ, -2 × 3. ടോട്ടൽ ചാർജ് 0. Mn2O3 എന്ന് പറയുന്നത് ടോട്ടൽ 0 ചാർജ് ആണ്. Mn2O3 പറഞ്ഞാൽ ന്യൂട്രൽ ആണ്, വേറെ ചാർജ് ഒന്നുമില്ല, 0. സോ 2X - 6 = 0. അപ്പോൾ 2X എന്ന് പറഞ്ഞാൽ എത്രയാ? 6. അപ്പോൾ X എന്ന് പറഞ്ഞാൽ എത്രയാ? 6/2 = 3. സോ Mn2O3യിൽ Mn-ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. എന്നാൽ MnO2ൽ എത്രയാ നോക്കടാ? MnO2ൽ ഓക്സിജന്റെ ചാർജ് -2 അല്ലേ? Mന്റെ ചാർജ് X അല്ലേ? എങ്ങനെയാ ചെയ്യുക? Xേ ഉള്ളൂ, ഒരേ Mn ഉള്ളൂ. ഓക്സിജൻ 2 എണ്ണം ഉണ്ട്, ഓരോ ഓക്സിജന്റെ ചാർജ് -2. അപ്പോൾ -2 × 2. ടോട്ടൽ ചാർജ് അപ്പോഴും 0. X - 4 = 0. X = +4. സോ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് ഏത് കോമ്പൗണ്ടിനാണ്? MnO2. റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Write the subshell electronic configuration of Mn4+. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും എഴുതാൻ അറിയാത്തവരുണ്ട്? ഇവിടെ ശ്രദ്ധിക്കുക. Mn+4ന്റെ കോൺഫിഗറേഷൻ എഴുതാനാണ് ചോദിച്ചത്. അതറിയില്ലെങ്കിൽ മക്കൾ ചെയ്യേണ്ടത് ആദ്യം Mn-ന്റെ എഴുതാൻ പഠിക്കണം. Mn-ന്റെ അറ്റോമിക് നമ്പർ 25 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് 1s2, 2s2, 2p6, 3s2, 3p6. ആർഗൺ എഴുതാലോ. ആർഗൺ വരെ 18. ആർഗൺ കഴിഞ്ഞാൽ പിന്നെ 3Dയും 4Sഉം. ആർഗൺ വരെ 18 ഇവിടെ 2ഉം 20. 18ഉം 2ഉം 20. ബാക്കി 5 എണ്ണം 25. ഇത് 4+ ഇല്ലെങ്കിലുള്ള ചാർജാണ്. ഇത് 4+ ഇല്ലെങ്കിലുള്ള ആൻസർ ആണ്. എന്നാൽ 4+ വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 4+ വരിക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് 4 ഇലക്ട്രോൺ പോവുക. 2 ഇലക്ട്രോൺ ആദ്യം ഇവിടുന്നാ പോവുക, ഇവിടുന്നല്ല പോവുക. 2 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാ പോവുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനം നിങ്ങൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് ഡിയിലേക്കാണെങ്കിലും ഇലക്ട്രോൺ ആദ്യം പോകുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4s ആണ്. 4s നിന്ന് 2 ഇലക്ട്രോൺ പോകും. ബാക്കി 2 ഇലക്ട്രോൺ 3Dയിൽ നിന്ന് പോകും. സോ ആർഗൺ 3D 4s. 4s നിന്ന് 2 ഇലക്ട്രോൺ പോയി 0. 3Dയിൽ 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം പോയി 3D 3. സോ ദ ആൻസർ ഈസ് 3D 3 4s 0. Mn4+, 3D 3 4s 0. 3D 3 4s 0. റെഡി. സെറ്റാണോ മക്കളെ? സെറ്റാണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Two statements regarding a shell are given below. ഒരു ഷെല്ലിനെ കുറിച്ചുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റുകൾ? The last electron of an atom fills into the shell with the principal quantum number n is equal to 3. അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് തേർഡ് ഷെല്ലിലേക്കാണ്. അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് n is equal to 3 തേർഡ് ഷെല്ലിലേക്കാണ്. This shell contains a total of 7 electrons. ഈ ഷെല്ലിൽ ആകെ 7 ഇലക്ട്രോൺ ഉണ്ട്. ഈ ഷെല്ലിൽ ആകെ 7 ഇലക്ട്രോൺ ഉണ്ട്. തേർഡ് ഷെല്ലിലേക്കാണ് കയറുന്നത്, അതിൽ ആകെ 7 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? സോ ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ആൻ ആറ്റം ഫിൽസ് ഇൻ ടു ദി ഷെൽ വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is equal to 3. This shell means third shell contains 7 electrons. എന്നിട്ട് ചോദ്യം, write the electronic configuration of this atom. സിമ്പിൾ ഹമ്പിൾ നോക്കിക്കോ. തേർഡ് ഷെൽ അല്ലേ? തേർഡ് ഷെൽ എന്ന് പറയുമ്പോൾ 1 ഉം 2 ഉം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം, ഒരു കൺഫ്യൂഷനും വേണ്ട. തേർഡ് എന്ന് പറയുമ്പോൾ 1s2 2s2 2p6 അത് ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് എഴുതാം, കാരണം അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോവാം. സോ 1s2 2s2 2p. ഇനി തേർഡിലേക്ക് ചേരണം. തേർഡിൽ 3s ഉണ്ട്. 3sൽ 2 എണ്ണം ഫില്ല് ചെയ്യുന്നു, കാരണം തേർഡ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് പറഞ്ഞത്. തേർഡ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ, അതിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, ബാക്കി 5 എണ്ണം. 3pയിൽ ബാക്കി 5 എണ്ണം. അപ്പോൾ ഇതായിരിക്കില്ല അതിൻ്റെ കോൺഫിഗറേഷൻ. തേർഡ് ഷെല്ലിൽ ടോട്ടൽ 7 ഇലക്ട്രോൺ. ഇതാണ് തേർഡ് ഷെൽ. തേർഡ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല അല്ലേ? ഇങ്ങനെയൊക്കെ തന്നിട്ട് നമ്മളോട് കോൺഫിഗറേഷൻ എഴുതാൻ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ പോലെ 2 4 6 10 17 17ാമത്തെ ആറ്റം എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ ഡയറക്റ്റ് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, തല തിരിച്ച് ചോദിച്ചത്. സോ തേർഡ് ഷെല്ലാണ്, ടോട്ടൽ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 3s2 3p5 എന്ന് എഴുതണം. ദെൻ റൈറ്റ് ദ നെയിംസ് ഓഫ് സബ് ഷെൽസ് പ്രസന്റ് ഇൻ ദ ഷെൽ വിത്ത് n is equal to 2. n is equal to 2 എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ 2 ഉള്ള ആളുടെ റൈറ്റ് ദ നെയിംസ് ഓഫ് സബ് ഷെൽസ്. n is equal to 2 വരുന്ന സബ് ഷെല്ലുകളുടെ പേര് 2s ഉം 2p യും. അതിലെന്താ കൺഫ്യൂഷൻ? n2 വരുന്ന സബ് ഷെല്ലുകളുടെ പേര് 2s ഉം 2p യും. ഹൗ മെനി ഓറിയന്റേഷൻസ് വിൽ ബി ദയർ ഫോർ സബ് ഷെൽ വിത്ത് l is equal to 1? l equal to 1 എന്ന് പറഞ്ഞാൽ l ആണ് കേട്ടോ, n അല്ല. n2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. l1 എന്ന് പറഞ്ഞാൽ 0 1 2 3 s p ആണ്. l1 എന്ന് പറഞ്ഞാൽ p ആണ്. pക്ക് എത്ര ഓറിയന്റേഷൻ? sന് ഒരു ഓറിയന്റേഷൻ, pക്ക് 3 ഓറിയന്റേഷൻ. സോ pക്ക് 3 ഓറിയന്റേഷൻ. pക്ക് 3 ഓറിയന്റേഷൻ. 3000 എന്ന് വായിക്കോ. 3 ഓറിയന്റേഷൻ നിങ്ങളെ പറയാൻ പറ്റില്ല നാളെ. pക്ക് 3000 ഓറിയന്റേഷൻ. ഓക്കെ, റെഡി? റെഡി മക്കളെ? അതാ ഞാൻ ഒരു പല ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സെറ്റാക്കി തരാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഹാസ് ദി ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. n is equal to 2, l is equal to 1. n is equal to 2, l equal to 1. Represent the given subshell. Very simple. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. n is equal to 2 പറഞ്ഞാൽ 2, l is equal to 1 പറഞ്ഞാൽ 2p. Find the number of orientations possible for this given subshell. ഈ ഗിവൺ സബ്ഷെല്ലിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഓറിയന്റേഷനുകൾ pക്ക് 3 ഓറിയന്റേഷൻ ആണ്. സോ നമ്പർ ഓഫ് ഓറിയന്റേഷൻസ് 3 ആണ്. ഇനി മറക്കൂലല്ലോ ഓറിയന്റേഷൻസിന്റെ ഐഡിയ. ഓറിയന്റേഷൻ്റെ ഐഡിയ കിട്ടാത്തവർ ഞാൻ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ദ ഷെൽ വിത്ത് n is equal to 2? അതിന് ട്രിക്ക് ഉണ്ട്. ടോട്ടൽ ഓർബിറ്റലിന്റെ എണ്ണം കിട്ടാൻ എത്രയാണോ n-ന്റെ വാല്യൂ അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. 2 square is equal to 4. ടോട്ടൽ ഇലക്ട്രോൺ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ടോട്ടൽ ഓർബിറ്റൽ കണ്ടിട്ട് അതിന്റെ ഡബിൾ എടുക്കുക. ടോട്ടൽ ഇലക്ട്രോൺ 8 ആയിരിക്കും. സോ മക്കളെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യനും ഇതാ ഇല്ല. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഞാൻ അതിന്റെ മലയാളം ചോദിച്ചു. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ലാസ്റ്റ്, ദ പൊസിഷൻ ഓഫ് എ മെറ്റൽ ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് ഗിവൺ ബിലോ. ഒരു മെറ്റൽ ഉണ്ട്, m, ഏതോ ഒരു മെറ്റൽ. അതിന്റെ പീരീഡ് 4 ആണ്, ഗ്രൂപ്പ് 11 ആണ്. 11ാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഡി ബ്ലോക്കാണ്. കാരണം ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 3 മുതൽ 12 വരെ വരുന്നതാണ് ഡി ബ്ലോക്ക്. അപ്പോൾ 11ാമത്തെ ഗ്രൂപ്പ് 4ാമത്തെ പീരീഡാണ്. ഓക്കെ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് m. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് m പീരീഡും ഗ്രൂപ്പും വെച്ച് കാണണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോഴാണ് ചെയ്യുന്നത്. സോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 1s2 2s2 2p6 3s2 3p6 വരെ ഞാൻ പോയി. എന്താ കാരണം എന്നറിയോ? പീരീഡ് 4 ആണ്. പീരീഡ് 4 എന്ന് പറഞ്ഞാൽ 4 ഷെല്ല് വരെ പോകണം. അപ്പോൾ 3p6 then 3d then 4s. ഓക്കെ, അവിടെ നിൽക്കട്ടെ. 4p പോകണോ 4f പോകണോ എന്ന് അടുത്തേൽ തീരുമാനിക്കണം. ഗ്രൂപ്പ് 11 ആണ്. ഗ്രൂപ്പ് 11 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3dയും 4sഉം ആണല്ലോ. ഈ 3dയിലാണ് അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് കിട്ടാൻ എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയാൽ മതി എന്നല്ലേ നമ്മൾ പഠിച്ചത്. സോ എസ്സിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ
3Dയിൽ ടോട്ടൽ 11 കിട്ടിയിട്ടുണ്ട് 9 ഇലക്ട്രോൺ ആണ്. കാരണം 9ഉം 2ഉം കൂട്ടിയാൽ 11 കിട്ടണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, പീരീഡ് 4 ആണ്. അപ്പോൾ 3D 4s വരെ എഴുതി. പീരീഡ് 4 ആയതുകൊണ്ടാണ് 4. അപ്പോൾ പീരീഡ് എന്ന് തരുന്നത് അല്ലെങ്കിൽ ഷെല്ല് എന്ന് തരുന്നതാണ് അവസാനങ്ങൾ എഴുതേണ്ടത്. സോ 11 ഗ്രൂപ്പ് എന്ന് കിട്ടി. ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടെത്തുക? ഡി ബ്ലോക്ക് ആണെങ്കിൽ ഡി ബ്ലോക്കിലെയും എസ് ബ്ലോക്കിലെയും ഇലക്ട്രോണിന്റെ എണ്ണം എണ്ണിയാൽ മതി. 3D 9 4s2. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഇങ്ങനെ എഴുതുമ്പോൾ അത് തെറ്റാണ്. കാരണം 3D 9 4s2 നമ്മൾ എഴുതാറില്ല. 3D 9 വന്നാൽ 3D 10 4s1 എന്നാക്കും. സോ കറക്റ്റ് ആൻസർ 1s2. അപ്പം ഞാൻ കംപ്ലീറ്റ് എഴുതി സമയം കളയുന്നില്ല. ഈ ഭാഗം മാറ്റിയിട്ട് എന്താക്കണം? 3D 10 4s1 എന്നാക്കണം. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് M+ ആൻഡ് M2+. M+ വന്നാൽ എന്താ കോൺഫിഗറേഷൻ? M2+ വന്നാൽ എന്താ കോൺഫിഗറേഷൻ? വെരി സിമ്പിൾ. M+ ആണ് വരുന്നതെങ്കിൽ ഒരു ഇലക്ട്രോൺ കളയണം. 4s1 എന്ന് ഒരു ഇലക്ട്രോൺ കളഞ്ഞ് 4s0 ആക്കണം. സോ ദ ലാസ്റ്റ് ആൻസർ വരുന്നത് 1s2 2s2 2p6 3s2 3p6 വരെ ഞാൻ ആർഗൺ എന്ന് എഴുതും. 3D 10 എന്ന് എഴുതും. 4s1 എന്ന് ഒരു ഇലക്ട്രോൺ പോയി. 4s0. ഞാൻ പറഞ്ഞു ഇലക്ട്രോണിനെ കളയേണ്ടത് അവസാനത്തെ ഷെല്ലുന്ന. ഇതാണ് പോയിന്റ്. ദെൻ M2+ 2 ഇലക്ട്രോൺ കളയണം. സോ ആർഗൺ 3D 10 4s1 എന്ന് ഒരു ഇലക്ട്രോണും 3D 10 എന്നൊരു ഇലക്ട്രോണും. അപ്പോൾ 3D 9. മക്കളെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററത്തെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററത്തെ ഐഡിയാസ് എല്ലാം സെറ്റാണോ? ഇനി രസമായിട്ട് പഠിക്കാൻ പോകണം. വൈദ്യുത രസതന്ത്രം, ഇലക്ട്രോ കെമിസ്ട്രി. സെറ്റാണോ മക്കളെ? നമ്മളിതാ 3 ചാപ്റ്ററുകൾ അല്ല 3 ചാപ്റ്റർ നമ്മളിവിടെ സെറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം. ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് പോവുകയാണ്. നാളത്തെ എക്സാം ആലോചിച്ചിട്ട് എത്ര പേർക്ക് ടെൻഷനുണ്ട്? പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ടെൻഷൻ. കിട്ടുമെന്നുള്ള എത്ര പേർക്ക് ടെൻഷനുണ്ട്? ടെൻഷനൊന്നുമില്ല. സെറ്റാണെങ്കിൽ സാർ അയണൈസേഷൻ തൽപ്പി. ഞാൻ പറഞ്ഞതാണ് അയണൈസേഷൻ തൽപ്പി. സാർ എനിക്ക് 25 to 30 മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതെന്താ? പഠനത്തിൻ്റെ സ്റ്റൈലിൻ്റെ പ്രശ്നമാണോ? ടെൻഷൻ അടിക്കുന്നവരതാ കൈ ഉയർത്തി തുടങ്ങി. ടെൻഷൻ അടിക്കുന്നവർ കൈ ഉയർത്തി തുടങ്ങി. ഞാൻ പറയുന്ന പോലെ ചെയ്യോ ടെൻഷൻ അടിക്കുന്നവർ. ഈ ക്വസ്റ്റ്യൻസ് മൊത്തം അടിപൊളിയായിട്ട് ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, ചെയ്ത് റഫ് ബുക്കിലുണ്ടെങ്കിൽ ഓക്കെ, ചെയ്യാത്തവരാണെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ടെൻഷൻ അടിക്കുന്നവരോടും എല്ലാവരോടും പറയുന്നത് ഈ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ടും ചെയ്ത് നോക്കുക. നാളെ മോർണിംഗ് ബൂസ്റ്റർ വരൂലേ, ഇതിൽ ഇവിടെ ചെയ്യാത്ത ടൈപ്പ് പല ക്വസ്റ്റ്യനും നാളത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ ചെയ്യും. അപ്പോൾ അതും ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെയും സമയം ഉണ്ടെങ്കിൽ ഡെഫിനിഷൻ പരമായിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ടാവില്ലേ ഓരോ ചാപ്റ്ററിലും, അതൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കുക, റിവൈൻഡ് ചെയ്ത് നോക്കുക. കൂളായിട്ട് പോയിക്കോ, നോ വറീസ്. ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യണേ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്, കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട സാധനം. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ തെറ്റിപ്പോവാണ്ടിരിക്കാൻ ഓൾറെഡി അറിയുന്ന സാധനങ്ങൾ തെറ്റിക്കും. ഈ ടെൻഷൻ അടിച്ചിട്ടില്ലാത്ത ബേജാറടിച്ചിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന തെറ്റിക്കും. അത് എവിടുന്ന് കിട്ടുമെന്നറിയോ? എക്സാം ഹാളിൽ നിന്ന് കിട്ടില്ല. എക്സാം ഹാൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്തോ നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ തിയറി ഉണ്ടാക്കുന്ന സ്ഥലം. അയ്യോ, നമ്മളുടേതായിട്ടുള്ള പോയിന്റുകൾ അതുവരെ പറഞ്ഞ് ചൊല്ലിപ്പടിച്ച് വീട്ടിൽ നിന്നൊക്കെ ചൊല്ലിപ്പടിച്ച സ്കൂളിൻ്റെ വരാന്തയിൽ നിന്ന് ചൊല്ലിപ്പടിച്ച സാധനം എക്സാം ഹാളിൽ എത്തുമ്പോൾ വേറെ എന്തോ സാധനമായിട്ട് മാറുന്ന സ്ഥലം. എന്നിട്ട് അതേ സാധനം എക്സാമിൻ്റെ പുറത്തെത്തുമ്പോൾ അയ്യോ ഇതായിരുന്നല്ലോ അതായിരുന്നല്ലോ. ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എക്സാം ഹാളിന്. അപ്പോൾ അത് നമ്മുടെ ടെൻഷനൊക്കെ നമ്മളെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൂൾ ഓഫ് ടൈമിൽ ആ ടെൻഷൻ ഒഴിവാക്കി കൂൾ ഓഫ് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസുള്ള ഒരുപാട് സാധനങ്ങൾ കുറയും. നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. സോ അത് മറക്കണ്ട, തെറ്റിക്കണ്ട. റെഡി? ഓക്കെ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് പോവാം. അടിപൊളി ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ ഇതാ വരുന്നു. ടേം 2 ചോദിച്ച 2025 ടേം 2 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl. സിമ്പിൾ. ഇതെങ്ങനെയാണ് ചെയ്യുക? വെരി സിമ്പിൾ ആയിട്ട് ചെയ്തുതരാം. അക്വസ് NaCl എന്നാണ്. ഇവിടെ നിന്നുള്ള ട്രിക്കുകളെല്ലാം പഠിപ്പിച്ചുതരാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാൻ. അക്വസ് എന്ന് പറയുമ്പോൾ H2 ഉണ്ട്, NaCl എന്ന് പറയുമ്പോൾ NaCl ഉണ്ട്. ഇനി ശ്രദ്ധിക്കണേ, കറണ്ട് കടത്തിവിടുക. അതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ വൈദ്യുത വിശ്ലേഷണം. കറണ്ട് കടത്തിവിടുക. നിങ്ങൾ കറണ്ട് കടത്തിവിടുന്ന സമയത്ത് ഏതിലൂടെയാണോ കറണ്ട് കടത്തുന്നത് അത് 2 കഷ്ണമാവും. എന്നിട്ട് ആദ്യത്തെ ആൾ കാഥോഡിലും രണ്ടാമത്തെ ആൾ ആനോഡിലും പോകും. അപ്പോൾ ട്രിക്ക് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ H2ലൂടെയാണ് കറണ്ട് കടത്തിവിട്ടതെന്ന് വിചാരിച്ചോ. അപ്പോൾ ആദ്യത്തെ H2 കാഥോഡിലും പോകും, O2 ആനോഡിലും പോകും. ഇനി NaClലൂടെയാണ് കറണ്ട് കടത്തിവിട്ടതെന്ന് വിചാരിച്ചോ. അപ്പോൾ Na കാഥോഡിലേക്കും പോകും, Cl ആനോഡിലേക്കും പോകും, Cl ഒറ്റയ്ക്ക് നിൽക്കില്ല, ഡയാറ്റോമിക് ആയിട്ട് നിൽക്കുക, അപ്പോൾ ആനോഡിലേക്കും പോകും. സോ ഇതാണ് അതിൻ്റെ ഐഡിയ. സോ ഫസ്റ്റത്തെ ആൾ കാഥോഡിലേക്ക് പോകും, രണ്ടാമത്തെ ആൾ ആനോഡിലേക്ക് പോകും. ഫസ്റ്റത്തെ ആൾ കാഥോഡിലേക്ക് പോകും, രണ്ടാമത്തെ ആൾ ആനോഡിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റത്തെ ആളാണ് ക്യാറ്റ്, രണ്ടാമത്തെ ആളാണ് ആന. പൂച്ചയും ആനയും ഇങ്ങനെ നിൽക്കുക. പൂച്ച ആന ഇങ്ങനെ നിൽക്കുക.
സോ ഫസ്റ്റത്തെ ആൾ കാറ്റിലേക്ക് പോകും, രണ്ടാമത്തെ ആൾ ആനയിലേക്ക് പോകും. എന്നാൽ ഇത് H2 ഒറ്റക്കായിരുന്നെങ്കിൽ ഇങ്ങനെ ആൻസർ, NaCl ഒറ്റക്കായിരുന്നെങ്കിൽ ഇങ്ങനെ ആൻസർ. എന്നാൽ ഇതിൻ്റെ മിക്സ് ആണെങ്കിലോ, ഇതിൻ്റെ മിക്സ് ആണെങ്കിൽ ആര് കാഥോഡിക്ക് പോകും? തല്ലായി. H2 പറയും എനിക്ക് പോകണം കാഥോഡിക്ക്, സോഡിയം പറഞ്ഞു എനിക്ക് പോകണം കാഥോഡിക്ക്. സോഡിയം H2 കൂടെ തല്ലായി, H2 ജയിച്ചു, കാഥോഡിക്ക് പോവുക H2 ആണ്. റെഡി? അത് ആനോഡിലേക്ക് ആര് പോകും? തല്ലായി. O2 പറഞ്ഞു എനിക്ക് പോകണം ആനോഡിലേക്ക്, Cl2 പറഞ്ഞു എനിക്ക് പോകണം ആനോഡിലേക്ക്. രണ്ടും മിക്സ് ആക്കുമ്പോൾ കേട്ടോ അവിടെ ജയിച്ചത് Cl2 ആണ്. സോ കാഥോഡിൽ H2 ആനോഡിൽ Cl2. അപ്പോൾ ബാക്കിയുള്ള H2ൽ ഒരു H2 പോയി കഴിഞ്ഞാൽ അവിടെ OH ആണ് ബാക്കി. H2 പൊട്ടിയ H പ്ലസ് OH ആണ്. OH ഇവിടെ ബാക്കി, NaCl Naയും ബാക്കി, ബാക്കിയുള്ള NaOH ഒരുമിക്കും. സോ അക്വസ് NaClലൂടെ കറണ്ട് കടത്തി വിട്ടാൽ അവിടെ ഒരു ബേസും കൂടെ ഉണ്ടാവും, NaOH ഉണ്ടാവും. അപ്പോൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? H2 ഉണ്ടാവും, Cl2 ഉണ്ടാവും, NaOH ഉണ്ടാവും. സർ ഹൗ ടു ഫൈൻഡ് ഗ്രൂപ്പ്സ് പ്ലീസ്? ഇന്നലത്തെ ക്ലാസ്സിലാണ്. ഇന്നലെ നമ്മൾ ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും എങ്ങനെ കാണുമെന്ന് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് വേഗം പോയിട്ട് കണ്ടുപോയി, കൃത്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, റെഡി, സെറ്റാണ് മക്കളെ. H2 Cl2 NaOH. അതിൻ്റെ ഇടയ്ക്ക് സ്പാം ചെയ്യല്ലേ. നാളത്തെ എക്സാം, നാളെ ഇതിൻ്റെ നമ്മുടെ ലാസ്റ്റ് പ്രതീക്ഷയാണ് ഈ ക്ലാസ്സും ഈ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ. നമ്മുടെ കുറേ പേരുടെ പ്രതീക്ഷയാണ്, കുറേ പേരുടെ സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്പാം ചെയ്തിട്ട് അവരുടെ ഇത് കളയരുത്. ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കട്ടെ, ചർച്ച, ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ പറയട്ടെ. അതിൻ്റെ ഇടയ്ക്ക് സ്പാം ചെയ്ത് എല്ലാവരുടെയും അവസരം കളയരുത്. സോ അത് നിങ്ങൾ സ്വന്തം മനസ്സിലാക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്, ആ ഒരു ബോധം നിങ്ങളുടെ മൈൻഡിലുണ്ടാവട്ടെ. റെഡി? റെഡിയായിട്ട് മക്കളെ. എസ്റ്ററിൻ്റെ കോഡും ഇന്നലത്തെ പറഞ്ഞിട്ടുണ്ട്. എസ്റ്ററിൻ്റെ കോഡും ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എസ്റ്ററിൻ്റെ കോഡും ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റെഡി റെഡി റെഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഞാൻ സമയം കളയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ബിക്കോസ് ഇറ്റ്സ് അയോൺസ് ക്യാൻ മൂവ് ഫ്രീലി. മോഡൽ 2026 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോൾട്ടൺ ആണ് കേട്ടോ, NaCl സൊല്യൂഷൻ അല്ല, മോൾട്ടൺ ആണ്. Which is the gas liberated at anode during electrolysis of molten sodium chloride? Sorry, molten sodium chloride പറഞ്ഞാൽ NaCl അല്ലേ ഉള്ളൂ, ഉരുക്കിയ NaCl. പിന്നെ അവിടെ വെള്ളമില്ലല്ലോ, NaCl മാത്രമേ ഉള്ളൂ. അപ്പോൾ ആനോഡിൽ പോകുന്നത് ആരാ? ഫസ്റ്റ് കാറ്റ് അല്ലേ? അപ്പോൾ കാറ്റ്, പൂച്ചയാണ് ഫസ്റ്റ്. അപ്പോൾ കാഥോഡിൽ പോകുന്നത് Naയും ആനോഡിൽ പോകുന്നത് ക്ലോറിനും. സോ ഏത് ഗ്യാസ് ആണ് ആനോഡിൽ പോവുക? ക്ലോറിൻ. ആൻസർ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതുക. അത് നോക്കിക്കോ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ചോദിച്ചാലും ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ചോദിച്ചാലും നമ്മൾ എഴുതും. എങ്ങനെ എഴുതും? വെരി സിമ്പിൾ. NaClലൂടെയല്ലേ കറണ്ട് വീടുന്നത്. അപ്പോൾ NaCl പൊട്ടിയിട്ട് Na പ്ലസ് ആവും. Na പ്ലസിൻ്റെ അർത്ഥം എന്താണ്? പ്ലസിൻ്റെ അർത്ഥം ഒന്നുമില്ല. അപ്പോൾ അതിക്ക് ഒരാളെ കയറ്റണം. സോ ഒരു ഇലക്ട്രോണെ കയറ്റണം. വേണ്ട, അപ്പോൾ Na ആവും. അടിപൊളി, കഴിഞ്ഞു. Na പ്ലസ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം. ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം എന്ന് വിചാരിക്കും. അവിടേക്ക് ഞാൻ ഒരു ഇലക്ട്രോണെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ Na ആയി. അങ്ങനെയാണെങ്കിൽ അടുത്തതാരാ? NaCl പൊട്ടിയ Cl മൈനസ് അല്ലേ? Cl മൈനസിൻ്റെ അർത്ഥം എന്താ? Cl മൈനസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തലയിലൊരു മൈനസ് ഉണ്ട്, ആ മൈനസിനെ കളയണം. അപ്പോൾ ആ മൈനസിനെ കളയണം. അതാ മൈനസിനെ കളഞ്ഞു, ഒരു ഇലക്ട്രോണെ കളഞ്ഞു. അങ്ങനെ Cl മൈനസിനെ കളഞ്ഞപ്പോൾ ആ മൈനസ് ഇവിടുന്ന് പോയപ്പോൾ അത് Cl ആയി. Cl ഒറ്റയ്ക്ക് നിൽക്കാത്തതുകൊണ്ട് Cl2, ബാലൻസ് ചെയ്യാൻ വേണ്ടി half Cl2 plus. So the reaction is Cl minus gives half Cl2 plus 1 electron ആണ് ആനോഡത്തെ റിയാക്ഷൻ. കാഥോഡത്തെ റിയാക്ഷൻ Na plus 1 electron gives cathode. കാഥോഡാണ് ചോദിച്ചത്. റെഡി? ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? റോഷനെ, ഞാൻ എന്നെ കൂടി ഉദ്ദേശിച്ചാണ് നേരത്തെ പറഞ്ഞത്. പ്ലീസ് സ്പാം ചെയ്യല്ലേ, പ്ലീസ് 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 പ്ലീസ്. പറഞ്ഞാൽ ബോധം ഉണ്ടാവും, പറഞ്ഞാൽ കയറുന്നവരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് പേർക്ക് ഇവിടെ പറയുന്ന ഉത്തരവും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഇവിടെ പറയുന്ന കാര്യങ്ങളും കിട്ടാതെ, അതുകൊണ്ടാണ് പറയുന്നത്. പ്ലീസ് റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് വൺ ഓഫ് ദി അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോലിസിസ്. ഇലക്ട്രോപ്ലേറ്റിങ്ങിനെ കുറിച്ചാണ് ചോദ്യം. കോപ്പർ ക്യാൻ ബി കോട്ടഡ് ഓൺ ആൻ അയൺ ബാങ്കിൾ ബൈ ദിസ് പ്രോസസ്. കോപ്പർ ക്യാൻ ബി, കോപ്പർ ഒരു ഇരുമ്പ് വളയിൽ എന്ത് ചെയ്യുന്നു? കോട്ട് ചെയ്യുന്നു. Which is the metal connected to the negative terminal of the battery here? Very important question, very logical question. Logic complete പക്കാ മനസ്സിലാണ്. നിങ്ങൾക്ക് അറിയേണ്ട ഒരു പോയിന്റ്. ഗാൽവാനിക് സെല്ലിൽ ആനോഡിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് എൻ്റെ മക്കൾക്കറിയാം, കാഥോഡിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് എൻ്റെ മക്കൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ലോൺ എന്ന് പറഞ്ഞ ട്രിക്ക് അത് കിട്ടും. ലോൺ എന്ന് പറയുന്ന ട്രിക്ക് കംപ്ലീറ്റ്ലി ആപ്റ്റ് ഫോർ ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലിൽ ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജുമാണ്. റെഡിയല്ലേ? സെറ്റ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ
ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നേരെ തിരിച്ചാണ്. എങ്ങനെയാണ് നേരെ തിരിച്ച്? ആനോഡിന് പോസിറ്റീവും കാഥോഡിന് നെഗറ്റീവാണ്. എന്താണ് ഇലക്ട്രോലിറ്റിക് സെൽ പറഞ്ഞാൽ? ഇലക്ട്രോ, പേര് തന്നെ ഇലക്ട്രോലിറ്റിക് സെൽ, പേര് തന്നെ ഇലക്ട്രിക് എന്നാണ് തുടങ്ങുന്നത്. കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന സെൽ, കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന സെൽ, ഇലക്ട്രോലിറ്റിക് സെൽ, കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന സെൽ. അവിടെ കാഥോഡിന്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പൊ കറണ്ട് കൊടുക്കുന്ന സെല്ലിൽ ആനോഡ് പോസിറ്റീവ്, കറണ്ട് ഉണ്ടാക്കുന്ന സെല്ലിൽ, ഗാൽവാനിക് സെല്ലിൽ കെമിക്കൽ റിയാക്ഷനെ കറണ്ട് ആക്കി മാറ്റണം, കറണ്ട് ആക്കി മാറ്റുന്ന സെല്ലിൽ ആനോഡ് നെഗറ്റീവാണ്. സോ ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കുക, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലിസിസ് ആണ്, കറണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലാണിത്. ആ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്ന ആ സെല്ലിൽ ആനോഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ ചോദ്യം, ക്യാൻ ബി കോട്ടഡ് ഓൺ വിച്ച് ഈസ് ദ മെറ്റൽ കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ? ഏതാ നെഗറ്റീവ് ടെർമിനൽ? കാഥോഡ്. കാഥോഡിൽ ആരാണ് ആ ചോദ്യം? നമുക്ക് ആ ചിത്രം ഓർമ്മ ഉണ്ടോ മക്കളെ? നിങ്ങൾക്ക് ആ ചിത്രം ഓർമ്മ ഉണ്ടോ? ആ ചിത്രത്തിൽ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കോട്ട് ചെയ്യേണ്ട ആളും കോപ്പറും, ഒരു ഭാഗത്ത് അയൺ ബാങ്കിലാണ് ഉണ്ടാവുക. സോ ഈ ഭാഗത്തെടുത്തത് കാഥോഡും ഈ ഭാഗത്തെടുത്തത് ആനോഡുമായിരുന്നു. സോ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്ത ആരെയാണ്? അയൺ ബാങ്കിളിനെയാണ്. സോ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തത് ആരെയാണ്? അയൺ ബാങ്കിളാണ്. ശരിയല്ലേ? അയൺ ബാങ്കിളാണ്, ഇരുമ്പാണ് നെഗറ്റീവ് ടെർമിനലിൽ വെച്ചത്. കാരണം നെഗറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവിടെ കാഥോഡാണ്. കാഥോഡ് ഈ അറ്റത്ത് കാഥോഡാണ്, അവിടെ ബാങ്കിൾ അയൺ ബാങ്കിളാണ്. ദെൻ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്. അത് സിമ്പിൾ ആൻഡ് ഹംബിളാ. നിങ്ങൾക്ക് ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കുറിച്ചോ ഇനി മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കറണ്ട് കടത്തിവിടുന്ന റിയാക്ഷൻ, ഇത് രണ്ടും കറണ്ട് കടത്തിവിടല. ഒരു റിയാക്ഷൻ അങ്ങോട്ട് തിരിച്ച് അതേ റിയാക്ഷൻ തിരിച്ചെഴുതിയാൽ മറ്റേ റിയാക്ഷൻ. സോ ആനോഡത്തെ റിയാക്ഷൻ, ആനോഡിലാണല്ലോ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുക. സോ Cu gives Cu2++2 ഇലക്ട്രോൺ. ഇത് ആനോഡത്തെ റിയാക്ഷൻ. കാഥോഡത്തെ റിയാക്ഷൻ നേരെ തിരിച്ചെഴുതുക. Cu2++2 ഇലക്ട്രോൺ gives Cu. കഴിഞ്ഞു. സംഭവം ഇത്രേ പോയിന്റ് ഉള്ളൂ. ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്, ഇവിടുന്ന് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ നിങ്ങൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് 2 ഇലക്ട്രോൺ ഇങ്ങനെ പോകും, ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങനെ പോകും. ആ ഇലക്ട്രോൺ ഇങ്ങനെ പോയി ഇവിടെ കോപ്പർ സൾഫേറ്റ് Cu2+ ഉണ്ടല്ലോ, ആ 2 ഇലക്ട്രോണിനെ ഇവിടുന്ന് പോകുന്ന 2 ഇലക്ട്രോൺ ഇങ്ങനെ വന്നിട്ട് ഈ Cu2+ലേക്ക് വരും. അപ്പോൾ Cu2+ഉം 2 ഇലക്ട്രോണും കൂടെ റിയാക്ട് ചെയ്ത് Cu ആവും. ആ Cu ഇവിടെ കയറി കിടക്കും. അങ്ങനെയാണ് അയൺ ബാങ്കിലെ ചുറ്റും ഇങ്ങനെ Cu വരുന്നത്. മക്കൾക്ക് സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഇങ്ങനെ എഴുതിക്കോണം. റെഡി മക്കളെ, റെഡി. ദെൻ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് എ ഫ്യൂവൽ സെൽ? പഠിച്ചു വെച്ചോ. സ്റ്റാർ. വാട്ട് ഈസ് എ ഫ്യൂവൽ സെൽ? ഫ്യൂവൽ സെല്ലിനെ കുറിച്ചുള്ള ചോദ്യം. റൈറ്റ് വൺ അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂവൽ സെൽ. എന്താണ് ഫ്യൂവൽ സെൽ? ഇന്ധന സെല്ലുകൾ. മലയാളത്തിൽ ഇന്ധന സെല്ലുകൾ എന്താണ് അറിയാമല്ലോ. ഇന്ധനം എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക എന്നാണ് അർത്ഥം. അതായത് ആ ഇന്ധനം ആരൊക്കെയാണ് ഇന്ധനമായിട്ട് വരിക? ഹൈഡ്രജൻ വരാം, മീഥെയ്ൻ വരാം, മെഥനോൾ വരാം. ഇത് കമ്പഷൻ നടക്കുമ്പോൾ, അത് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ ഇന്ധന സെല്ലുകൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കെമിക്കൽ എനർജിയെ അഥവാ കമ്പഷൻ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. സോ ദീസ് ആർ ദ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ഓർ കമ്പഷൻ എനർജി അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഫ്രം കമ്പഷൻ produced as a result of combustion of fuels like hydrogen, methane, methanol into electrical energy. പറഞ്ഞു പഠിച്ച് എൻ്റെ കൂടെ പറഞ്ഞു പഠിച്ച്. മീഥൈനോ മെഥനോളോ ഹൈഡ്രജനോ കമ്പഷന് പോവുകയും അങ്ങനെ കമ്പഷൻ എനർജി ഉണ്ടായി അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ സഹായിക്കുന്ന സെല്ലുകളാണ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽസ് ആർ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് കമ്പഷൻ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ലൈക്ക് കമ്പഷൻ ഓഫ് ഈ ഹൈഡ്രജൻ, മീഥൈൻ, മെഥനോൾ. സിമ്പിൾ. ഇന്ധന സെല്ലിൻ്റെ ഒരു മേന്മ, ഇന്ധന സെല്ല് പറഞ്ഞ ഒരു ബാറ്ററിയാണ്. ആ ബാറ്ററിയും മറ്റു ബാറ്ററിയും വെച്ച് നോക്കുമ്പോൾ വലിയൊരു മേന്മ ഹൈ എഫിഷ്യൻസിയാണ്. അതായത് ഉയർന്ന കാര്യക്ഷമത. അയാൾ ഒരു പണി ഏൽപ്പിച്ച് അയാൾ അടിപൊളിയായിട്ട് ചെയ്യുന്ന അർത്ഥം. അതാണ് കാര്യക്ഷമത. ഇനി രണ്ടാമത്തെ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ പരിസ്ഥിതി സൗഹൃദമാണ്, എക്കോ ഫ്രണ്ട്ലിയാണ് അയാൾ. മൂന്നാമത്തെ എഴുതണമെങ്കിൽ വില കുറവാണ്, ചീപ്പാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഫിഷ്യൻസികൾ എഴുതാം. സോ മക്കളെ, ഫ്യൂവൽ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് തീർന്നെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെറ്റാണോ? മോഡൽ 2026 കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സം ഗാൽവനിക് സെൽസ് ആൻഡ് their cell voltages are given in a table. സിങ്കും കോപ്പറും 1.110 വോൾട്ട്, ALും സിയും 2 വോൾട്ട്, മെഗ്നീഷ്യവും കോപ്പറും 2.72 വോൾട്ട്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: among the electrodes used, which metal has the highest tendency to get oxidized in the redox reaction?
ഇതിലേതിനാണ് ഹയസ്റ്റ് ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്? മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സിങ്ക് ഉണ്ടും കോപ്പർ ഉണ്ട്. സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. റിയാക്ടിവിറ്റി കൂടുതലുള്ള ആളാണ് ഓക്സിഡേഷൻ. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. PSG മാസിൽ ഹയ്യോ സൂപ്പർ ടിന്നിൽ ഇടുന്നു, ഹയ്യോ സൂപ്പർ മെസ്സി ഗോൾ അടിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ ട്രിക്ക്, ആ ട്രിക്കിൽ മുകളിലുള്ളവർക്കാണ് റിയാക്ടിവിറ്റി കൂടുക. സോ റിയാക്ടിവിറ്റി കൂടുതൽ സിങ്ക് റിയാക്ടിവിറ്റി കൂടുതലുള്ള ഓക്സിഡേഷന് പോകും. സോ അലുമിനിയം കോപ്പറും അലുമിനിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ഓക്സിഡേഷന് പോകും. മഗ്നീഷ്യം കോപ്പറും മഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, മഗ്നീഷ്യം ഓക്സിഡേഷന് പോകും. ദെൻ among the electrodes used, which metal has the highest tendency? Highest reactivity ഉള്ള മഗ്നീഷ്യം ആണ്. PSG മാസിൽ കൂട്ടത്തിൽ മഗ്നീഷ്യത്തിനാണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ കഴിവുള്ളത്, ഹയസ്റ്റ് റിയാക്ടിവിറ്റി ഉള്ളത്. ഹയസ്റ്റ് റിയാക്ടിവിറ്റി ഉള്ളയാൾ ഹയസ്റ്റ് ഓക്സിഡൈസറായി മാറും, ഓക്സിഡേഷന് പോകും. ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ് എന്ന ഓക്സിഡേഷന് പോകാൻ കഴിവുള്ള ആൾ, ഓക്സിഡേഷൻ കൂടുതലായിട്ട് നടക്കുന്ന ആൾ കൂടുതൽ പവറുള്ള ആളായിരിക്കും, കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള ആളായിരിക്കും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ക്വസ്റ്റ്യൻ. ഇഫ് എ ഗാൽവനിക് സെൽ ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് മഗ്നീഷ്യം ആൻഡ് സിങ്ക് ഇലക്ട്രോഡ്സ്, മഗ്നീഷ്യവും സിങ്കും വെച്ചിട്ടൊരു പിന്നെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ഗാൽവനിക് സെൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ഫ്രം വിച്ച് മെറ്റൽ ടു വിച്ച് മെറ്റൽ വിൽ ബി ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ? വെരി സിമ്പിൾ. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആയിരിക്കാം മഗ്നീഷ്യത്തിന്. അപ്പോൾ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, സിങ്ക് അത് സ്വീകരിക്കും. അപ്പോൾ മഗ്നീഷ്യത്തിൽ നിന്ന് സിങ്കിലേക്കാണ് ഇലക്ട്രോൺ പോവുക. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിഡോക്സ് റിയാക്ഷൻ ഇക്വേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി സെൽ. ഈ സെല്ലിൽ നടക്കുന്ന ഇലക്ട്രോൺ റിഡോക്സ് റിയാക്ഷൻ എഴുതുക. ആനോഡ്ത്ത റിയാക്ഷൻ അല്ല, കാഥോഡ്ത്ത റിയാക്ഷൻ അല്ല, ടോട്ടൽ റിയാക്ഷൻ ആണ് ചോദിച്ചത്. വെരി സിമ്പിൾ. മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. സോ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Mg2+ ആവും. Mg2+ ആവും. സിങ്ക് 2 ഇലക്ട്രോണെ സ്വീകരിക്കും, അഥവാ Zn2+, 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Zn ആവും. സോ Mg2+ ആവും, Zn2+ Zn ആവും. അതങ്ങ് ഒരുമിച്ച് എഴുതിയാൽ Mg plus Zn2+ gives Mg2+ Zn. സിമ്പിൾ, ഹംബിൾ ആൻഡ് ഹോറിബിൾ. അയ്യോ, ആൻസറുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. റെഡി. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ എന്ത് ബ്യൂട്ടിയാണ് കെമിസ്ട്രി. ബ്യൂട്ടിഫുൾ കെമിസ്ട്രി. അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ അങ്ങനെ രസകരമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിഡോക്സ് റിയാക്ഷൻ ഇൻ എ സെൽ ഈസ് ഗിവൺ ബിലോ. Mg plus 2Ag plus is Mg2 plus 2Ag. ഓക്കെ, ഡ്രോ ദി ഡയഗ്രാം ഓഫ് ദിസ് സെൽ. ഈ സെല്ലിൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. ഈ സെല്ലിൻ്റെ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, അത് സോൾട്ട് പിടിച്ചാണ് കേട്ടോ. ഈ സെല്ലിൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. വെരി സിമ്പിൾ. ഡയഗ്രാം സിമ്പിളായിട്ട് ഇവിടെ വരച്ച് കാണിച്ചു തരാം. യെസ് 2 ഇലക്ട്രോഡ് വെക്കുന്നു, അത് വോൾട്ട് മീറ്ററായിട്ട് കണക്ട് ചെയ്യുന്നു. V എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ലേബൽ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയാൽ മതി. മഗ്നീഷ്യം ആണല്ലോ ഓക്സിഡേഷന് പോയത്, സിൽവർ ആണല്ലോ റിഡക്ഷന് പോയത്. അപ്പോൾ ഓക്സിഡേഷന് പോയ ആൾ ആനോഡിലാണല്ലോ. അപ്പോൾ ആനോഡിൽ മഗ്നീഷ്യം, കാഥോഡിൽ സിൽവർ, കഴിഞ്ഞു. അപ്പം മഗ്നീഷ്യത്തിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ ഇവിടെ എടുക്കണം. MgSO4. Ag ആണെങ്കിൽ Agയുടെ ഒരു സൊല്യൂഷൻ ഇവിടെ എടുക്കണം. AgNO3. സോ മഗ്നീഷ്യം സൾഫേറ്റും Agൻ്റെ സിൽവർ നൈട്രേറ്റും സൊല്യൂഷൻ ആക്കി എടുത്തു. മാർക്ക് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ ദി സെൽ. അങ്ങോട്ട് ഇലക്ട്രോൺ പോകുന്നു, ഇതാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ ഇങ്ങോട്ടും. ഇലക്ട്രോൺ പോകുന്നത് മഗ്നീഷ്യത്തിൽ നിന്ന് സിൽവറിലേക്കാണെങ്കിൽ കറണ്ട് പോകുന്ന സിൽവറിൽ നിന്ന് മഗ്നീഷ്യത്തിലേക്കായിരിക്കും. സോ സെറ്റ്, സിമ്പിൾ, ഹംബിൾ. മാർക്ക് ദ ഡിറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദിസ് സെൽ. മഗ്നീഷ്യം ടു Ag. ഇത് തെറ്റാടാ. Ag ടു മഗ്നീഷ്യം. ഇലക്ട്രിക് കറണ്ടിൻ്റെ അത് മഗ്നീഷ്യം ടു Ag. സോൾട്ട് ബ്രിഡ്ജ് വരച്ചില്ല. ഓക്കെടാ. അതാരാ പറഞ്ഞത്? സോൾട്ട് ബ്രിഡ്ജ് വരച്ചില്ല. ഓ, ഫുട്ബോളിൻ്റെ അടിപൊളി. ഒരു കൈയടി എടുക്കും. സെറ്റ്, സിമ്പിൾ. ഇത് ഞാൻ മറന്നാലോ കേട്ടോ. ഞാൻ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നോക്കിയതാ. വെരി ഗുഡ്. ഞാനിങ്ങനെ ഇടയ്ക്ക് കുറച്ച് തെറ്റ് പോലെ ഞാൻ ചെയ്യും. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ തെറ്റിക്കുന്നതല്ല. യെസ് മക്കളെ, അതും സെറ്റായി കഴിഞ്ഞു. ദെൻ നമ്മൾ പോകുന്നത് അവസാനത്തെ ചാപ്റ്ററിലേക്ക്, മെറ്റൽസിലേക്ക്. അവസാനത്തെ ചാപ്റ്ററായ മെറ്റൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡി. മെറ്റൽസ് ലോഹങ്ങൾ. നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ചാപ്റ്റർ. റെഡി. മെറ്റൽസ് കുറച്ച് വലിയ ചാപ്റ്ററാണ്, പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പോവാണ്, സെറ്റായിട്ട് പഠിച്ചെടുക്കാൻ പോവാണ്. ആദ്യം തന്നെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിലൂടെ ആ ഭാഗം വരുന്ന ടോപ്പിക് ഉണ്ട് ക്ലിയർ ആക്കി പോകാം. ആ ഭാഗം വരുന്ന ടോപ്പിക് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും കിട്ടുന്ന രൂപത്തിൽ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 2 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നത്. മെറ്റൽസ് ലൈക്ക് ടിൻ ആൻഡ് ലെഡ് ആർ പ്യൂരിഫൈഡ് ബൈ ഡിസ്റ്റിലേഷൻ. തെറ്റല്ലേടാ.
ടിന്നും ലഡു എന്ന് പറഞ്ഞാൽ തന്നെ ടിന്നിൽ ലഡു പെട്ടെന്ന് ഉരുകും. ടിന്നിൽ ലഡു ഉരുകാണ്, ലിക്വേഷനാണ്. അപ്പോൾ പ്യൂരിഫൈ ചെയ്യുന്ന ലിക്വേഷൻ വെച്ചിട്ടല്ലേ, ഡിസ്റ്റിലേഷൻ അല്ലല്ലോ. മാറിപ്പോയോ? നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായി. നമ്മളിതൊക്കെ പഠിച്ചു പോയതായിരിക്കും എക്സാം ഹാൾ ഡിസ്റ്റിലേഷൻ ശരിയാണല്ലോ പറഞ്ഞിട്ടു. ഡിസ്റ്റിലേഷൻ ആരാ? സിങ്ക് കടിച്ച് മരിച്ചുവാണ്. ഡിസ്റ്റിലേഷന് സിങ്ക് കടിച്ച് മരിച്ചു. മെർക്കുറി ZnCdHg അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. യെസ്. ഇൻ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ദ ഇംപ്യൂർ മെറ്റൽ ഈസ് യൂസ്ഡ് ആസ് കാഥോഡ്. ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിൽ ഇംപ്യൂർ മെറ്റൽ കാഥോഡാണോ? തെറ്റ്. ആനോഡല്ലേ? രണ്ടും തെറ്റാണ് തന്നിരിക്കുന്നത്. ഇംപ്യൂർ മെറ്റൽ ആനോഡും പ്യുവർ മെറ്റൽ കാഥോഡുമാണ്. ഇംപ്യൂർ ആനയാണ് ഇംപ്യൂർ. പ്യുവർ കാറ്റ്. പൂച്ച പ്യുവറാണ്. പൂച്ച അടിപൊളി. ആന ഇംപ്യൂർ. ആന വലിയ ആനക്ക് അത്ര പ്യൂരിറ്റി ഇല്ല. ആനയാണ് ഇംപ്യൂർ, പൂച്ച പ്യുവറാണ്. റെഡി സെറ്റ് മക്കളെ. വെൻ മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് കണ്ടെയ്നിങ് ഇംപ്യൂരിറ്റീസ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ദ മെത്തേഡ് ഈസ് യൂസ്ഡ് ലിക്വേഷൻ. ശരി, മെറ്റൽസിന് ലോ മെൽറ്റിംഗ് പോയിന്റ്, പെട്ടെന്ന് ഉരുകുന്ന മെറ്റലും പെട്ടെന്ന് ഉരുകാത്ത ഇമ്പ്യൂരിറ്റിയും ഹൈ മെൽറ്റിംഗ് പോയിന്റുള്ള ഇമ്പ്യൂരിറ്റിയും വന്നാൽ ലിക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ് ശരി. സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ് ശരി. സി. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോഹശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവന ചൂട് ടിന്നിൽ ലഡു തുടങ്ങിയ ലോഹങ്ങളെ സേതനം വഴി കിട്ടിയതാണ്. കലാമിൻ ഈസ് ആൻ ഓർ ഓഫ് സിങ്ക്. കലാമിൻ കാർബണേറ്റ് അതായത് നമ്മളെ ട്രിക്ക്. കലാമിൻ കാർബണേറ്റ്, അതാണ് ജെഎസ് ട്രിക്ക്. റൈറ്റ് ഈസ് കെമിക്കൽ ഫോർമുല. സിങ്കിന്റെ കലാമിൻ, സിങ്ക് കാർബണേറ്റ് ZnCO3. അയ്യവാ, വാട്ട് എ ട്രിക്ക്. Which method is used to convert the concentrated ore into oxide? ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പേര് കാൽസിനേഷൻ. കാർബണേറ്റുകളെ ഓക്സൈഡ് ആക്കി മാറ്റാൻ കാൽസിനേഷൻ. സൾഫൈഡുകളെ ഓക്സൈഡ് ആക്കി മാറ്റാൻ റോസ്റ്റിംഗ്. അപ്പോൾ ഇത് കാൽസിനേഷൻ. Ready. Set. Then next question. A Cu rod is dipped in silver nitrate. അയ്യോ, ഇത് മറ്റേ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. എനിവേ നമുക്ക് ചെയ്തു പോവാം. ഇത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ചാപ്റ്റർ മാറി കയറി വന്നിരിക്കുന്നു. എനിവേ നമ്മൾ ചെയ്യും. ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്റർ എന്നാണ്. Cu rod dipped in silver nitrate solution. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. AgNO3 ആണ് സിൽവർ നൈട്രേറ്റ്. അതിൽ ഞാൻ കോപ്പറിന്റെ റോഡ് മുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചോദ്യം? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ കളർ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ സൊല്യൂഷൻ? ആദ്യം നോക്കേണ്ടത് കോപ്പർ ആണോ Ag ആണോ കൂടുതൽ റിയാക്റ്റീവ്? കോപ്പർ. അപ്പോൾ എന്താ ചെയ്യുക? കൂടുതൽ റിയാക്റ്റീവ് ഉള്ള കോപ്പർ ഇങ്ങോട്ട് കയറും. Agന് ഒരൊറ്റ ചവിട്ടാണ്. Ag കോപ്പറിൻ്റെ മുകളിൽ കയറി കിടക്കും. Agക്ക് ഒറ്റക്ക് നിൽക്കണമല്ലോ. അപ്പോൾ Ag ഈ റോഡിൻ്റെ മുകളിൽ കയറി കിടക്കും. കോപ്പർ NO3ൻ്റെ കൂടെ വരും. അഥവാ കോപ്പർ ചോദിക്കും, എൻ്റെ NO3ൻ്റെ കൂടെ ഇരിക്കാൻ നീ ആരടാ? Agയോട് ചോദിക്കാണ്, NO3 എനിക്ക് അവകാശപ്പെട്ട NO3യുടെ കൂടെ NO3യുടെ കൂടെ നീ വന്നിരിക്കുക, പോടോ അവിടുന്ന്. Ag ചവിട്ടും. NO3 എനിക്ക് അവകാശപ്പെട്ടാന്ന് പറഞ്ഞാൽ കോപ്പർ അവിടെ കയറിക്കും. CuNO3. കോപ്പറിന് ഭയങ്കര സന്തോഷം. NO3 എൻ്റെ സ്വന്തം NO3 Ag സ്വന്തമാക്കിയിരിക്കുന്നു. സോ CuNO3. പാവം Ag NO3 പോയ ദുഃഖത്തിൽ Ag പോയിട്ട് ഇവിടെ ഇരിക്കും. സോ CuNO3യും കോപ്പറിൻ്റെ സോൾട്ട് സൊല്യൂഷനുകൾക്കൊക്കെ കളർ ബ്ലൂ ആയതുകൊണ്ട് അതിൻ്റെ കളർ എന്തായിട്ട് മാറും? ബിക്കംസ് ബ്ലൂ കളർ. Then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഹിയർ? വെരി സിമ്പിൾ. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? ആർക്കാണ് ചവിട്ടാനുള്ള പവർ കൂടുതൽ? ആർക്കാണ് മറ്റേ ആളെ ചവിട്ടി പുറത്താക്കി NO3 സ്വന്തമാക്കാനുള്ള കഴിവ്? ആർക്കാണോ കഴിവ് കൂടുതൽ, ആർക്കാണോ പവർ കൂടുതൽ, ആർക്കാണോ ശക്തി കൂടുതൽ, ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ, ആർക്കാണോ ക്രിയാശീലത കൂടുതൽ, അയാൾക്കാണ് ഓക്സിഡേഷൻ. അപ്പോൾ കോപ്പർ തന്നെ. സിമ്പിൾ. സർ ജസീൽ സർ നോട്ട് വേഗം അയക്കാൻ പറയാം കേട്ടോ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓർ ഈസ് സെലക്ടഡ് ഫ്രം മിനറൽസ്. Write any 4 qualities of a mineral which is used as an ore to extract. ആകെ 4 ക്വാളിറ്റീസ് നിങ്ങൾക്ക്. റൈറ്റ് എനി 4 ക്വാളിറ്റീസ്. ആകെ 4 ക്വാളിറ്റീസ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൂ. എടാ, മിനറലുകളിൽ നിന്ന് ഓറായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന 4 ക്വാളിറ്റീസ് പറയാൻ. ഏതെങ്കിലും 4 ക്വാളിറ്റീസ് നിങ്ങളോട് പറയാം. മിനറലായിട്ട് എടുക്കുന്ന ആൾക്കുള്ള 4, ഓറായിട്ട് എടുക്കുന്ന ആൾക്കുള്ള. അതായത് നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി, അവിടെ കുറേ ഷർട്ടുകളുണ്ട്. ആ ഷർട്ടിൽ നിങ്ങൾ ഒരു ഷർട്ട് സെലക്ട് ചെയ്യുന്നു. ആ ഷർട്ട് സെലക്ട് ചെയ്യാനുള്ള 4 കാരണങ്ങൾ. 1, അതിന് വില കുറവായിരുന്നു. 2, നിങ്ങൾക്ക് ഇല്ലാത്ത കളറായിരുന്നു. 3, അത് നല്ല ക്വാളിറ്റി ആയിരുന്നു. 4, അത് ഇടാൻ നല്ല സുഖമായിരുന്നു. ഇങ്ങനെ 4 ക്വാളിറ്റി. അതേപോലെ ഓറ്, മിനറലിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഓറിൻ്റെ 4 പ്രത്യേകത. 1, അത് നന്നായിട്ട് ഭൂമിയിൽ ഉണ്ടാവണം. അബണ്ടൻ്റ് ആയിരിക്കണം. ഷുഡ് ബി അവൈലബിൾ. പെട്ടെന്ന് കിട്ടണം. അത് എവിടെയും കിട്ടാത്ത സാധനം. അത് ജപ്പാനിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ എടുക്കില്ല. ഷുഡ് ബി അവൈലബിൾ, ഷുഡ് ബി അബണ്ടൻറ്റ്. 1. 2, അത് എടുത്തിട്ട് ഇന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഈസി ആയിരിക്കണം. ഈസിലി സെപ്പറേബിൾ. പെട്ടെന്ന് വേർതിരിക്കാൻ പറ്റണം.
3 എടുത്ത് ആകെ ഇടങ്ങേറായിട്ട് ഈസി ആയിട്ട് സെപ്പറേറ്റ് ഒക്കെ ചെയ്തപ്പോൾ ആകെ 5% എടുക്കുമോ? ഇല്ല. നമ്മൾ ഭയങ്കര ഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ട് അതാണ് പോയപ്പോൾ 10,000 രൂപ സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചത് പോരും. അതാർക്കാ വേണ്ടി? സോ അത് ഷുഡ് ബി ഹൈ, മെറ്റൽ കണ്ടന്റ് ഷുഡ് ബി ഹൈ. അത്യാവശ്യം നല്ല മെറ്റൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ സെപ്പറേറ്റ് ഒക്കെ ചെയ്തെടുക്കുമ്പോഴേക്ക് ഹൈ മെറ്റൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം. 4 പ്രൊഡക്ഷൻ കോസ്റ്റ് ഷുഡ് ബി ലോ. അത് ഉണ്ടാക്കാൻ എടുക്കുന്ന ചെലവ് കുറവായിരിക്കണം. സോ ചെലവ് കുറവായിരിക്കണം, മെറ്റൽ കൂടുതൽ ഉണ്ടായിരിക്കണം, പെട്ടെന്ന് വേർതിരിക്കാൻ പറ്റണം, അബണ്ടന്റ് ആയിരിക്കണം, സുലഭമായിരിക്കണം. റെഡി മക്കളെ? സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോക്സൈറ്റ് ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ ലീച്ചിങ്. Bauxite ore is concentrated by leaching with sodium hydroxide. മോഡൽ 2026 ചോദിച്ച ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കാണുന്നു ഈ മെറ്റൽസ് എന്നുള്ള ചോദ്യം. ഒരു ടോപ്പിക്ക് തന്നെ പഠിപ്പിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. നല്ലൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ക്വസ്റ്റ്യൻ. സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ലീച്ചിങ് നടത്തുന്നു. ബോക്സൈറ്റ് ഓർ NaOH ചേർത്തിട്ട് ലീച്ചിങ് നടത്തുന്നു. ചോദ്യം എന്താ? വിച്ച് കോമ്പൗണ്ട് ഈസ് ഫോംഡ് വെൻ ബോക്സൈറ്റ് ഡിസോൾവ് ഇൻ ഹോട്ട് NaOH? ബോക്സൈറ്റ് എന്ന് പറയുന്ന Al2O3.2H2O എന്ന് പറയുന്ന ബോക്സൈറ്റ്, അതിനെ നിങ്ങൾ ഹോട്ട് NaOH ചേർക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേര് സോഡിയം അലുമിനേറ്റ്. ഇത് അലുമിന, ഇത് സോഡിയം. സോഡിയം അലുമിനേറ്റ് അഥവാ NaAlO2. സോഡിയം അലുമിനേറ്റ്. Al2O3 പേര് അലുമിന എന്നാണ്. അത് AlO2, NaAlO2, സോഡിയം അലുമിനേറ്റ്. Al2O3 NaAlO2 ആയി. Then അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഈസ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റഡ് ഫ്രം ദി സൊല്യൂഷൻ? നല്ല ക്വസ്റ്റ്യൻ. ഈ സോഡിയം അലുമിനേറ്റിൽ നിന്ന്, ഇതൊരു പാചകം പഠിക്കുന്ന പോലെ പഠിക്കണേ. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ബോക്സൈറ്റിനെ NaOH ചേർത്ത് ഡിസോൾവ് ചെയ്ത് സോഡിയം അലുമിനേറ്റ് ഉണ്ടാക്കി. അപ്പോൾ അലുമിനയെ, ബോക്സൈറ്റിനെ സോഡിയം അലുമിനേറ്റ് ആക്കി. ആ സോഡിയം അലുമിനേറ്റിലേക്ക് നിങ്ങൾ ആദ്യം കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഒന്ന് സ്റ്റിർ ചെയ്യും. എന്നിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യും. അപ്പോൾ വെള്ളം ചേർത്ത് സോഡിയം അലുമിനേറ്റിനെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലുമിനിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് കിട്ടും. അഥവാ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞാൽ H2O ചേർക്കുമ്പോൾ H2O അലുമിനിയത്തിൻ്റെ കൂടെ ചേർന്നിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ചോദ്യം ഇതാണ്, ഹൗ ഈസ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റഡ്? എങ്ങനെയാണ് AlOH നിങ്ങൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക? വെരി സിമ്പിൾ. സോഡിയം അലുമിനേറ്റിലേക്ക് കുറച്ച് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ചേർത്ത് സ്റ്റിർ ചെയ്യുക. ദെൻ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുക. സോ ആൻസർ, എ ലിറ്റിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആഡഡ് ആൻഡ് സ്റ്റിർഡ്. It is then diluted by adding water. പാചകം ചെയ്യുന്ന പോലെ പഠിച്ച് നിങ്ങൾക്ക് സോഡിയം അലുമിനേറ്റ് ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ബോക്സൈറ്റിലേക്ക് NaOH ചേർത്ത് ചൂടാക്കി. അപ്പോൾ നിങ്ങൾക്ക് NaAlO2 കിട്ടി, സോഡിയം അലുമിനേറ്റ് കിട്ടി. ആ സോഡിയം അലുമിനേറ്റിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയ സോഡിയം അലുമിനേറ്റില്ലേടാ, ആ സോഡിയം അലുമിനേറ്റ് കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഒന്ന് സ്റ്റിർ ചെയ്തു. കുറച്ച് സ്റ്റിർ ചെയ്തു. ദെൻ അതിലേക്ക് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തു. നമ്മൾ ചെവിയിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തെടുക്കാൻ വേണ്ടി എന്താ ചെയ്യുക? കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കും. അതേപോലെ നിങ്ങൾക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടി ആദ്യം കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് എടുത്ത് ഒന്ന് സ്റ്റിർ ചെയ്യും, എന്നിട്ട് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യും. അതാണ് രണ്ടാമത്തെ. ദെൻ ഹൗ ഈസ് ദ പ്രസിപ്പിറ്റേറ്റ് കൺവേർട്ടഡ് ടു അലുമിന? ഈ കിട്ടിയ പ്രസിപ്പിറ്റേറ്റ് ഇല്ലേ, ഇതിനെ എങ്ങനെ നിങ്ങൾ അലുമിനയാക്കും? അലുമിന എന്ന് പറഞ്ഞാൽ Al2O3. ഇതിനെങ്ങനെ Al2O3 ആക്കും? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ OH അവിടുന്ന് പോകണം, വെള്ളം പോകണം, ചൂടാക്കിയാൽ മതി. നനഞ്ഞ ഡ്രസ്സിന് നിങ്ങൾ എങ്ങനെ ഉണങ്ങിയ ഡ്രസ്സാക്കും? വെയിലത്തിടും. AlOH നിങ്ങൾ എങ്ങനെ Al2O3 ആക്കും? വെയിലത്തിടും, ചൂടാക്കും. സോ എന്ത് ചെയ്താൽ മതി? ഇത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ദ സബ്സ്റ്റൻസ് ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി, നന്നായിട്ട് ചൂടാക്കും. അപ്പോൾ Al2O3.H2O എന്ന് പറയുന്ന .2H2O എന്ന് പറയുന്നതിന് വെള്ളം കളഞ്ഞാൽ Al2O3 കിട്ടും. ഇത് മക്കളെ സെറ്റാണോ? ഈ ഭാഗം തന്നെ അടിപൊളി ഭാഗമാണ്, നിങ്ങൾ പഠിച്ചെടുക്കേണ്ടുന്ന ഭാഗമാണ്. ഒരു ഭാഗം ഇങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ കൂടിയാണിത്. റെഡി മക്കളെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം കേട്ടോ. യെസ്, ഇത് നിങ്ങൾക്ക് ഞാനിത് പഠിപ്പിച്ചു തന്നത് വെറുതെ പറഞ്ഞു പോലെ, നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഈ ടോപ്പിക്ക് മൊത്തം പഠിച്ചോട്ട് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ, നിങ്ങളെ വിചാരിച്ചിട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സാറ് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ. അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്റ്റീൽ ടവേഴ്സ് നോൺ ആസ് ബ്ലാസ്റ്റ് ഫേർണസ്. അയൺ എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫേർണസിൽ ഉണ്ടാക്കുന്നു, വിച്ച് ആർ 25 to 30 meters ഹൈ. ഓക്കെ. Then the mixture known as charge is fed. അപ്പം ചാർജ് എന്ന് പറയുന്ന മിക്സ്ചറിനെ ടോപ്പ് ഓഫ് ഫർണസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നു. വാട്ട് ആർ ദി സബ്സ്റ്റൻസസ് കണ്ടെയ്ൻഡ് ഇൻ ദ മിക്സ്ചർ നോൺ ആസ് ചാർജ്? ചാർജ് എന്ന് പറയുന്ന ആളിലുള്ള മിക്സ്ഡ് കണ്ടൻസ് അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. ചാർജ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്നതാണ്? നിങ്ങളുടെ ഓറ് ചേർന്നതാണ്. ആ ഓറിലേക്ക് കോക്ക് ഇടുന്നു, കോക്ക് ചേർന്നതാണ്. ദെൻ ലൈം സ്റ്റോണും ചേർന്നതാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് നാളെ ആൻസർ കിട്ടണമെന്ന് വെച്ചാൽ ആ രീതി തന്നെ വെറുതെ പറഞ്ഞ് ഞാൻ ഒരിക്കലും പോകുന്നില്ലേ.
ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ മൈൻഡിൽ ഞാൻ നിങ്ങൾ അവിടെ ഇരുന്ന് വന്ന് പഠിപ്പിക്കുന്ന പോലെ ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അടുത്ത് വന്നിന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഓരോരുത്തർക്കും പേഴ്സണലി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത് കൃത്യം ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, കൃത്യം നിങ്ങളിത് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ കേൾക്കണമെന്ന് എനിക്ക് അറിയില്ലല്ലോ, ഓൺലൈനല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് സാധനം നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് സെറ്റായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, സോ ഓർ കോക്ക് ലൈംസ്റ്റോൺ വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് ദി റെഡ്യൂസിങ് ഏജന്റ് ഹിയർ? നല്ല ക്വസ്റ്റ്യൻ. അയണിന്റെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? അയണിന്റെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? കാർബൺ മോണോക്സൈഡ്. സിങ്കിന്റെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? എനിക്കുള്ള ആൻസറുകൾ തന്നെ. സിങ്കിന്റെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? അലൂമിനിയത്തിന്റെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? കോപ്പറിന്റെ റെഡ്യൂസിങ് ഏജന്റ് ആണ്. വേഗം തന്നെ. ഇന്നലത്തെ ക്ലാസ് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ പഠിച്ചത് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. അയണിന്റെ റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡ്. സിങ്കിന്റെ ധാര, അലൂമിനിയത്തിന്റെ ധാര, കോപ്പറിന്റെ ധാര. ഇപ്പം മക്കൾ പറഞ്ഞേ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി റിഡക്ഷൻ ഓഫ് അയൺ ഓർ ഇൻ ദ ബ്ലാസ്റ്റ് പറഞ്ഞു. ഓ, ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ റിയാക്ഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എടാ, ഓറിൻ്റെ റിഡക്ഷൻ നടക്കണ ഈ കാർബൺ മോണോക്സൈഡ് വേണം. ഓർ ആരാ? Fe2O3. സോ Fe2O3 എന്ന് പറയുന്നതിനെ റെഡ്യൂസ് ചെയ്യാൻ, എന്താ റെഡ്യൂസ് ചെയ്യാന്നാണ്? ഓക്സിജനെ കളയാൻ, നിരോക്സീകരിക്കാൻ, ഓക്സിജനെ കളയാൻ. ഓക്സിജൻ അത്രമേൽ ഇഷ്ടമുള്ള കാർബൺ മോണോക്സൈഡ് വരും. ഇതാണ് റിയാക്ഷൻ. Fe2O3 എന്ന് പറയുന്ന ഓറിലേക്ക് നിങ്ങൾ കാർബൺ മോണോക്സൈഡ് എടുത്തിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ CO ഓക്സിജനെയും കൊണ്ടുപോയിട്ട് CO2 ആവും. ഇവിടെ CO ഉണ്ട്, ഇവിടെ O3 ഉണ്ട്. അപ്പോൾ CO4 ആവില്ലേ എന്നൊന്നും ചോദിക്കരുത്. അങ്ങനെ അത്ര സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഈ കെമിസ്ട്രി ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമോ? ഇത് ബ്യൂട്ടി ഓഫ് കെമിസ്ട്രി. ഇത് നമ്മൾ സെറ്റായിട്ട് മനസ്സിലാവണം. CO O3 ചേർന്നാൽ CO2 ഉണ്ടാവുള്ളൂ, CO4 ഉണ്ടാവില്ല. ദെൻ ഇവിടുന്ന് Fe ഓക്സിജൻ കൊണ്ടുപോയ Fe ഒറ്റക്കാവും. അപ്പോൾ Fe. ഇതാണ് റിഡക്ഷൻ. എന്താണ് ഓക്സിഡേഷൻ? ഒരു മെറ്റലിൻ്റെ കൂടെ ഓക്സിജനെ ചേർക്കുന്നതാണ് ഓക്സിഡേഷൻ. എന്താ റിഡക്ഷൻ? ഉള്ള ഓക്സിജനെ കളയുന്നതാണ് റിഡക്ഷൻ. സോ ഇനി ബാലൻസ് ചെയ്യാൻ വെരി സിമ്പിൾ. ഇവിടെ 3 ഓക്സിജൻ, ഇവിടെ 4 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ 2 ഓക്സിജനേ ഉള്ളൂ, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ മക്കളെ, വെരി സിമ്പിളായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്. 3 ഇവിടെ 2 Fe ഉണ്ട്. അപ്പോൾ ഞാൻ 2 Fe ഇവിടെ എഴുതുന്നു, 2 Fe. ഇനി 3 ഓക്സിജന് 3, അപ്പം 3 CO ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ 6 ആയി. 3 CO2 ഇവിടെ കൊടുക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ. റെഡി. അപ്പോൾ ആ സെറ്റാണ് ബ്ലാസ്റ്റ് ഫർണസ്. നോക്കിയേ, ഒരൊറ്റ ക്വസ്റ്റിലൂടെ ബ്ലാസ്റ്റ് ഫർണസിന്റെ സെറ്റ്. യെസ്, മക്കൾ ആൻസർ പറയുന്നുണ്ട്. സിങ്കിന് കാർബൺ, വെരി ഗുഡ്. അലുമിനിയം, ഇലക്ട്രിസിറ്റി, അടിപ്പോളെ. കോപ്പറിനോടാ ആരെങ്കിലും ആൻസർ എഴുതിയോ? കോപ്പറിനേതാണ്? എനിക്ക് കിട്ടിയോ എന്നറിയില്ല. നിങ്ങൾ നേരത്തെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ കോപ്പറിനേതാണ്? കോപ്പറിന് നോ റെഡ്യൂസിങ് ഏജന്റ്. കോപ്പറിൻ്റെ ഉള്ളിൽ തന്നെ സെൽഫ് റിഡക്ഷൻ നടക്കും. കോപ്പറിന് പുറത്തുനിന്ന് റെഡ്യൂസിങ് ഏജന്റ് വേണ്ട, കോപ്പറിൻ്റെ ഉള്ളിൽ തന്നെ സെൽഫ് റിഡക്ഷൻ നടക്കും. ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. Cu2O എന്ന് പറയുന്ന ഓക്സിജനെ കളയാൻ കാർബൺ മോണോക്സൈഡോ ചേർക്കണ്ട. ഓക്സിജനെ കളയലാണല്ലോ പണി. അതിന് പുറത്ത് നാളെ ചേർക്കേണ്ട Cu2S റിയാക്ട് ചെയ്തിട്ട് സെൽഫ് റിഡക്ഷൻ നടക്കും. റെഡി മക്കളെ, വെരി ഗുഡ്. മക്കളെ ആൻസറൊക്കെ പറയുന്നുണ്ട് കേട്ടോ. യെസ് മക്കളെ. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനും നമ്മൾ ഇത് കഴിയുകയാണ്. അപ്പോൾ നോക്കിയേ ആ പോയിന്റുകളും മൊത്തം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ 9:05 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് പോകും. അതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ടോട്ടൽ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനും ഒക്കെ സെറ്റായിട്ട് കഴിഞ്ഞു. ഇനി ഒരു റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനിയുള്ള ഒരു 5, 10, 15 മിനിറ്റ് ഞാൻ റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പോവാണ്. റാൻഡമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാക്കുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ മോർണിംഗ് പോസ്റ്ററിലും ചെയ്തുതരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മലയാളത്തിലാണ് ക്വസ്റ്റ്യനെ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യനെ കാണുന്നില്ല. ഒരു ഹൈഡ്രോ കാർബണിൽ അഥവാ 5 കാർബൺ ആറ്റങ്ങളുണ്ട്. സോ ഒരു ഹൈഡ്രോ കാർബണിൽ 5 കാർബൺ ആറ്റങ്ങളുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനമുണ്ട്. അത് നല്ല ക്വസ്റ്റ്യൻ. ഒരു ഹൈഡ്രോ കാർബണിൽ 5 കാർബൺ ആറ്റം, വേഗം ചെയ്തിട്ടാണ്, ഓർഗാനിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹൈഡ്രോ കാർബണിൽ 5 കാർബൺ ആറ്റങ്ങളുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഹൈഡ്രോ കാർബണിൽ 5 കാർബൺ ആറ്റം, 5 എണ്ണം എഴുതി നമ്മൾ. ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ, ഇത് 1 ഇത് 2, അതിൻ്റെ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. യെസ്, കഴിഞ്ഞു. ദെൻ അതിൻ്റെ പൊസിഷൻ ഐസോമറിൻ്റെ ഘടനാവാക്യം. ഇതിൻ്റെ ഘടനാവാക്യമല്ല, അതിൻ്റെ പൊസിഷൻ ഐസോമറിൻ്റെ ഘടനാവാക്യം. ശ്രദ്ധിക്കണേ, ഒറ്റയടിക്ക് ഇതങ്ങ് എഴുതും. ഇതിൻ്റെ പൊസിഷൻ ഐസോമറിൻ്റെ ഘടനാവാക്യം ഇതാണ് നമുക്ക് തന്ന കോമ്പൗണ്ട്. ഇതിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ ഇതിൻ്റെ അറിയാലോ, വാലൻസ് എഴുതാൻ CH2 CH CH2 CH2 CH. ഇതല്ല ചോദ്യം, ഇത് ആ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അതിൻ്റെ പൊസിഷൻ ഐസോ. അപ്പോൾ ആൻസർ എ വരുന്നത് ഇതിൻ്റെ പൊസിഷൻ ഐസോമർ എന്നാണ്. ഈ ഡബിൾ ബോണ്ട് എടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. സോ 5 കാർബൺ എഴുതുന്നു. എഗെയിൻ ഡബിൾ ബോണ്ട് എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു. ദെൻ CH3 CH CH CH2 CH3 സെറ്റ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ C5H8. C5H8 ശ്രദ്ധിക്കണേ. C5 എന്ന് പറഞ്ഞാൽ 5 കാർബൺ, 8 എന്ന് പറഞ്ഞാൽ 5ന്റെ ഇരട്ടി 10 ആണ്. ഇന്ന് 2 വർഷം. അപ്പോൾ അത് ആൽക്കൈനാണ്. അപ്പോൾ തന്നെ കിട്ടിയത് വൈനാണ്. എന്ന തന്മാത്രാ സൂത്രമുള്ള മറ്റൊരു അപൂരിത ഹൈഡ്രോ കാർബണിന്റെ ഘടനാവാക്യം എഴുതുക. അതിന്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതുക. 2 എഴുതണം. സോ ബി ക്വസ്റ്റിന്റെ ആൻസർ ഒരു ആൽക്കൈൻ എഴുതുക. 5 കാർബൺ തന്നെ. 1 2 3 4 5. ട്രിപ്പിൾ ബോണ്ടാണ് എഴുതാൻ പറഞ്ഞത്. വൈനല്ലേ വരുന്നത്. ട്രിപ്പിൾ ബോണ്ടാണ് എഴുതേണ്ടത്. ട്രിപ്പിൾ ബോണ്ടാണ് എഴുതേണ്ടത്. അപ്പോൾ CH ഇവിടെ H ഇല്ല. ഇവിടെ 1 2 3 4 ഓൾറെഡി ആയി. CH2 CH2 CH3. അതിന്റെ ഐസോമർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഹൈഡ്രോ കാർബണിന്റെ ഘടനാവാക്യം എഴുതണം. അതിന്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതണം. പൊസിഷൻ ഐസോമറിനായി ട്രിപ്പിൾ ബോണ്ട് അപ്പുറത്തേക്ക് ഇട്ടാൽ മതി. സോ 5 കാർബൺ എഴുതുന്നു. സോ ട്രിപ്പിൾ ബോണ്ട് ഇവിടെ കൊടുക്കുന്നു. CH3 CH2 CH3. സെറ്റ് ആണോ മക്കളെ? ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? റെഡി. എ ചെയിൻ ഹാവിംഗ് 6 കാർബൺ ആറ്റംസ് ഈസ് ഗിവൺ ബിലോ. ഒരു ചെയിനിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റംസ് ഈച്ച് ഓഫ്. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് അറിയുന്നതാണ്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്? റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. വെരി സിമ്പിൾ. ഇത് CH3, ഇത് CH2, ഇത് CH, ഇത് CH3, ഇത് CH2, ഇത് CH3. ഓക്കെ. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല. എത്ര കാർബൺ? 1 2 3 4 5 6. 6 കാർബൺ ഉണ്ട്. അപ്പോൾ C6 എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടി, കാർബണിന്റെ എണ്ണം അതിന്റെ ഇരട്ടിനോട് 2 കൂട്ടിയത് 14. C6H14. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? മെയിൻ ചെയിൻ ഇതാണ്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ദെൻ റൈറ്റ് ഈസ് IUPAC നെയിം. 5 കാർബൺ ആറ്റംസിൽ മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ 3 മീഥൈൽ പെൻറ്റൈൻ. 3 മീഥൈൽ പെൻറ്റൈൻ. Ready. റെഡി അല്ലേ മക്കളെ? സെറ്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് വരികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരികയാണ്. എടാ കുറച്ച് IUPAC നെയിമുകളുണ്ട് ഇവിടെ. ഏതൊക്കെ IUPAC നെയിമാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നാളെ പ്രതീക്ഷിക്കാം. താഴെ തന്നതിൽ ഏതൊക്കെ IUPAC നെയിമാണ് തെറ്റുകളും ശരികളും ഒന്ന് പറയണം എന്നർത്ഥം. സോ ഈ IUPAC നെയിം അവിടെ നിൽക്കണം. ഇതിൻ്റെ ശരിക്കുള്ള IUPAC നെയിം നമ്മൾ എങ്ങനെ എഴുതുക? ഇതാണോ കോമൺ മെയിൻ ചെയിൻ? അല്ലല്ലോ. 1 2 3 4 5 6. ഇതല്ലേ മെയിൻ ചെയിൻ വരിക? ഇത് മെയിൻ ചെയിൻ വരികയാണെങ്കിൽ ഇത് മൂന്നാമത്തെ കാർബൺ അല്ലേ? 1 2 3. മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ അല്ലേ ഇത്? സോ 3 മീഥൈൽ 1 2 3 4 5 6. 3 മീഥൈൽ ഹെക്സൈൻ അല്ലേ ഇത്? ഇത് തെറ്റല്ലേ? ഇത് ശരിക്കും 3 മീഥൈൽ ഹെക്സൈൻ അല്ലേ? നോക്കടാ ഇത് ശരിയല്ലേ? നോക്ക്. ഞാൻ എഴുതിയതല്ലേ ശരി? നോക്കും. അപ്പോൾ അത് തെറ്റായിരുന്നു. ഇനി അടുത്തത് നോക്കിയേ. 1 2 3 4 5. 5 കാർബൺ. 5 കാർബണിൽ രണ്ടാമത്തെ കാർബണിൽ ഓൺ. പെൻഡന്റ് ഓൺ. അത് ശരിയല്ലേ? ഓൺ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാ ഇവിടെ നോക്കിക്കേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 2 3 4 5 6. 6 കാർബൺ. 6 കാർബണിൽ ഇത് ഒന്നാമത്തെ കാർബൺ, ഇത് 2, ഇത് 3. 2ന്റെയും 3ന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് വന്ന 2 അയിനാണ്. 3 അയിനല്ല. ഹെക്സ് 2 അയിനല്ലേ ശരി? 3 അയിനല്ലല്ലോ. ഇങ്ങനെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ ബുദ്ധി വർക്കാവുകയാണേ. വെറുതെ ചെയ്യുന്നതല്ലേ ഇതൊന്നും. യെസ്, അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് കയറി പോവുകയാണേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതല്ലേ ചെയിന്? ആ ചെയിനിൽ ഇത് ഒന്നാമത്തെ കാർബണാണ്. ഇത് 2,2, ഇത് 3. അപ്പോൾ 2 2 3 2 2 3 എന്ന് വരണ്ടേ? ഇത് തെറ്റല്ലേ? 2,2,3 എന്ന് വരണം. ഡൈക്ലോറോ അല്ലല്ലോ, ട്രൈക്ലോറോ അല്ലേ? ബാക്കിയൊക്കെ ശരി. ട്രൈക്ലോറോ പെൻറ്റൈൻ. 1 2 3 4 5. യെസ്, റെഡി. അതും സെറ്റാണ്. അപ്പോൾ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാവുന്നുണ്ട്. യെസ്. അടുത്ത് രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ളൊരു റാൻഡം ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻ ഈസ് മീഥൈൻ കൺവേർട്ടഡ് ടു ക്ലോറോമീഥൈൻ? മീഥൈൻ എന്ന് പറയുന്ന CH4നെ നിങ്ങൾ എങ്ങനെയാണ് CH3Cl ആക്കുക? സിമ്പിൾ, ഹംബിൾ ആൻഡ് ഹൊറിബിൾ. ഈ CH4ലേക്ക് എന്ത് ചെയ്താൽ മതി? ഒരു Hനെ കളഞ്ഞ ഒരു Cl കയറ്റണം. അപ്പോൾ Cl2 ചേർക്കുക. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റിന്റെ പ്രസൻസിൽ Cl2 ചേർക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഒരു H കയറി ഒരു Cl കയറും. CH3Cl. സോ ക്ലോറിനും സൺലൈറ്റും ചേർത്താൽ മതി. ആൻസർ പറ. നേരത്തെ ആരോ പറഞ്ഞിരുന്നു ആൻസർ ഇവിടെ ഉണ്ടായിട്ട് പറയാൻ കിട്ടുന്നില്ല. ഇതിൽ ആൻസർ ഇല്ല. ആൻസർ പറഞ്ഞോ നിങ്ങൾ. ക്ലോറിനും സൺലൈറ്റും. റെഡി മക്കളെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl. ട്രിപ്പിൾ ബോണ്ട് ആണ്, HCl ആണ്. സോ ഒരു ബോണ്ട് പൊട്ടി H ഇവിടെയും Cl ഇവിടെയും കയറും. സോ CH2 ഡബിൾ ബോണ്ട് CHCl. ദെൻ
അത് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ വേറൊരു ടൈപ്പാണ്. ഈ ആളെ n ടൈംസ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബിയുടെ ആൻസർ എന്തായിരിക്കും? ബിയുടെ ആൻസർ CH2 സിംഗിൾ ബോണ്ട് CHCl n ടൈംസ് കിട്ടും. യെസ്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി മോളിക്യൂൾ A. യുടെ IUPAC നെയിം, നോട്ട് വിനൈൽ ക്ലോറൈഡ്, നോട്ട് ഈസ് ആൻ IUPAC നെയിം. ഇതിൻ്റെ IUPAC നെയിം ക്ലോറോഈഥീൻ. Then B യുടെ IUPAC നെയിം പോളിവിനൈൽ ക്ലോറൈഡ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി, പോളിവിനൈൽ ക്ലോറൈഡ് PVC. To which category does each of these chemical reactions belong? ഈ കാറ്റഗറിയിൽ A റിയാക്ഷനും B റിയാക്ഷനും ഏത് ഫോമിലാണ് വരുന്നത്? A എന്ന് പറയുന്ന ആൾ, അതായത് ഒന്നാമത്തെ റിയാക്ഷൻ വരുന്നത് അഡീഷൻ റിയാക്ഷനാണ്, ബോണ്ട് പൊട്ടിച്ചുള്ള റിയാക്ഷനാണ്, അഡീഷനാണ്. രണ്ടാമത്തെ റിയാക്ഷൻ വരുന്നത് പോളിമറൈസേഷൻ റിയാക്ഷനാണ്, പോളിമറൈസേഷനാണ് നടക്കുന്നത്. ഓഫ്, റെഡി? യെസ്, എത്ര ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം എന്നുള്ളതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. യെസ് മക്കളെ, ഇതൊന്ന് ശ്രദ്ധിക്ക്. C12H22O11 അതാരാ? അത് സുക്രോസാണ്. ഇന്നലെ പഠിപ്പിച്ചാണ്, ഒന്നുകൂടെ പറയുന്നു, സുക്രോസാണ്. അതിന് സുക്രോസിനെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏതോ ഒരു എൻസൈമിന്റെ പ്രസൻസിൽ ഇത് C6H12O6 ആവും. ബിയും എന്തെന്നെയാവും? C6H12O6 ആവും. ചോദ്യം ഇതാണ്, A ആരാണ്? ഉത്തരം പറയടാ. A ആരാണ്? അങ്ങനെ ആ ആളെടുത്തിട്ട് സിയിലേക്ക്, അപ്പോൾ സി ആരാണ്? 2C2H5OH ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും. അപ്പോൾ ഇത് ഫെർമെൻറ്റേഷൻ ആണ്. മൊളാസസിനൊക്കെ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? എഥനോളിൻ്റെ പ്രോസസ്, എഥനോളിൻ്റെ വ്യാവസായിക ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണിത്. ഐഡന്റിഫൈ A, B, C and D in the chemical reaction. A എന്ന് പറയുന്നത് ആരാ? ഇൻവെർട്ടേസ്. A ആരാണ്? ഇൻവെർട്ടേസ്. എഴുതുന്നുണ്ടോ? വെരി ഗുഡ്. B ആരാണ്? ഫ്രക്ടോസ്. ആദ്യത്തത് ഗ്ലൂക്കോസ് ആണെങ്കിൽ രണ്ടാമത്തത് ഫ്രക്ടോസ്. ആരാവാം? C6H12O6. എനിവേ അങ്ങനെ എഴുതിയാൽ മതി. C എന്ന് പറയുന്ന ആരാ? C എന്ന് പറയുന്ന സൈമേസ്. D ആരാണ്? D കാർബൺ ഡൈ ഓക്സൈഡ്, CO2. വാട്ട് ഈസ് വാഷ്? എന്താണ് വാഷ്? നിങ്ങൾ ഇൻഡസ്ട്രിയലി ഉണ്ടാക്കുന്ന ഈ എഥനോളില്ലേ, ആ എഥനോള് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും? പറ. 8 to 10% കിട്ടും. 8 to 10% എഥനോളിനെ വിളിക്കുന്ന പേരാണ് വാഷ്. ഹൗ ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം വാഷ്? ഈ വാഷിനെ എങ്ങനെ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആക്കാം? നല്ല ക്വസ്റ്റ്യൻ. ഈ വാഷിനെ എങ്ങനെ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആക്കാം? വാഷ് എന്ന് പറഞ്ഞാൽ 8 to 10% എഥനോളാണ്. അതിനെങ്ങനെ നിങ്ങൾക്ക് 95% ഉള്ള റെക്ടിഫൈഡ് സ്പിരിറ്റ് ആക്കാം? 8 to 10% ഉള്ള എഥനോ നിങ്ങളുടെ വാഷിനെ 95% എഥനോളുള്ള റെക്ടിഫൈഡ് സ്പിരിറ്റ് ആക്കുന്നത് എങ്ങനെ? അതിനാക്കാൻ വെരി സിമ്പിൾ. നിങ്ങൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം എന്ന് മലയാളത്തിൽ പറയും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ മതി. അംശിക സ്വേദനം നടത്തിയാൽ മതി. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം. ദെൻ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഡീനാച്ചുറിങ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? എന്തിനാണ് റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഡീനാച്ചർ ചെയ്യുന്നത്? ഡീനാച്ചർ ചെയ്യുന്നത് ആളുകളെടുത്ത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ടു അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. എങ്ങനെയാണ് ഡീനാച്ചർ ചെയ്യുക? ഡീനാച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേറെ ആരെങ്കിലും ചേർക്കുക. മെഥനോൾ ചേർക്കുക, കോപ്പർ സൾഫേറ്റ് ചേർക്കുക, CuSO4 ഒക്കെ ചേർത്തിട്ട് അതിനെ വേറൊരാളാക്കി മാറ്റുക. ആളുകളെടുത്ത് കുടിക്കാതിരിക്കാൻ വേണ്ടി, ഇങ്ങനെ ഉണ്ടാക്കിയ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആളുകളെടുത്ത് കുടിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് വേറെ സബ്സ്റ്റൻസുകൾ ചേർക്കുക. റെക്ടിഫൈഡ് സ്പിരിറ്റിലേക്ക് മെഥനോളും കോപ്പർ സൾഫേറ്റും ഒക്കെ ചേർത്താൽ നിങ്ങൾക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ആളെ മാറ്റി വേറെ ആളാക്കി മാറ്റാൻ പറ്റും. റെഡി മക്കളെ? അത് സെറ്റല്ലേ? ഒരു ഭാഗം എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. മക്കളെ, ഈ ഭാഗം പഠിക്കാതെ പോകരുതേ. ഒന്ന് ശ്രദ്ധിച്ചോ. ഈ ചിത്രം നാളെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എൻ്റെ മനസ്സ് പറയുന്നു. 2 റോഡുകളാണ് ഇതിലുള്ളത്. 2 ഇരുമ്പാണികൾ ഇതിലെടുത്തിട്ടുണ്ട്. ഒരു ഇരുമ്പാണിനെ കോപ്പർ വയർ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പിനെ കോപ്പർ വയർ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇരുമ്പാണ് ഇതിലുള്ളത്. ഇരുമ്പിനെ കോപ്പർ വയർ കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. അപ്പുറത്ത് ഇരുമ്പിനെ മഗ്നീഷ്യം വയർ കൊണ്ടും ചുറ്റിയിട്ടുണ്ട്. അപ്പം ഒരു ഭാഗത്ത് ഇരുമ്പും കോപ്പറും, മറ്റേ പാത്രത്തിൽ ഇരുമ്പും മഗ്നീഷ്യം. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? PSC മാസിൽ എന്ന് പറയുന്ന റിയാക്ടിവിറ്റി കൂടുതൽ ഇതിനല്ലേ? Fe കോപ്പറിലും റിയാക്ടിവിറ്റി കൂടുതൽ Feക്കല്ലേ? Fe മഗ്നീഷ്യത്തിനും റിയാക്ടിവിറ്റി കൂടുതൽ മഗ്നീഷ്യത്തിനല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ഡൈല്യൂട്ട് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ സലൈൻ വാട്ടറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് വെള്ളം ഏതുമായിട്ടാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക? എവിടെയാണ് ഇരുമ്പ് പെട്ടെന്ന് നശിക്കുക? നമ്മളെ
ഗോവിന്ദസ്വാമി ജയിലാടിയ സമയത്ത് പിന്നെ ഇരുമ്പ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വെച്ചിരുന്നുള്ളൊരു കഥ കേട്ടിരുന്നു നിങ്ങൾ. ഇരുമ്പിൻ്റെ ആ ജയിലിൻ്റെ പിന്നെ ഇത് തുരുമ്പിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വെച്ചിരുന്നു ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് വേഗം റിയാക്ട് ചെയ്യും. ഉപ്പ് ഇവിടെ Fe ആയിട്ടാണോ കോപ്പർ ആയിട്ടാണോ റിയാക്ട് ചെയ്യുക? അപ്പോൾ കോപ്പർ ഉപ്പ് റിയാക്ട് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിന് ഉപ്പ് റിയാക്ട് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിന് ജിതു എന്ത് ചെയ്തു അറിയോ? ജിതു വേഗം കോപ്പർ കൊണ്ടുപോയി ചുറ്റി വെച്ച്. പൊട്ടത്തരം. കോപ്പർ ചുറ്റി വെച്ചാൽ റിയാക്ട് ചെയ്യാതിരിക്കും. കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി ഇരുമ്പിനാണ്. ഇരുമ്പാണ് റിയാക്ട് ചെയ്യുക. കോപ്പർ കൊണ്ട് ചുറ്റിയാൽ എത്ര ചുറ്റിയാലും ഇതിൻ്റെ ഉള്ളിലത്തെ ഇരുമ്പ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. സോ ഇരുമ്പ് നിങ്ങളുടെ സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ ഇരുമ്പ് നശിക്കും. അപ്പോൾ ഇരുമ്പ് വേഗം നശിക്കുക എവിടെയാണ്? എന്നാൽ ഇവിടെയോ? അപ്പോൾ ജിതു ചെയ്ത പൊട്ടത്തരം കണ്ടിട്ട് നമ്മളെ വീണ വന്ന് എന്താ ഇത് പൊട്ടത്തരം ചെയ്തത്? ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? വീണ എന്ത് ചെയ്ത് അറിയോ? ഇരുമ്പാണിൻ്റെ പുറത്ത് മെഗ്നീഷ്യം ചോദിച്ചു. ഓ വാട്ട് എ ബുദ്ധി! കാരണം മെഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി. മെഗ്നീഷ്യമാണ് സോഡിയം ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യുക. നിങ്ങൾ ഇരുമ്പ് നശിക്കൂല. അപ്പോൾ ഇരുമ്പ് നശിക്കാതിരിക്കാൻ വേണ്ടി ജിതു ചെയ്തതാണോ വീണ ചെയ്തതാണോ ബുദ്ധി? വീണ. ശ്യാമ് ചോദിക്കുന്നു വിളിക്കാമോ? ഓ വിളിക്കാമല്ലോ. സോ മെഗ്നീഷ്യമാണ് റിയാക്ട് ചെയ്യുക. സോ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു സൊല്യൂഷൻ്റെ പ്രസൻസിൽ രണ്ട് മെറ്റലുകൾ ഇങ്ങനെ റിയാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഗാൽവനിക് സെൽ ഉണ്ടാവും. സോ ഇവിടെ ഗാൽവനിക് സെൽ ഉണ്ടാവും. ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടക്കും. അവിടെ ഒരാൾ ആനോഡോ ഒരാൾ കാഥോഡോ. റിയാക്ടിവിറ്റി കൂടുതലുള്ള F ഇവിടെ ആനോഡും കോപ്പർ ഇവിടെ കാഥോഡുമാണ്. ഈ പോയിന്റിൽ Fe മെഗ്നീഷ്യം വരുമ്പം റിയാക്ടിവിറ്റി കൂടുതലുള്ള മെഗ്നീഷ്യം ആനോഡാവും, Fe കാഥോഡാവും. സോ മക്കളെ നോക്കിക്കേ, ഈ ആനോഡ് മെഗ്നീഷ്യം ആയതുകൊണ്ട് തന്നെ ആനോഡിനല്ലേ റിയാക്ടിവിറ്റി കൂടുതൽ. ആനോഡ് NaCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാഥോഡിനെ സംരക്ഷിക്കും. ഇതിനെ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കും. മെഗ്നീഷ്യം നിങ്ങളുടെ അയണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കും. രണ്ട് മെറ്റലുകൾ ഇങ്ങനെ അടുപ്പിച്ച് റിയാക്ഷനിൽ വരുമ്പോൾ അത് ഗാൽവനിക് സെല്ലായിട്ട് അവിടെ വർക്ക് ചെയ്യും. ഗാൽവനിക് സെല്ലായിട്ട് അവിടെ ആക്ട് ചെയ്യും. മക്കൾ മറക്കോടാ. എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താടാ മക്കളെ? ഇത് നിങ്ങൾ പഠിച്ചിരുന്നോ? ക്രിയാശീലം കൂടിയത് അലുമിനിയം ആണെങ്കിലും ഏറ്റവും വേഗത്തിൽ ലോഹനാശം. അതെന്താ കാരണം? അലുമിനിയം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഒരു അലുമിനിയത്തിൻ്റെ പാത്രം നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു ഇരുമ്പിൻ്റെ പാത്രം ഉണ്ട് കയ്യിൽ. നിങ്ങൾക്കറിയാം PSC മാസിൽ ഹയ്യോ സൂപ്പർ കോപ്പർ മെസ്സി ഗോൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞ ട്രിക്കൊക്കെ അറിയാം. അതിൽ അലുമിനിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ അലുമിനിയം അല്ലേ പെട്ടെന്ന് നശിക്കേണ്ടത്? പക്ഷേ Fe ആണ് പെട്ടെന്ന് നശിക്കുന്നത്. നിങ്ങൾ അറ്റ്മോസ്ഫിയറിൽ കൊണ്ടെന്ന് വെച്ചാൽ അലുമിനിയം വേഗം നശിക്കണം. Fe പെട്ടെന്ന് നശിക്കാൻ പാടില്ല, പക്ഷേ അലുമിനിയം വേഗം നശിക്കുന്നു. Fe പെട്ടെന്ന് നശിക്കുന്നു, അലുമിനിയം നശിക്കുന്നില്ല. വൈ? SCRT ക്വസ്റ്റ്യനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പറയടാ എന്താ കാരണം? പറയണം, ആൻസർ പറയണേ. അലുമിനിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതലെങ്കിലും അലുമിനിയം പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പുറത്തുള്ള ഓക്സിജനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ കോട്ടിങ്ങിൻ്റെ പ്രത്യേകത അത് തിന്നായിട്ടുള്ള കോട്ടിംഗ് ആണ്. അത് നോൺ പോറസ് ആണ്, അതായത് സുഷിരങ്ങളില്ലാത്ത ഹോളുകളില്ലാത്ത കോട്ടിംഗ് ആണ്. സോ അത് അടിപൊളിയായിട്ട് അവിടെ നിൽക്കും. പിന്നെ അത് നശിക്കൂല, കാരണം അവിടെ ഒരു കോട്ടിങ് പോലെ വന്നത്. അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്നെ ഒരാളും തുടരുതെന്ന് വിചാരിച്ച് നിങ്ങൾ ചുറ്റും എൻ്റെ ചുറ്റും നിന്നാലോ എന്നെ പ്രൊട്ടക്ട് ചെയ്തു നിങ്ങൾ. തിന്നും നോൺ പോറസ്, ഇതാണ് ആൻസർ. തിന്നും നോൺ പോറൻസും, കട്ടി കുറഞ്ഞതും സുഷിരങ്ങളില്ലാത്തതും. സോ നിങ്ങൾ എന്നെ സംരക്ഷിച്ചു. അപ്പം നിങ്ങളെ നശിപ്പിച്ചാലേ എന്നെ നശിപ്പിക്കാൻ പറ്റുള്ളൂ ഇനി. സോ നിങ്ങളെ കയറി അറ്റാക്ക് ചെയ്താലേ എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അലുമിനിയത്തിൻ്റെ ചുറ്റും ഒരു ഓക്സൈഡിൻ്റെ കോട്ടിങ് വന്നു. പക്ഷേ Fൻ്റെ ചുറ്റും ഇതേപോലെ കോട്ടിങ് വന്നു. പക്ഷേ Fൻ്റെ കോട്ടിൻ്റെ പ്രത്യേകത അതാകെ പൊടിയായിരുന്നു, അതാകെ ഹോളുള്ളതായിരുന്നു. സോ Fൻ്റെ കോട്ടിൻ്റെ പ്രത്യേകത അത് പൗഡറി ആയിരുന്നു, പൊടിഞ്ഞതായിരുന്നു. ആൻഡ് ഓൾസോ അതിന് പോറസ് ആയിരുന്നു. അതാണ് ഈ തുരുമ്പ് പൊടിഞ്ഞു കണ്ടല്ലേ. സോ അലുമിനിയം ഹൈലി റിയാക്റ്റീവ് ആയിട്ട് പോലും അലുമിനിയം നശിക്കുന്നില്ല. Fൻ്റെ ചുറ്റുമുള്ള കോട്ടിങ് പോരാ, അതുകൊണ്ട് അത് നശിക്കുന്നു. സോ അലുമിനിയം മാത്രമല്ല കേട്ടോ, ഇതുപോലെ സിങ്കും പെട്ടെന്ന് നശിക്കൂല, ടിന്നും പെട്ടെന്ന് നശിക്കൂല. ഇതൊക്കെയും റിയാക്ടിവിറ്റി കൂടുതലായിട്ടും നശിക്കാത്തത് ഇതിൻ്റെ പുറത്ത് തിന്നും നോൺ പോറസുമായിട്ടുള്ള കോട്ടിങ് വരുന്നതുകൊണ്ടാണ്. തിൻ ആൻഡ് നോൺ പോറസ് കോട്ടിങ് വരുന്നതുകൊണ്ടാണ് അതൊന്നും നശിക്കാത്തത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റുകൾ. അൽനിക്കോൻ്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? അൽനിക്കോ എന്ന് പറയുമ്പോൾ അലുമിനിയം ഉണ്ട് നിങ്ങൾക്കറിയാം, നിക്കൽ ഉണ്ട് നിങ്ങൾക്കറിയാം, കൊബാൾട്ട് ഉണ്ടെന്ന് അറിയാം, ആൻഡ് ഓൾസോ അയണും ഉണ്ട്. അൽനിക്കോൻ്റെ ഉപയോഗം എന്താ? അൽനിക്കോൻ്റെ ഉപയോഗം പറയണേ, നിങ്ങൾ ആൻസർ പറയണേ. ഇത് FeCrNa, ഇതാ Feയും കാർബണും കൂടാതെ, ഇരുമ്പും കാർബണും കൂടാതെ ക്രോമിയോ നിക്കലും വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മുടെ ബ്ലേഡിൻ്റെ ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സിലിക്കൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ FeSiC ആണ്.
അതായത് സിലിക്കൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്തായാലും അയണും കാർബണും ഉണ്ടാവും. പിന്നെ സിലിക്കൺ ചെല്ലുമ്പോൾ സിലിക്കൺ വരും. സിലിക്കൺ വരുന്ന തന്നെ സിലിക്കൺ വരുമ്പോൾ അധികവും നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ജനറേറ്റേഴ്സിലും സ്ട്രോങ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എഫ് ഇ സി കാർബൺ അങ്ങനെ എഫ് ആണ് മെയിനായിട്ട് വരിക. കാർബൺ എഴുതാം, കാരണം എഫിൻ്റെ കൂട്ടത്തിൽ അധികം കാർബൺ ഉണ്ടാവും. അതുകൊണ്ട് ആൻസർ കിട്ടിയോ? എനിക്ക് ആൻസർ കിട്ടിയില്ല. ജനറേറ്റർ ഇതിന് ഫസ്റ്റ് തന്നെ ആൻസർ അൽനിക്കോൻ്റെ ഉപയോഗം. പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാം കേട്ടോ. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. യെസ് മക്കളെ, എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇനി 2 ചാപ്റ്ററായിട്ട് നിങ്ങളുടെ മിസ്സ് വരും. ആ 2 ചാപ്റ്റർ നിങ്ങൾ സെറ്റായിട്ട് പഠിച്ച് അങ്ങ് റെഡിയാക്കി മനസ്സിലാക്കി പഠിച്ചോളുക. സോ എനിക്ക് ഇത്ര കാര്യമേ പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കുന്നവരും ടെൻഷൻ അടിക്കാത്തവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എല്ലാവർക്കും. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സുകളാണ്. സോ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു അറിയിക്കണം. നമ്മൾ പഠിപ്പിച്ചതൊക്കെ സെറ്റായോ കിട്ടിയോ കൃത്യമായിട്ട് പറയാൻ പറ്റിയോ എഴുതാൻ പറ്റിയോ എന്നൊക്കെയുള്ള നിങ്ങളുടെ വാല്യുബിൾ അഭിപ്രായങ്ങൾ നമ്മൾ അറിയിക്കണം. ജസീൽ PK എന്നുള്ള ഇൻസ്റ്റ ID നിങ്ങൾ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ കാണും. പറഞ്ഞാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഉപകാരമായോ എക്സാം എഴുതി കഴിയുമ്പോണ്ടല്ലോ സാർ പഠിപ്പിച്ച് തന്നെ വരുന്നു. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, സാർ അങ്ങനെ പഠിപ്പിച്ച് നന്നായി. അപ്പോൾ ഞാൻ പറയുന്നു, എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ മുഖം നിങ്ങളുടെ ഓർമ്മയിൽ വരണം, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റണം, സെറ്റായിട്ട് എഴുതാൻ പറ്റണം. നമ്മൾ പഠിപ്പിച്ചൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. നാളത്തെ മോർണിംഗ് ബൂസ്റ്ററും കൂടെ കാണാൻ മറക്കരുത്. അതും കൂടെ കണ്ടിട്ട് അടിപൊളിയായിട്ട് തകർത്ത് എഴുതിക്കോളുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂൾ ഓഫ് ടൈം അടിപൊളിയായിട്ട് ഉപയോഗിക്കുക. കൂൾ ഓഫ് ടൈം നിങ്ങൾക്കുള്ളതാണ്. ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ച് എഴുതേണ്ട സാധനങ്ങൾക്ക് സർക്കിളിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് കൃത്യം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയിട്ട് ആ നേരം 1 എത്ര 2 എത്ര 3 എത്രയെന്ന് ചോദിച്ചാൽ ആ 3 2 മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയൊന്നും കിട്ടില്ല. സോ ബൈ, താങ്ക് യു, സി യു അഗെയിൻ 1+1 ക്ലാസ്. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ നന്നായിട്ട് എഴുതൂ കേട്ടോ മക്കളെ, നന്നായിട്ട് എഴുതും. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ടുമോറോസ് എക്സാം. താങ്ക് യു മിസ്സേ. വൈ ഹലോ എടാ, നാളെ എക്സാമാണ്, ഒരു ടെൻഷനും വേണ്ട, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഇനി 2 ചാപ്റ്ററോടെ അല്ലേ ഉള്ളൂ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റല്ലേ. അപ്പോൾ ദേ മിസ് ഒന്ന് നോട്ട്സ് ഒന്ന് സെറ്റാക്കിക്കോട്ടെ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും എക്സാമൊക്കെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സാറ് ബ്ലെസ് ചെയ്തു അല്ലേ. സാർ നല്ല അടിപൊളിയായിട്ട് ബാക്കി ചാപ്റ്റേഴ്സൊക്കെ സെറ്റാക്കി. ഇനി 2 ചാപ്റ്റേഴ്സോടെ ഉള്ളൂ, ചോദിക്കാണ്ട് ചിക്കൻ കാലൊക്കെ തരുന്നത് എന്ത് സന്തോഷം. ഓക്കെ, അപ്പോൾ ബാക്കി 2 ചാപ്റ്ററും കൂടി, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഒരു ചാപ്റ്റർ 6 മാർക്സിനോളം, മറ്റൊരു ചാപ്റ്റർ 7 മാർക്സിനോളം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. സോ അതും കൂടി നമുക്ക് പഠിച്ച് സെറ്റാക്കി പോവാം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ഇതൊന്ന് സെറ്റാക്കിക്കോട്ടെ മക്കളെ. ഓക്കെ, സാർ ലാസ്റ്റ് കൊണ്ട് വച്ചേക്കാം. ഓക്കെ ഓക്കെ, എവിടെ 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 എങ്ങനെയുണ്ട്? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ അല്ലേടാ? ഓ, ഞാൻ ഇതെന്തൊക്കെയാണ് എടുക്കുന്നത്, കൺഫ്യൂഷൻ അടിച്ചു. ഓക്കെ, ഇമ്പോർട്ട് ഫയൽ. ഓക്കെ, അപ്പം ആരും ടെൻസ്ഡ് ഒന്നും ആവണ്ട, നല്ല അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വന്നു. ഓക്കെ സെറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 2 ചാപ്റ്ററും കൂടി ഞാൻ സമയമൊന്നും കളയുന്നില്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റാക്കി പറഞ്ഞു തരാം. ഓക്കെ സെറ്റ്. അപ്പോൾ മിസ്സിൻ്റെ കൂടെ പ്രോബ്ലംസ് ആണ്, അപ്പോൾ മിസ്സിൻ്റെ കൂടെ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ 4 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം മക്കളെ.
എങ്ങാനും വരാൻ ചാൻസ് ഉള്ള ഫസ്റ്റ് ഏരിയ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് എന്താണെന്ന് പറയുന്നില്ലേ, അതിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അതിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ മറക്കരുത് ഒരു പോയിന്റ്. Collisions of gas molecules are perfectly elastic. ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ കൊളിഷൻ ബിക്കോസ് അവർ ഫ്രീ അല്ലേ. എന്തുകൊണ്ടാണ് ഫ്രീ? അവരുടെ പാർട്ടിക്കിൾസ് ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ റാൻഡം മോഷനിൽ എപ്പോഴും പൊക്കോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ എന്തായിരിക്കും എപ്പോഴും കൊളിഷൻസ് നടന്നുകൊണ്ടിരിക്കും. ആ കൊളിഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് ആയാൽ എന്താ ഗുണം എന്നറിയോ മക്കളെ? സോ ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. അവിടെ എന്ത് നഷ്ടമാകുന്നില്ല? ഊർജം നഷ്ടമാകുന്നില്ല. പോയിന്റ് കിട്ടിയോ? 1 മാർക്കായേ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Analyze the situations given below and write one which is related to Boyle's law. ഇതിൽ ഏതാണ് Boyle's law എന്ന് മക്കളുമാരൊന്ന് കമന്റ് ചെയ്തേ. ഇതിൽ ഏതാണ് Boyle's lawയുമായിട്ട് റിലേറ്റഡ് എന്നുള്ളത് കമന്റ് ചെയ്തോ. ഇനി ഓരോന്നും നമുക്ക് പറയാം. If an inflated balloon kept at sunlight, it will burst after some time. മക്കളെ, വീർപ്പിച്ച ബലൂണ് സൺലൈറ്റിൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകും. വീർപ്പിച്ച ബലൂൺ പൊട്ടുന്നു, വോളിയം ചേഞ്ച് ആകും. എവിടെ വെക്കുമ്പോൾ? സൺലൈറ്റിൽ വെക്കുമ്പോൾ. അപ്പൊ മക്കളെ, വോളിയവും സൺലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? സൺലൈറ്റ് എന്ന് വെച്ചാൽ ചൂട്, ടെമ്പറേച്ചർ. മക്കളെ, വോളിയവും ടെമ്പറേച്ചറും ഉള്ള റിലേഷൻ അതേതാ? ചാൾസ് ലോ. ഇതേതാ? ചാൾസ് ലോ. മക്കളെ, ഇതേതാ? ചാൾസ് ലോ. Set മക്കളെ. നെക്സ്റ്റ്. As the balloon is being inflated, its volume increases. ബലൂൺ വീർപ്പിക്കും തോറും വോളിയം കൂടും. വോളിയം കൂടുന്നു വീർപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ മക്കളെ ഉള്ളിലേക്ക് നമ്മൾ എയർ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊടുക്കുക. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസും വോളിയവും തമ്മിലുള്ള റിലേഷൻ അവഗാഡ്രോ ലോ. മക്കളെ, നെക്സ്റ്റ്. The size of air bubble rising from the bottom of a water body gradually increases. നമ്മുടെ വാട്ടർ ബോഡി, അക്വേറിയം ആയിക്കോട്ടെ, എന്തെങ്കിലും വാട്ടർ ബോഡി ആയിക്കോട്ടെ മക്കളെ, എയർ ബബിൾ അതിന്റെ താഴ്ന്ന മേലേക്ക് വരുമ്പോൾ സൈസ് കൂടും. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ മക്കളെ? വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ താഴെ, ഈ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് മക്കളെ. വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ താഴെ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടിയാൽ വോളിയം കുറയും. മുകളിൽ പ്രഷർ കുറവാണ്, അപ്പോൾ വോളിയം കൂടും. ഏതിലോ? അടിപൊളി. ഏതിലോ മക്കളെ? ബോയിൽസ് ലോ. മറക്കരുത് കേട്ടോ, ബോയിൽസ് ലോ. ഓക്കെ, അപ്പൊ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ മക്കളെ, അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന്. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി GAM is present in 32 gram oxygen? മക്കളെ, 32 gram ഓക്സിജനിൽ എത്ര GAM ഉണ്ട്? ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഇന്നലെ ഇക്വേഷൻസ് പറഞ്ഞു തന്നായിരുന്നു. ഓർക്കുന്നുണ്ടോ മക്കളുമാരാ? ഇക്വേഷൻസ് എന്തായിരുന്നു? നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ നമ്പർ ഓഫ് GMM അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ നിങ്ങൾക്ക് മാസ് തന്നിട്ടുണ്ടെങ്കിൽ that given mass by atom ആണെങ്കിൽ അറ്റോമിക് മാസ്, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ്. ഓർക്കുന്നുണ്ടോ മക്കളെ? GAM കാണാൻ given mass by atomic mass, GMM കാണാൻ given mass by molecular mass, നമ്പർ ഓഫ് മോൾസ് കാണാൻ ആറ്റം ആണെങ്കിൽ അത്, മോളിക്യൂൾ ആണെങ്കിൽ ഇത്. ഓക്കെ സെറ്റ് മക്കളെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ given പാർട്ടിക്കിൾ ആണ് തന്നതെങ്കിൽ, മോൾസ് ആയിക്കോട്ടെ, GAM ആയിക്കോട്ടെ, GMM ആയിക്കോട്ടെ, കാണാനായിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് തന്നതെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയുണ്ട്, 3.011 into 10⁻23 ഉണ്ട്. അങ്ങനെ പാർട്ടിക്കിൾ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഗിവൺ പാർട്ടിക്കിളെ ഡിവൈഡഡ് ബൈ 6.022 into 10⁻23. ഓർക്കുന്നുണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾക്ക് വോളിയം ആണ് തന്നതെങ്കിൽ ഗിവൺ വോളിയം ബൈ 22.4. ഗിവൺ വോളിയം ബൈ 22.4. മക്കളെ, ഈ 3 ഇക്വേഷൻ കയ്യിലുണ്ടെങ്കിൽ എന്തും കിട്ടും. ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൗ മെനി GAM? അപ്പൊ GAM കാണണം. പ്രസന്റ് ഇൻ 32 gram ഓക്സിജൻ. ഗ്രാം എന്ന് പറയുമ്പോൾ എന്താടാ? മാസാ തന്നിട്ടുള്ളത്. സോ ഗിവൺ മാസ് ബൈ ആറ്റം അല്ലേ? അപ്പൊ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാ മക്കളെ? പഠിച്ചു വെക്കുക. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആൾക്കാരെ പഠിച്ചു വെക്കാൻ. മക്കളെ, 32/16 which is equal to 2 GAM. ആൻസർ ഇസ് 2. സൂപ്പർ, കുറേ പേര് കമന്റ് ചെയ്തു. അടിപൊളിയിടാ. 32/16. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റോമിക് മാസ് ഓഫ് സോഡിയം ഇസ് 23 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാസ് ഓഫ് 2 GAM സോഡിയം? ഇക്വേഷൻ പെട്ടെന്ന് കൊണ്ടുപോവാ.
നമുക്ക് എന്താ വേണ്ടുന്നത്? മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. GAM ഉണ്ട്. GAM ഉം മാസും തമ്മിലുള്ള ഇക്വേഷൻ എഴുതിക്കോ. 2GAM ഈക്വൽ മാസ് ബൈ ആറ്റം അല്ലേ, സോഡിയം ആറ്റം അല്ലേ, അറ്റോമിക് മാസ്. അപ്പൊ മാസ് ഈക്വൽ മക്കളെ എന്ത് കിട്ടും? 2 into atomic mass, 2 into 23, which is equal 46 gram. സെറ്റ് അല്ലേടാ? അടിപൊളി അടിപൊളി. കമന്റ് ബോക്സിൽ ആൻസർ ഉണ്ട്. സൂപ്പർഡാ. ദെൻ ആൻസർ പറയാത്ത മക്കളമാരൊന്ന് ചിന്തിച്ച് ആൻസർ പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 2GAM സോഡിയം? മക്കളെ GAM ഉണ്ട്, ആറ്റംസ് വേണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾ വേണം. സിമ്പിൾ ഇക്വേഷൻ. GAM ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ 6.022 ഇൻറ്റു 10⁻23 അല്ലേ മക്കളെ? ഇത് എ പാർട്ടിൻ്റെ ആൻസർ ആണ്. ബി പാർട്ടിൻ്റെ ആൻസർ പറയാം. അപ്പോൾ എത്ര കിട്ടും? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈക്വൽ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. 2 ഇൻറ്റു NA എന്ന് എഴുതുകയാണേ മിസ്. സെറ്റ് ക്ലിയർ ആണല്ലോ മക്കളെ? ഒരു ഡൗട്ടും ഇല്ലല്ലോ മക്കളെ? കമന്റ് ബോക്സിൽ ആ ക്വസ്റ്റ്യൻ സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മോളിക്കുലർ മാസ് ഓഫ് CO2 ഇസ് 44. മോളിക്കുലർ മാസ് ഓഫ് CO2 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 GMM ഓഫ് കാർബൺ ഡയോക്സൈഡ്? എന്താണ് 1 GMM കാർബൺ ഡയോക്സൈഡിന്റെ മാസ്? ഒരു ഇക്വേഷനും വേണ്ട, ക്ലിയറാ. എന്താ? നമുക്കറിയാം മക്കളെ, 1 GMM എന്ന് എന്തിനെയാ പറയുന്നേ? മോളിക്യൂൾ ആണോ? ആണ്. എന്താണോ ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ്? അത് ഗ്രാമിലെടുത്താൽ 1 GMM. ഇന്നലെ പറഞ്ഞതല്ലേ മിസ്? അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44 ആടാ. അപ്പൊ 1 GMM വേണമെങ്കിൽ എത്ര മാസ് എടുക്കണം? 44 ഗ്രാം എടുക്കണം. ക്ലിയർ ആണ്? 1 GMM ഈക്വൽ അതിന്റെ മോളിക്കുലാർ മാസ്, 1 GAM ഈക്വൽ അതിന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ പറയുക. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ഫൈൻഡ് ദ നമ്പർ ഓഫ് GMM ഇൻ 220 ഗ്രാം ഓഫ് CO2. ചെയ്തു നോക്കാം. നമ്പർ ഓഫ് GMM വേണം, തന്നിട്ടുള്ളത് മാസ്. അപ്പൊ GMM ഉം മാസും തമ്മിലുള്ള ഇക്വേഷൻ സൂപ്പർഡാ. GMM ഈക്വൽ മാസ് ബൈ മോളിക്യൂൾ അല്ലേ? അപ്പൊ മോളിക്കുലാർ മാസ് എത്രയാ? 44. 220/44 എത്രയാ? സൂപ്പർ. കമന്റ് ബോക്സിൽ ആൻസർ വരെ വന്നു 5 GMM. മക്കളെ ഒരു കൺഫ്യൂഷനും ഇല്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ്, അറ്റോമിക് മാസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. മഗ്നീഷ്യത്തിന് തന്നിട്ടുണ്ട്, ഓക്സിജന്റെയും തന്നിട്ടുണ്ട്. ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ? മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 120 ഗ്രാം മഗ്നീഷ്യം? തന്നിട്ടുള്ളത് ഒരു മാസാ, വേണ്ടുന്നത് ആറ്റത്തിന്റെ എണ്ണമാ. മക്കളെ ആറ്റത്തിന്റെ എണ്ണവും നമ്പർ ഓഫ് മോൾസും അറിയാം, മാസും നമ്പർ ഓഫ് മോൾസും അറിയാം. ഇത് നമുക്ക് ഇവര് തമ്മിലുള്ള കണക്ഷൻ ഒന്നും അറിയില്ല. അറിയണ്ടടാ. ഇത് വെച്ച് നമ്പർ ഓഫ് മോൾസ് ഒന്ന് പറഞ്ഞേ. ഈ ഒരു കണക്ഷൻ വെച്ച് എ പാർട്ട് നമ്പർ ഓഫ് മോൾസ് പറഞ്ഞേ മക്കളെ. മാസ് ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് വേണം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ ആറ്റം അല്ലേ? ആണ്. മഗ്നീഷ്യം ഒരു ആറ്റം ആണ്, അറ്റോമിക് മാസ് 24 which is equal 5 മോൾ എന്ന് കിട്ടും. ഓക്കെ മക്കളെ, മോള് കിട്ടിയ നമ്പർ ഓഫ് ആറ്റം കാണാൻ സിമ്പിളാ. എത്രയാ? ഒരു മോളില് NA ആണെങ്കിൽ 5 മോളില് 5 into NA. സോ ആൻസർ എന്ത് വരും മക്കളെ? നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 5 into അവഗാഡ്രോ നമ്പർ. നോട്ട് കിട്ടുമ്പോൾ നോക്കണേ, NA എന്ന് എഴുതുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ നെക്സ്റ്റ് മക്കളെ, ഫൈൻഡ് ദ മാസ് ഓഫ് 4 into 6.022 into 10⁻23 ഓക്സിജൻ ആറ്റംസ്. അതെന്താ സംഭവം മക്കളെ? ആറ്റത്തിന്റെ എണ്ണമുണ്ട്, മാസ് വേണം. മറ്റൊരു ക്വസ്റ്റ്യൻ തിരിച്ചിട്ടു എന്നേ ഉള്ളൂ. അപ്പൊ ദേ നോക്കിക്കോ, ബി പാർട്ട്. ആറ്റത്തിന്റെ എണ്ണം 4 into 6.022 into 10⁻23 ആണേ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്രയാ മക്കളെ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ തന്നിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ 6.022 into 10⁻23 എന്ന് വെച്ചാൽ എത്രയാ? 4 ആണ് മോളുകളുടെ എണ്ണം. മോള് കിട്ടിയ മാസ് കാണാൻ ഈസി അല്ലേ മക്കളെ? 4 മോൾ ഈക്വൽ മാസ് ബൈ ആറ്റം അല്ലേ? അറ്റോമിക് മാസ്. കിട്ടിയോ മക്കളെ? ആൻസർ എന്തേ? കമന്റ് ബോക്സിൽ. സൂപ്പർ ആൻസർ വന്നു. മാസ് ഈക്വൽ 64 ഗ്രാം. 16 into ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന 16 അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യൂ കേട്ടോ. 16 into 4 which is equal 64 gram. സെറ്റ് അല്ലേ മക്കളെ? ഒരു കോൺഫിഡൻസ് വരുന്നില്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. അറ്റ് constant pressure, volume of a definite mass of gas at 300 Kelvin is 200 liter.
At same pressure, what will be the volume of gas at 600 Kelvin? ഒരു കൺഫ്യൂഷനും വേണ്ടടാ, പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് എല്ലാ ലോയുടെയും ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ബോയിൽസ് ലോന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. എന്തായിരുന്നു ബോയിൽസ് ലോന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? P1 V1 equal P2 V2. ഓർമ്മ വന്നോ? ഇനി മക്കളെ ചാൾസ് ലോന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. V1 by T1 equal V2 by T2. ഓർമ്മ വന്നോ? അവഗാഡ്രോ ലോ നമുക്കറിയാം അല്ലേ. ഇനി കമ്പൈൻഡ് ഇക്വേഷനും കൂടി പറ. കമ്പൈൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? കമ്പൈൻഡ് ഇക്വേഷൻ ഇന്നലെ പറഞ്ഞു തന്നു മിസ്. എന്താ? P1 V1 by T1 equal P2 V2 by T2. ഇത്രയും ഇക്വേഷൻസ് കയ്യിലിരിക്കണേ, മറക്കാണ്ട്. ഓക്കെ അല്ലേ? ഇക്വേഷൻസ് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ചെയ്യാടാ. എ പാർട്ട് നമ്മൾ ചെയ്യുകയാണേ. P1 നമുക്കറിയാം അല്ല, ഇവിടെ വോളിയവും ടെമ്പറേച്ചറും ആണ്. അപ്പൊ V1 നമുക്കറിയാം 200 ലിറ്റർ. മിസ് എനിക്ക് വിയും ടിയും മറന്നു പോകുന്നു, ഏതാന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ മക്കളെ യൂണിറ്റ് ഒന്ന് നോക്കിയാൽ മതി. ലിറ്റർ എന്ന് തന്നാൽ അത് വോളിയം അല്ലേ. അപ്പൊ V1 ഈക്വൽ 200 ലിറ്റർ. ഇനി കെൽവിൻ കെ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ കെൽവിനിലേക്ക് മാറ്റണേ. ദെൻ 300 കെൽവിൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് മക്കളെ. ആഡ് ചെയ്ത ടോപ്പിക്കാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് പറയാൻ പറ്റില്ല. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. T1 ഈക്വൽ 300 കെൽവിൻ. ദെൻ എന്ത് തന്നിട്ടുണ്ട്? T2 തന്നിട്ടുണ്ട് 600 കെൽവിൻ. എടാ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? V2 കണ്ടുപിടിക്കാം. അപ്പൊ ഇക്വേഷൻ എന്താ? V1 by T1 ഈക്വൽ V2 by T2. ഓക്കെ, എന്താ വേണ്ടുന്നത്? V2. അപ്പൊ ദേ നോക്കിക്കോ, ബാക്കി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 200 by 300 ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന T2 ഇങ്ങോട്ട് വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യും ഇൻറ്റു 600 വിച്ച് ഈസ് ഈക്വൽ V2 എന്ന് വരും. മക്കളെ മൾട്ടിപ്ലൈ ചെയ്താൽ 400 എന്ന് വരും. 400 ലിറ്റർ. ഓക്കെ, സെറ്റ് അല്ലേടാ? ഡൗട്ട് ഇല്ലാലോ? സൂപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ലോ ഈസ് അസോസിയേറ്റഡ് ഹിയർ? ഏത് ഗ്യാസ് ലോ ആണോ? V1 by T1 equal V2 by T2. ഇക്വേഷൻ അതാണ് എഴുതിയിട്ടുണ്ട് ബസ്. ഓക്കെ, അപ്പൊ ദേ നോക്കിക്കോ മക്കളെ, ഏത് ഗ്യാസ് ലോ ആണ് ഇവിടെ? ഏത് ഗ്യാസ് ലോ ആണ്? വിയും ടിയും ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ചാൾസ് ലോ. തെറ്റിക്കരുത് കേട്ടോ, ആ റിലേഷൻ മനസ്സിലാക്കിയാൽ മതി. പിയും വിയും ആണെങ്കിൽ ബോയിൽസ് ലോ ആയിരിക്കും, വിയും ടിയും ആണെങ്കിൽ ചാൾസ് ലോ ആയിരിക്കും. അത് മൈൻഡിൽ ഇരുന്നാൽ മതി കേട്ടോ. ദെൻ if an inflated balloon kept in the sunlight it will burst. Why? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ചാൾസ് ലോ അങ്ങോട്ട് എഴുതി വെച്ചാലും മതി ഈ എക്സ്പ്ലനേഷനകത്ത്. എന്താണ് ചാൾസ് ലോ? സൺലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? സൺലൈറ്റിൽ വെക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകും. ഇഫ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് വോളിയം എന്ത് ചെയ്യൂടാ? വോളിയം ഓൾസോ ഇൻക്രീസ് ചെയ്യും. അതാണ് പൊട്ടിപ്പോവാൻ കാരണം. സെറ്റ് അല്ലേടാ? ഡൗട്ട് ഒന്നും ഇല്ലാലോ? അടിപൊളി മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. The molecular mass of SO2 is 64. Okay, molecular mass of SO2 തന്നിട്ടുണ്ട് 64 ആണ്. Find the mass of 1 gmm SO2. സിമ്പിൾ. അതിന്റെ ആൻസർ പറ. ഇത്രയും നേരം മിസ് പറഞ്ഞില്ലേ, ഇനി ഇതിന്റെ ആൻസർ പറ. പറഞ്ഞോ മക്കളെ. മോളിക്കുലാർ മാസ് ഉണ്ട്. ഫൈൻഡ് ദ മാസ് ഓഫ് 1 gmm ഓഫ് SO2. എന്താ 1 gmm എന്ന് പറഞ്ഞാൽ? എന്താണോ ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് അതിനെ ഗ്രാമിൽ പറയുക. 64 അല്ലേ മോളിക്കുലാർ മാസ്, അപ്പൊ അതിനെ ഗ്രാമിൽ പറയുക 64 ഗ്രാം. ഓക്കെ, സൂപ്പർഡാ. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 gmm SO2. 1 gmm കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, 1 gmm SO2 ആയിക്കോട്ടെ, 1 gmm H2O ആയിക്കോട്ടെ. 1 gmm ആണെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾ കാണൂടാ? അവഗാഡ്രോ നമ്പർ. എത്രയാ? അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ 6.022 into 10⁻23. മക്കളെ ഇത് 2 gmm ആണെങ്കിലോ എന്ന് ആരോ ചോദിക്കുന്നുണ്ട്. എടാ ഇക്വേഷൻ നമ്പർ ഓഫ് gmm വിച്ച് ഇസ് ഈക്വൽ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണല്ലോ. അപ്പൊ മാസ് കാണാൻ 2 into മോളിക്കുലാർ മാസ് 2 into 64. അത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പൊ ദേ നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find out the number of moles of molecules in 320 gram of SO2. മക്കളെ നമ്പർ ഓഫ് മോൾസ് വേണം. തന്നിട്ടുള്ളത് മാസാ. എന്താ? നമ്പർ ഓഫ് മോൾസ് വേണം.
നമ്പർ ഓഫ് മോൾസ് വേണം, തന്നിട്ടുള്ളത് മാസ. ഇക്വേഷൻ എന്താടാ? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. മാസ് എത്രയാ? 320. എത്രയാ മോളിക്കുലാർ മാസ്? 64. ആൻസർ ആയില്ലേ മക്കളെ? ആൻസർ ആയില്ലേ? സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ശരിക്കും ഈ ചാപ്റ്ററിലെ ഈ ഏരിയ ക്ലിയർ അല്ലേ? ഒരു ഡൗട്ടും ഇല്ല എങ്കിൽ സെറ്റ് എന്ന് പറയോ മക്കളെ? ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ സെറ്റ് എന്ന് പറയോ? ഒരു ഡൗട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ലിറ്ററിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം, വോളിയത്തിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതാണ് നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇത് ഓക്കെ അല്ലേടാ? സൂപ്പർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. SO2 and CO2 are two gases kept at STP. STPയിൽ വെച്ചിരിക്കുന്ന 2 gases ആണ് SO2 ഉം CO2. STP എന്ന് അവർ പറയുന്നുണ്ട്, രണ്ടും STPയിലാണ്. ഓക്കെ മക്കളെ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 mole ഗ്യാസ് അറ്റ് STP? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ, 1 മാർക്ക്. മറ്റേ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നിങ്ങൾക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കോടാ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 mole ഗ്യാസ് അറ്റ് STP? STPയിൽ ആരും ആയിക്കോട്ടെ, വോളിയം എത്രയാണ്? അയാൾ 1 mole ആണോ STPയിലാണോ? അയാളുടെ വോളിയം 22.4 ആയിരിക്കും. 1 mole ആയിരിക്കണം, STPയിലായിരിക്കണം. അതേ ഉള്ളൂ കണ്ടീഷൻ മക്കളെ. ഇഫ് ദ വോളിയം ഓഫ് CO2, SO2 112 liter each, find out the number of moles of CO2. അടിപൊളി ക്വസ്റ്റ്യൻ. എന്താ? നമ്പർ ഓഫ് മോൾസ് കാണണം, നമ്പർ ഓഫ് മോൾസ് കാണണം, തന്നിട്ടുള്ളതോ വോളിയം. മക്കളെ ഇക്വേഷൻ എന്താ? ഗിവൺ വോളിയം ബൈ 22.4. നേരത്തെ ഇക്വേഷൻ മിസ് സ്റ്റാർട്ടിങ് പറഞ്ഞു, 112/22.4. ആൻസർ 5 കിട്ടും. ഒരു ഡൗട്ടും ഇല്ല, ഇരുന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ ഒക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇവിടെ വരെ നിർത്തി വെക്കല്ലേ, ഒന്ന് അപ്പുറത്ത് പോയി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ്, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2? SO2ന്റെ നമ്പർ ഓഫ് മോൾസ് എന്താ? SO2 112 ലിറ്റർ ആടാ. അപ്പൊ അതേ ഡിവൈഡഡ് ബൈ 22.4, 5 മോൾ എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് അയാളുടെയും 5 മോൾ ആണ്. മിസ് എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായോ? എടാ രണ്ടുപേരും 112 ലിറ്റർ ആണേ. ഇനിയിപ്പോ അത് സെപ്പറേറ്റ് പോയി 112/22.4 എന്ന് ചെയ്യണ്ട. അതിന്റെ നമ്പർ ഓഫ് മോൾസ് 5 തന്നെ. ഓക്കെ, 5 നമ്പർ ഓഫ് മോൾസ് അറിയാം. അങ്ങനെയാണെങ്കിൽ മോളിക്യൂളുകളുടെ എണ്ണം എത്രയാടാ? 5 into അവഗാഡ്രോ നമ്പർ. എത്രയാ? 5 into അവഗാഡ്രോ നമ്പർ. മിസ്സേ പ്രഡിക്ഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ GMMന്റെ STPന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. STPന്റെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് മക്കളുമാർ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ. ഓക്കെ, സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എവിടെയാ ക്വസ്റ്റ്യൻ? നോക്കട്ടെ. ഓക്കെ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ നിർത്തുകയാണേ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ മക്കളെ ഇതാണ്, നിങ്ങൾക്കൊരു കെമിക്കൽ ഇക്വേഷൻ തരും, അതിൽ നിന്ന് എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമേ. ഒന്നെങ്കിൽ ഈ മീഥൈൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ വരാൻ ചാൻസ് വാട്ടർ ഫോർമേഷൻ ആയിരിക്കും കേട്ടോ. H2 O2 ചേർന്ന് H2O ആകുന്ന ഒരു റിയാക്ഷൻ. നമ്മൾ മോർണിംഗ് ക്ലാസ്സിൽ അതിൻ്റെ കൂടി ഒരു എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ മോർണിംഗ് ബൂസ്റ്റർ കാണാണ്ട് ആരും പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ ചെയ്യാൻ പോവാണേ. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചോ. ക്വസ്റ്റ്യൻ എല്ലാവരും കൃത്യമായിട്ടൊന്ന് വായിച്ചോ. ആ ടൈമിലൊക്കെ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിച്ചോ കേട്ടോ. ഓക്കെ, നോക്കാം. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, a chemical reaction taking place at STP is given. Okay, how many moles of methane are required to react with 10 moles of oxygen? ഒന്നും കൂടി, എത്ര മോൾ മീഥൈൻ ആവശ്യമാണ് 10 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ? ഓക്കെ, അതിന് നിങ്ങൾ ആദ്യം എന്ത് എഴുതണം എന്നറിയോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ കെമിക്കൽ ഇക്വേഷൻ അതേപോലെ ആൻസർ പേപ്പറിൽ അങ്ങോട്ട് എഴുതുക മക്കളെ. CH4 + 2O2. O2 എന്ന് മാത്രം ഒന്നും എഴുതരുത്, 2O2 കൃത്യമായിട്ട് എഴുതണേ. CO2 + 2H2O. മക്കളെ മീഥൈൻ എന്ന് പറഞ്ഞാൽ ആരാ? മീഥൈൻ എന്ന് പറഞ്ഞാൽ CH4 അല്ലേ? 1 മോൾ മീഥൈൻ അതിപ്പോൾ എവിടെ നിന്ന് കിട്ടി മക്കളെ? ഇവിടെ ആരും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുണ്ടെന്നാണ്. 1 മോൾ മീഥൈൻ 2 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താലാണ് ആവശ്യത്തിന് സാധനമൊക്കെ ഉണ്ടാവുക. അപ്പോൾ 1 മോൾ മീഥൈന് 2 മോൾ ആവശ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാടാ, 10 മോൾ ഓക്സിജൻ എത്ര വേണം? 1 മോൾ 2 മോളിന് 1 വേണമെങ്കിൽ 10 മോളിന് എത്ര വേണം? അതിൻ്റെ പകുതി 5 മോൾ വേണം. എത്ര വേണം മക്കളെ? 5 മോൾസ് വേണം. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. എ പാർട്ടിൻ്റെ ആൻസർ എന്താ മക്കളെ? എ പാർട്ടിൻ്റെ ആൻസർ പറയുകയാണെ 5 മോൾ.
ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഒരു ഡൗട്ടും ഇല്ലല്ലോ? കമന്റ് ബോക്സിൽ ഫുൾ ആൻസർ വന്നു. സൂപ്പർഡാ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്യാനുള്ളതാണ്. കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് CO2. Obtain if 64 gram of methane is completely burned. മക്കളെ 64 gram ക്വസ്റ്റ്യൻ കേട്ടോണേ മക്കളെ. 64 gram methane കംപ്ലീറ്റ്ലി ബേൺ ചെയ്താൽ കിട്ടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ മാസ് എത്രയാ, വോളിയം എത്രയാ? അപ്പം നമുക്ക് എന്ത് പറയാം? സിമ്പിളായിട്ട് മക്കളെ 1 മോൾ കമ്പൈൻ ചെയ്താൽ 1 മോൾ ബേൺ ചെയ്താൽ 1 മോൾ CO2 ഉണ്ടാകും. അതിൽ ഡൗട്ട് ഇല്ലാലോ? ഇല്ല. കറക്റ്റ് അല്ലേ? മിസ് ഇപ്പൊ പറഞ്ഞ എന്താ? ഒന്നും കൂടി 1 മോൾ മീഥൈൻ ബേൺ ചെയ്താൽ നമുക്ക് 1 മോൾ CO2 ഉണ്ടാകും. ഇതിൽ ഡൗട്ട് ഇല്ലാലോ? ഇല്ല. മാസിലേക്കൊന്ന് പറഞ്ഞേ. 1 മോൾ CH4 എന്ന് വെച്ചാൽ ആളുടെ മാസ് എത്രയാ മക്കളെ? 1 മോൾ എന്ന് വെച്ചാൽ എത്രയാ? അയാളുടെ മോളിക്കുലാർ മാസ് എത്രയാണോ അത് ഗ്രാമിൽ പറയുക. പറഞ്ഞേ. കാർബൺ 12 ആണ്. പ്ലസ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അങ്ങനെ 4 ഹൈഡ്രജൻ. കറക്റ്റ് അല്ലേ? അപ്പൊ 12 + 4 16 ആണ്. 16. അപ്പൊ 16 ഗ്രാം കാർബൺ ചേർന്നാൽ 1 മോൾ CO2 ഉണ്ടാകും. CO2ന്റെ മോളിക്കുലാർ മാസ് എത്രയാ? ചെയ്താൽ മതി. 44 ഗ്രാം ആണ്. അപ്പൊ തിരിച്ച് മാസിൽ പറയണം. 1 മോൾ CH4 കമ്പൈൻ ചെയ്താൽ 1 മോൾ CO2 ഉണ്ടാകും. ഓക്കെ. 6 എന്ന് വെച്ചാൽ 16 ഗ്രാം ചേർന്നാൽ 44 ഗ്രാം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാടാ. 64 ഗ്രാം ചേർന്നാൽ എത്ര CO2 ഉണ്ടാകും? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 64 ചേർന്നാൽ എത്ര CO2 ഉണ്ടാകും? എത്ര CO2 ഉണ്ടാകും മക്കളെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞേ. എടാ ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി മക്കളെ? ഇവിടെ ഒരു 3 വാല്യൂ നിങ്ങൾക്കുണ്ട്. 1 2 3. ഇത് CH4 ആണ്, ഇത് CO2 ആണ്, ഇതും CH4 ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി മിസ് ഒരു ഐഡിയ പറയുകയാണ്. ഈ ഒരു 3 വാല്യൂനെ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഇവിടെ ഒരു നമ്പർ ഉണ്ടാകും, ഇവിടെ ഒരു നമ്പർ ഉണ്ടാകും, ഇവിടെ ഒരു നമ്പർ ഉണ്ടാകും. ഇവിടെ 16/44 എന്ന് എഴുതാം ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ 44/16 എന്ന് എഴുതാം. ഏത് ചൂസ് ചെയ്യണമെന്ന് മിസ് പറയട്ടെ. ഇവിടെ CH4 അല്ലേ ആണ്, അയാളെ ഇവിടെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തുക. ആരാ? 64. അയാളെ സെപ്പറേറ്റ് ചെയ്തുക. CH4 അവിടെയെങ്കിൽ ഇവിടെയും CH4 വേണം. ഇവിടെ പോയി CO2ന്റെ വാല്യൂ എഴുതരുത്. CH4 എത്രയാടാ? 16. അപ്പൊ 16 എഴുതുക. ഐഡിയ കിട്ടിയോ? സിമ്പിൾ ആയിട്ടൊരു ഐഡിയ പറഞ്ഞതാണ്. ദെൻ 44. അല്ലെങ്കിൽ ഇതിന് ഇത്രയാണെങ്കിൽ 1 ഗ്രാമിന് എത്രയാന്നൊക്കെ പറഞ്ഞ് ചെയ്യണം. ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ വാല്യൂ എത്ര വരും? കമന്റ് ബോക്സിൽ പറഞ്ഞേ. കമന്റ് ബോക്സിൽ പെട്ടെന്ന് പറഞ്ഞേ. ആൻസർ എത്ര വരും? 64ഉം 16 നമുക്ക് എത്രയാക്കാം? 4 എന്ന് പറയാം അല്ലേ? 4. അപ്പൊ എത്ര കിട്ടും? 176 ഗ്രാം. കറക്റ്റ് അല്ലേ? 176 ഗ്രാം കിട്ടിയോ? കമന്റ് ബോക്സിൽ കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയോ മക്കളെ? ആൻസർ കിട്ടിയെങ്കിൽ 176 ഗ്രാം അല്ലേ? 44 6 1 70 176 ഗ്രാം. 176 ഗ്രാം ആൻസർ കിട്ടിയോ? അപ്പൊ മാസായി മക്കളെ. ഇനി ക്വസ്റ്റ്യൻ വോളിയം എത്രയാണെന്ന് അതും കൂടെ ചെയ്ത് നമുക്ക് നിർത്താമേ. വോളിയം എത്രയാണെന്ന് ബി പാർട്ടിലുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. മാസ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വോളിയം എത്രയാണെന്ന്. അപ്പൊ മാസ് ഇതാണ്, വോളിയം കണ്ടുപിടിക്കുകയാണേ മക്കളെ. 176 ഗ്രാം CO2 എന്ന് പറഞ്ഞാൽ അത് എത്ര മോളാണെന്ന് പറഞ്ഞേ. മോള് കണ്ടുപിടിച്ചാൽ വോളിയം കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? രണ്ടും STP യിലാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേടാ മോള് വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം മോള് നമ്പർ ഓഫ് മോൾ ഈക്വൽ 176 CO2ന്റെ 44 അല്ലേ? 44. അപ്പൊ എത്ര കിട്ടും? 44. കമന്റ് ബോക്സിൽ പറഞ്ഞേ. 176. വെരി ഗുഡ്. എത്രയാടാ? 4 മോൾ എന്ന് കിട്ടി. 4 മോൾ എന്ന് കിട്ടി. അപ്പൊ ഇനി വോളിയം ആണ് വേണ്ടുന്നത്. മോൾ ഉണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേടാ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ given volume by 22.4. അപ്പൊ വോളിയം കണ്ടുപിടിക്കാൻ 22.4 × 4 എത്രയാ മക്കളെ? എത്രയാ? കമന്റ് ബോക്സിൽ പറഞ്ഞേ. 88.6 ആണോ? 89.6 അല്ലേ? 89.6 കിട്ടിയോ? ഒന്നും കൂടി പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരുമെന്ന് മിസ് പറയോ? അല്ല പറയോ? ഒന്നുകൂടി പറഞ്ഞു തരണമെങ്കിൽ ക്ലിയർ ആയിട്ട് മിസ് ഒന്നുകൂടി പറയാം. ഓക്കെ.
അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പ് ഉറപ്പായിട്ടും വരുമേ. നിങ്ങൾക്ക് ഒന്നുമില്ല, തന്നിട്ടുള്ള ഇക്വേഷനിൽ ആ നമ്പർ ഓഫ് മോൾസിന്റെ കോൺസെപ്റ്റ് ഫസ്റ്റ് അങ്ങ് എഴുതുക. എല്ലാവരുടെയും വേണ്ട, ആവശ്യമുള്ളവരുടെ മാത്രം മതിയേ. നമ്പർ ഓഫ് മോൾസ് അങ്ങ് എഴുതുക. എഴുതി കഴിഞ്ഞാൽ എന്ത് എഴുതുക? മാസിന്റെ കണക്ഷൻ ആണെങ്കിൽ മാസിലേക്ക് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുക. ഇവിടെ വോളിയം കൂടി കാണാനുണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ നോട്ട്സ് കിട്ടുമ്പോൾ കൃത്യമായിട്ട് ഇതൊന്നുകൂടി ചെയ്ത് പഠിക്കണേ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്ന് മിസ് പറയുകയാണ് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും എന്ന് ഒന്നുകൂടി പറയുകയാണ് മക്കളെ. GAM GMM ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ലോയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അത് ആപ്ലിക്കേഷൻ ആവാനാണ് മെയിൻ ആയിട്ട് ചാൻസ് കേട്ടോ. ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഈ വോളിയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടും ക്വസ്റ്റ്യൻ വരും. ക്ലിയർ ആണ് മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ പോകുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഒരു മാർക്ക് കൂടെ എക്സ്ട്രാ, അത്രേ ഉള്ളൂ. 7 മാർക്സിനോളം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത് പഠിക്കാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഫുള്ള് ചിക്കൻ കാല് തരുമോ? ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര ചൂട്, AC കുറയ്ക്കട്ടെ എന്ന് പറഞ്ഞതിന് എന്നെ ആരോ ട്രോളി. എടാ, ഞാൻ AC കുറയ്ക്കട്ടെ എന്ന് ഉദ്ദേശിച്ചത് ടെമ്പറേച്ചർ കുറയ്ക്കട്ടെ എന്നാണ്. അപ്പം എന്നെ ആരോ ട്രോളിയിടാ. പിന്നെ AC കൂട്ടട്ടെ എന്ന് പറയോ? AC കൂട്ടട്ടെ എന്ന് വെച്ചാൽ എന്താ? തണുപ്പ് കൂട്ടട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കണം, കറക്റ്റ് അല്ലേ? AC കുറയ്ക്കാം എന്തോ പറഞ്ഞു, അതിനെന്നെ ട്രോളുന്നടാ. എന്തത് ഒന്നും പറയാൻ പാടില്ല ഈ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ സെറ്റാക്കാം. ഓക്കെ, അടിപൊളി മക്കളെ. അങ്ങനെയാണെങ്കിൽ ചാപ്റ്റർ 7ലേക്ക് നമ്മൾ പോവാണ്. ഈ ചാപ്റ്റർ പഠിക്കാതെ ആരും പോകരുത് കേട്ടോ. ഓക്കെ സെറ്റ്. ഈ ചാപ്റ്റർ പഠിക്കാതെ പോയത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതെൻ്റെ തലേക്ക് ഇങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മൾ പോവാണ് ചാപ്റ്ററിലേക്ക്. എടാ, ഉറപ്പായിട്ടും ചോദിക്കും. ഇനി ഞാൻ പറയുന്നില്ല, മസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൽ നിന്നായിരിക്കും. ഓക്കെ, ഉറപ്പായിട്ടും ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക. അപ്പൊ അതും കൂടി നമ്മൾ പഠിക്കുകയാണ്. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താ? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അത് പറയാം. അത് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം കേട്ടോ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഫസ്റ്റ് അങ്ങ് പഠിക്കാം. അതിന് സ്റ്റേറ്റ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഉറപ്പ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ മക്കളെ. whenever there is such whenever there is a change in എന്തില്? കോൺസെൻട്രേഷൻ. കുറച്ച് ഞാൻ ചുരുക്കി എഴുതാണ്. whenever there is a change in, മിസ്സിന്റെ കൂടെ പഠിച്ചോണേ. whenever there is a change in concentration, temperature, pressure of a system under എങ്ങനെ? ഇക്വിലിബ്രിയം അല്ലെ at equilibrium. മക്കളെ പഠിച്ചോ? മിസ്സിന്റെ കൂടെ പറഞ്ഞോ. whenever there is a change in temperature, concentration, pressure of a system at equilibrium, എന്ത് ചെയ്താൽ? ചേഞ്ച് ചെയ്താൽ is changed. എന്ത് ചെയ്യും സിസ്റ്റം? the system will. മിസ്സിന്റെ കൂടെ ആരെങ്കിലും ഒക്കെ പറയടാ, കമന്റ് ബോക്സിൽ പറ. പഠിച്ചത് അങ്ങോട്ട് എഴുതി ടൈപ്പ് ചെയ്യൂ. the system will readjust. സിസ്റ്റം എന്ത് ചെയ്യും മക്കളെ? റീഅഡ്ജസ്റ്റ് ചെയ്യും. സിസ്റ്റം will readjust. എന്തിനാ റീഅഡ്ജസ്റ്റ് ചെയ്യുന്നേ? to cancel the effect. ആ എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ. to cancel the effect. സെറ്റ്. പഠിച്ചില്ലേ മക്കളെ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്റെ മക്കളുമാർ എഴുതണം. ഓക്കെ, ഒന്നുകൂടെ പഠിക്കാം. whenever there is a change in concentration, pressure, temperature of a system at equilibrium is ചേഞ്ച് ആയാൽ എന്ത് സംഭവിക്കും മക്കളെ? the system will readjust. സ്വന്തമായിട്ട് റീഅഡ്ജസ്റ്റ് ചെയ്യും. എന്തിന്? to cancel the effect of that change. അത്രയേ ഉള്ളൂ. സിമ്പിൾ മക്കളെ. ഒന്നുകൂടി മലയാളത്തിൽ മിസ് പറഞ്ഞു തരട്ടെ. ഒരു സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന് അയാളുടെ ഗാഢത, ടെമ്പറേച്ചർ, താപനില, മർദ്ദം എന്നിവയിൽ മാറ്റം വന്നാൽ സിസ്റ്റം സ്വന്തമായിട്ട് എന്ത് ചെയ്യും? റീഅഡ്ജസ്റ്റ് ചെയ്യും. സ്വന്തമായിട്ട് എന്ത് ചെയ്യും? മാറ്റിയെടുക്കും. ഓക്കെ സെറ്റ്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. കമന്റ് ബോക്സിൽ ആൻസർ വരണേ. അടിപൊളിയായിട്ട് മക്കളമാരൊക്കെ കുറേ പഠിച്ചതാണ്, നമ്മൾ കുറേ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതേ ചെയ്യാം. എ പാർട്ട് ക്വസ്റ്റ്യൻ. എ പാർട്ട് ഒന്നുമില്ല, മൊത്തത്തിൽ ഒരു ക്വസ്റ്റ്യൻ. മക്കളെ നോക്കിക്കോ. 2NO plus O2 reversibly gives 2NO2 plus heat. Write any two changes
that you should made in concentration അഥവാ ഗാഢതയിലും പ്രഷർ അഥവാ മർദ്ദത്തിലും നിങ്ങൾ വരുത്തുന്ന മാറ്റം എന്തിന്? to increase the amount of nitrogen dioxide in the chemical reaction. മക്കളെ NO2 നൈട്രജൻ ഡയോക്സൈഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെ? ചിലപ്പോൾ അങ്ങനെ അല്ലാണ്ട് വരും. ഫോർവേഡ് കൂട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യും? പല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. മക്കളമാർ എല്ലാ രീതിയിലും എഴുതാൻ കേപ്പബിൾ ആയിരിക്കണേ. അപ്പൊ NO2 കൂട്ടാൻ എന്ത് ചെയ്യും? NO2 എമൗണ്ട് ഓഫ് NO2 കൂട്ടാൻ എന്ത് ചെയ്യും? സിമ്പിൾ, എല്ലാവരും അങ്ങോട്ട് പോകണം. കറക്റ്റ് അല്ലേടാ? എല്ലാവരും അങ്ങോട്ട് പോകണം. ആദ്യം കോൺസെൻട്രേഷൻ പറയാം. NO എടുത്ത് കളഞ്ഞാൽ മതി. NO ഞാൻ എടുത്ത് കളഞ്ഞാൽ സിസ്റ്റം NO കൂട്ടാൻ നോക്കും അല്ലേ? സിസ്റ്റം NO കൂട്ടാൻ നോക്കും. ഞാൻ NO എടുത്ത് കളഞ്ഞാൽ സിസ്റ്റം കൂട്ടാൻ നോക്കുന്നല്ല. ഞാൻ ഒരുപാട് NO എടുക്കുക അല്ലേ? NO ഒരുപാട് ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? അത് കുറയ്ക്കാൻ നോക്കും. അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോകും അല്ലേ? അപ്പൊ മക്കളെ ഫസ്റ്റ് റിമൂവ് NO അല്ലെങ്കിൽ റിമൂവ് O2. കറക്റ്റ് അല്ലേടാ? കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാം? ഞാൻ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇയാളെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ റിമൂവ് NO. കറക്റ്റ് അല്ലേ? റിമൂവ് സോറിടാ ഞാൻ NO2 അല്ലേ പറഞ്ഞേ? ഒന്നും കൂടി മിസ് ഒന്നുകൂടെ പറയട്ടെ. സോറിടാ മിസ്സിൻ്റെ ആയിട്ട്. മക്കളെ NO ഒരുപാട് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ റിമൂവ് അവിടെ എഴുതി വെച്ചല്ലേ? സോറിടാ. NO ഒരുപാട് ആഡ് ചെയ്താൽ സിസ്റ്റം അത് കുറയ്ക്കാൻ നോക്കും. എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും. കറക്റ്റ് അല്ലേ? അപ്പം ആഡ് NO അല്ലെങ്കിൽ O2, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റിമൂവ് NO2 എടുത്ത് കളയുക. അപ്പൊ അത് കൂട്ടാൻ നോക്കും. എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും. കറക്റ്റ് അല്ലേ? അപ്പൊ റിമൂവ് NO2. മിസ്സിന് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. ഓക്കെ, നെക്സ്റ്റ് ഡൗട്ട് ഒന്നും ഇല്ല. സെറ്റ് മക്കളെ നോക്കിക്കോ. നെക്സ്റ്റ് പ്രഷറിൽ എന്ത് മാറ്റം? ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണേടാ. ഒരുപാട് എടുത്തത് ചോദിക്കും. മക്കളെ ഇവിടെ എത്ര മോൾസ് ഉണ്ട് ടോട്ടല്? 2NO 2 മോള്, 1O2 1 മോള്, 2NO2 2 മോള് എന്ന് വെച്ചാൽ ടോട്ടൽ ഇവിടെ 3 മോളുണ്ട്, ഇവിടെ 2 മോളുണ്ട്. അങ്ങോട്ടാ പോണ്ടത്. കറക്റ്റ് അല്ലേടാ? അങ്ങോട്ട് പോകണം എന്ന് വെച്ചാൽ സിസ്റ്റം തനിയെ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞെടുത്തേക്ക് പോകണം. പ്രഷർ കുറഞ്ഞെടുത്തേക്ക് സിസ്റ്റം തനിയെ പോകണം. നമ്മൾ എന്ത് ചെയ്യണോടാ? പ്രഷർ കൂട്ടണം. ഞാൻ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ പോവും, അങ്ങോട്ട് പോവും. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്രീസ് ദ പ്രഷർ. അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഇൻക്രീസ് ദ പ്രഷർ. ഡൗട്ട് ഇല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുമോ മക്കളെ? കുറച്ച് ക്വസ്റ്റ്യനൂടെ ഇതേമാതിരി ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റ് ആക്കാം. ഓക്കെ, നെക്സ്റ്റ് മക്കളെ ഇത് ക്ലിയർ ആ? ഓക്കെ, സെറ്റ്, സൂപ്പർ. കമന്റ് ബോക്സിൽ ആൻസർ വരുന്നുണ്ട്. N2 plus 3H2 reversibly gives 2NH3. ഈ ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ മക്കളെ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. What will be the effect of the chemical equilibrium if temperature is increased? എടാ ടെമ്പറേച്ചർ കൂട്ടി. എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കൂട്ടി. അപ്പൊ എന്താണ് അവിടെ ചേഞ്ച് സംഭവിക്കുന്നത്? ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. മക്കളെ ടെമ്പറേച്ചർ കുറയണമെങ്കിൽ ചൂടുള്ളടുത്ത് പോണോ ചൂടില്ലാത്തടുത്ത് പോണോ? ചൂട്. ടെമ്പറേച്ചർ ഞാൻ കൂട്ടി സിസ്റ്റം കുറയ്ക്കാനല്ലേ നോക്കുന്നത്? ടെമ്പറേച്ചർ കുറഞ്ഞെടുത്തേക്ക് വരണം. ഒന്നുകൂടി പറയട്ടെ. ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്. ടെമ്പറേച്ചർ ഞാൻ കൂട്ടി, സിസ്റ്റം എന്ത് ചെയ്യും? കുറയ്ക്കാൻ നോക്കും. കുറയണമെങ്കിൽ ചൂട് കുറഞ്ഞെടുത്തേക്ക് വരും. അവിടെ പോയാൽ ഹീറ്റ് അങ്ങോട്ട് പോയില്ല, ഇങ്ങോട്ട് വരൂടാ. അപ്പൊ എന്ത് റിയാക്ഷൻ നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ പശ്ചാത് പ്രവർത്തനം. കിട്ടിയോ? ക്ലിയർ ആണ് മക്കളെ? സൂപ്പർ. നെക്സ്റ്റ് പ്രഷർ ഇസ് ഡിക്രീസ്. അതറിയണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഒക്കെ അറിയണം. അത് നോക്കാം മക്കളെ. 1 3 4 മോള്, 2 മോള്. പ്രഷർ കുറച്ചു. ഇയാൾ എന്ത് ചെയ്തു? പ്രഷർ കുറച്ചു. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ കൂടാൻ ആള് കൂടിയെടുത്ത് പോകണോ കുറഞ്ഞെടുത്ത് പോകണോ? ആള് കൂടിയെടുത്ത് പോകണം. അപ്പൊ എന്ത് നടക്കും മക്കളെ? ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. പശ്ചാത് പ്രവർത്തനം കൂടും. മക്കളെ നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് യുവർ ആൻസർ എന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല, ആ ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ അങ്ങോട്ട് എഴുതി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ക്ലിയർ ആണ്? ഒരു ഡൗട്ടും ഇല്ലല്ലോ മക്കളെ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഓടിപ്പോവാം മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഈ ഏരിയയിൽ നിന്ന് ചെയ്തിട്ട് നമ്മൾ നിർത്തുകയാണേ.
ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ലേശ ക്ലിയർ അതോടുകൂടി നമ്മൾ നിർത്താൻ പോവാണ്. ഓക്കെ, പേര് വിളിക്കോ മിസ്? ശ്യാമേ ബാ. ഓക്കെ ഓക്കെ സെറ്റ്. മക്കളെ നോക്കിക്കോ, 2SO2 plus O2 reversibly gives 2SO3 plus heat. ഓക്കെ സെറ്റ്. കഴിയാറായോടാ, ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ. ഓക്കെ നോക്കിക്കോ, ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഹൗ ഡസ് ദ ഡിക്രീസ് ഇൻ പ്രഷർ affect the rate of forward reaction? പ്രഷർ കുറച്ച ഫോർവേഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും? പ്രഷർ കുറച്ചു. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എഴുതി നോക്കാം, അപ്പൊ കിട്ടുമല്ലോ മക്കളെ. 2 3 മോൾ ഇവിടെ, 2 മോൾ ഇവിടെ. പ്രഷർ ഞാൻ കുറച്ചു അല്ലെ, ഡിക്രീസ് ദ പ്രഷർ. സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ കൂട്ടാൻ നോക്കും മക്കളെ. പ്രഷർ കൂടണമെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യണം? പ്രഷർ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ആള് കൂടിയെടുത്തേക്ക് വരണം. കറക്റ്റ് അല്ലേ? പ്രഷർ ഞാൻ കുറച്ചു, സിസ്റ്റം കൂട്ടാൻ നോക്കും. പ്രഷർ കൂട്ടണമെങ്കിൽ ആള് കൂടിയെടുത്തേക്ക് വരണം, ഇങ്ങോട്ട് വരണം മക്കളെ. ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഫോർവേഡ് ഡിക്രീസ് ആകും. ഫോർവേഡിന്റെ റേറ്റ് എന്ത് ചെയ്യും? കുറയും. ഫോർവേഡിന് എന്ത് പറ്റുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫോർവേഡിന്റെ റേറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ്. ആൻസർ കിട്ടിയോ? കമന്റ് ബോക്സിൽ ഡിക്രീസ് എന്ന് വന്നോ? സൂപ്പർ മക്കളെ. നെക്സ്റ്റ്, how does the increase in temperature affect the decomposition of SO3? ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കൂ എല്ലാ മക്കളുമാരും. How does increase in temperature affect the decomposition of SO3? കണ്ടിട്ട് പേടിക്കണ്ട എടാ. ഡീകമ്പോസിഷൻ ഓഫ് SO3 എന്ന് വെച്ചാൽ SO3 വിഘടിക്കുന്നത് എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. കിട്ടിയോ? ഇൻഡയറക്ട്ലി ചോദിച്ചത് കണ്ടോ മക്കളെ? ശരിക്കും ഇതിന്റെ അർത്ഥം എന്താ? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും? അങ്ങനെ അവർ ചോദിച്ചില്ല. ഡീകമ്പോസിഷൻ ഓഫ് SO3ക്ക് എന്ത് സംഭവിക്കും? കിട്ടിയോ? അപ്പൊ മക്കളെ നോക്കിക്കോ, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ SO3 വിഘടിച്ച് SO2 O2 ആവുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടിയാൽ. ടെമ്പറേച്ചർ ഞാൻ കൂട്ടി എന്ന് വെച്ചാൽ സിസ്റ്റം എന്ത് ചെയ്യും? കുറയ്ക്കാൻ നോക്കും. കുറയണമെങ്കിൽ എല്ലാവരും ഹീറ്റ് ഉള്ളിടത്ത് നിൽക്കരുത്, ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യോടാ? ഇൻക്രീസസ്. ക്ലിയർ അല്ലേ മക്കളെ? ഒരു ഡൗട്ടും ഇല്ലാലോ? അപ്പൊ നല്ല അടിപൊളിയായിട്ട് ക്ലിയറിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഒന്ന് ആലോചിച്ച് സെറ്റാക്കി പഠിച്ചു വെക്കുക. ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഏരിയ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞുതരാം. ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ രണ്ടാമത് വരുന്ന ഏരിയ ആണ് മക്കളെ സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതിൽ മിസ്സിന്റെ ഇന്നലെ പറഞ്ഞു തന്നു, ഒന്നും കൂടി മിസ് പറഞ്ഞു തരാണ്. ഷുഗർ എന്ന് പറയുന്നതിലേക്ക് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ഉണ്ടാകുമെന്ന് പറയും. ആ ബ്ലാക്ക് സബ്സ്റ്റൻസ് ആരാ മക്കളെ? കാർബൺ ആണ്. ആരാണ്? കാർബൺ ആണ്. അതെന്തുകൊണ്ടാ കാർബൺ അവിടെ ഉണ്ടായെന്നറിയോ? നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന് എന്ത് പ്രോപ്പർട്ടിയാ? കമന്റ് ബോക്സിൽ പറഞ്ഞ, ഇന്നലെ പഠിച്ചതാ. എന്ത് പ്രോപ്പർട്ടിയാ സൾഫ്യൂരിക് ആസിഡ് ഉള്ളത്? ഒരാളെങ്കിലും പറയട്ടെ. സൂപ്പർ, അടിപൊളി പറഞ്ഞു മക്കളെ. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്, അഥവാ നിർജ്ജലീകരണ സ്വഭാവമുള്ള ആളാണ്. എന്ന് വെച്ചാൽ എന്താ മക്കളെ? C12H22O11 ആണ് നമ്മുടെ ഷുഗർ. അതിൽ നിന്ന് H2O മാറിയാൽ പിന്നെ ആരുണ്ട്? കാർബൺ. ഇയാള് വന്നാൽ H2O കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ പ്രോപ്പർട്ടി ഏതാന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചേ മക്കളെ? ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി. സെറ്റ് മക്കളെ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, നിങ്ങൾ ഒരു സോൾട്ട് എടുത്താൽ NaCl പോലെയുള്ള സോൾട്ട്, എന്തൊരു സോൾട്ടും ആയിക്കോട്ടെ, ആ സോൾട്ടിലേക്ക് സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ H2SO4 ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? സോൾട്ടിലെ ആസിഡിനെ മാറ്റിത്തരും. ഇതിൽ ആസിഡ് ആരാടാ? HCl, അയാളെ മാറ്റിത്തരും. കിട്ടിയോ? ബാക്കി എല്ലാവരും ചേർന്ന് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാകും. വേറൊരെണ്ണം ചെയ്ത് നോക്കാം മക്കളെ. പൊട്ടാസ്യം നൈട്രേറ്റ് KNO3, അതൊരു സോൾട്ട് അല്ലേ? അതിലേക്കും H2SO4 ആഡ് ചെയ്യുകയാണ്. എന്ത് സംഭവിക്കും? സോൾട്ട് ഏതാണോ ആ സോൾട്ടിലെ ആസിഡിനെ മാറ്റിത്തരും മക്കളെ. ഏതാ ആസിഡ്? HNO3. അതിനെ മാറ്റി തന്നു.
HNO3 മാറ്റി തന്നു. ബാക്കി ആരുണ്ടാകൂടാ? KHSO4. KHSO4. ക്ലിയർ ആണോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേടാ? ഓക്കെ, സെറ്റ്. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോവാണ് മക്കളെ. ഏതൊരു മെറ്റലിന്റെ കൂടെയും നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ ആഡ് ചെയ്താൽ ആ മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കും. അയാൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? സൾഫ്യൂരിക് ആസിഡ് അതിനെ ഹെൽപ്പ് ചെയ്തു എന്നാ. ഓക്സിഡേഷൻ നടക്കാൻ സൾഫ്യൂരിക് ആസിഡ് ഹെൽപ്പ് ചെയ്തു. ആ ഹെൽപ്പറിന്റെ പേരാണ് മക്കളെ ഓക്സിഡൈസിങ് ഏജന്റ്. എന്താ? ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സികാരി. കിട്ടിയോ മക്കളെ? കെമിക്കൽ പ്രോപ്പർട്ടി എല്ലാം സെറ്റായോ? എല്ലാം സെറ്റായോ? ഒരു ഡൗട്ടും ഇല്ലാലോ? ഒന്നുകൂടി മിസ് പറയട്ടെ. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. വെള്ളം കണ്ടാ കൊണ്ടുപോകും. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്? മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. ആ പ്രോപ്പർട്ടിയും കൂടി ഓർത്തിരിക്കുക. സോൾട്ടിലേക്ക് ഇട്ടാൽ ആസിഡിനെ മാറ്റിത്തരും. മൂന്നാമത്തെ പ്രോപ്പർട്ടി മെറ്റലിലേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും? ആ മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കും. എന്ന് വെച്ചാൽ ആളൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സെറ്റ്. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ദേ നമ്മൾ നെക്സ്റ്റ് ഏരിയ. അപ്പൊ എന്തൊക്കെയാ മിസ് പറഞ്ഞേ? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അതല്ല എങ്കിൽ സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൺഫേം ആക്കി മിസ് പറയുകയാണ് മക്കളെ. ക്ലോർ ആൽക്കലി പ്രോസസ് പഠിക്കാതെ പോവരുത്. ആരുടെ പ്രിപ്പറേഷൻ ആ ക്ലോർ ആൽക്കലി പ്രോസസ്? പഠിച്ചോ? അതും ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരുടെ പ്രിപ്പറേഷൻ ആ ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നത്? ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നത് മക്കളെ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. ഇനി അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷന്റെ പേരാണ് മക്കളെ. അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷൻ അലൂമിനിയമോ? ഇടി വായിൽ വരുന്നു. അമോണിയയുടെ ഉദ്ദേശിച്ചത്. അമോണിയന്റെ പ്രിപ്പറേഷന്റെ പേരാണ് അഥവാ NH3ന്റെ പ്രിപ്പറേഷന്റെ പേരാണ് എന്ത്? കമന്റ് ബോക്സിൽ പറ. ഹേബർ പ്രോസസ്. മക്കളെ ഇനി ഒരാളുണ്ടല്ലോ. നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷന്റെ പേരാണ് കോണ്ടാക്ട് പ്രോസസ്. ക്ലിയർ? ഒരു ഡൗട്ടും ഇല്ലാലോ? സെറ്റ്. പഠിക്കാം. ക്വസ്റ്റ്യനിലേക്ക് വരാം. Sodium hydroxide is manufactured industrially by chloralkali process. Identify the substance, the aqueous solution of which is electrolyzed. ഫുൾ പ്രോസസ്സ് മിസ് ഒന്ന് പറഞ്ഞു തരട്ടെ. ഫുൾ പ്രോസസ്സ് എടാ ഒന്നുമില്ല. ഒരാളെ ഇലക്ട്രോളിസിസ് ചെയ്തിട്ടാണ് നമ്മുടെ NaOH ഉണ്ടാക്കുന്നത്. ഓക്കെ, NaOH ഉണ്ടാക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു മെംബ്രൈൻ ഉണ്ട്. MB നിട്ടു. മെംബ്രൈൻ. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുണ്ട് എന്ന് വെച്ചാൽ ആനോഡ് ഉണ്ട് പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കാഥോഡ് ഉണ്ട് നെഗറ്റീവ്. ഓക്കെ, ഇനി ഇതുവഴി NaCl അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതുവഴി H2Oയും ഇട്ട് കൊടുക്കും. മക്കളെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ പോയി ഒട്ടും? നെഗറ്റീവ് ആയിട്ടുള്ള ആർക്കും ഒട്ടാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ Cl മൈനസ് ഉണ്ട്. H2O സ്പ്ലിറ്റ് ചെയ്താൽ H പ്ലസും OH മൈനസും ഉണ്ട് അല്ലേ? OH മൈനസിനെ ഇങ്ങോട്ട് ഇയാൾ പറഞ്ഞു വിടില്ല. ഓക്കെ. അപ്പൊ Cl മൈനസ് ഇവിടെ ഒട്ടും. Cl മൈനസിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. ഇതുവഴി ക്ലോറിൻ ഗ്യാസ് നമുക്ക് കിട്ടും. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ആനോഡില് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ ഗ്യാസ് അവിടെ കിട്ടും. നെക്സ്റ്റ് Na+ അങ്ങോട്ട് പോവേ. അങ്ങോട്ട് Na+ പോവും. ഇനി ഇത് നെഗറ്റീവാ. അവിടെ ഒട്ടാൻ ചാൻസ് Na+ ആണോ? അല്ല. H+ ആണോ? അല്ല. ആരൊട്ടും? വാട്ടർ ഒട്ടും. വാട്ടർ ഒട്ടിയാൽ വാട്ടറിന് റിഡക്ഷൻ സംഭവിച്ച ഏത് ഗ്യാസ് കിട്ടും? കമന്റ് ബോക്സിൽ പറ. വാട്ടറിന് റിഡക്ഷൻ സംഭവിച്ച ഏത് ഗ്യാസ് കിട്ടും? ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. ഇനി ഇവിടെ വരെ വന്ന Na+ഉം ഇവിടെ ആർക്കും വേണ്ടാത്ത OH മൈനസും ചേർന്ന് Na+ഉം OH മൈനസും ചേർന്ന് NaOH തരും. കിട്ടിയോ മക്കളെ? കിട്ടിയോ? സൂപ്പർ. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിപ്പോ പഠിച്ചെങ്കിൽ മക്കളെ കണ്ണും പൂട്ടി എല്ലാം ആൻസർ ചെയ്യാം. ആരുടെ അക്വസ് സൊല്യൂഷൻ ആണ് ഇടുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയാം. സിമ്പിൾ NaCl എന്ന് പറഞ്ഞാലും മതി. ഓക്കെ മക്കളെ, ബ്രൈൻ സൊല്യൂഷൻ. എന്താ? ബ്രൈൻ സൊല്യൂഷൻ. അത് തന്നെ NaCl കേട്ടോ. ബ്രൈൻ സൊല്യൂഷൻ NaClന്റെ അക്വസ് സൊല്യൂഷൻ ആണ് ഇലക്ട്രോളിസിസ് സംഭവിക്കുന്നത്. കണ്ടില്ലേ NaClഉം വാട്ടറും ഇട്ടത്? ഓക്കെ മക്കളെ, നെക്സ്റ്റ്
Which substance undergoes reduction at cathode? ഞാൻ പറഞ്ഞു മറക്കരുത്. ആരാ മക്കളെ? കാഥോഡില്. കാഥോഡ് കോംപ്ലിക്കേഷനാ. കാഥോഡ് നെഗറ്റീവാ, Na+ ഒട്ടൂല, ആര് H+ ഒട്ടൂല, ആരൊട്ടും H2O ഒട്ടും. അപ്പൊ പറയടാ ബി പാർട്ടിന്റെ ആൻസർ എന്താ? H2O. നെക്സ്റ്റ്, what are the product obtained in addition to sodium hydroxide? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലാതെ ആരൊക്കെ ഉണ്ടാവും? ക്വസ്റ്റ്യൻ. ആരൊക്കെ ഉണ്ടാവും? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും, ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകും. സെറ്റ് അല്ലേ മക്കളെ? Cl2 ഗ്യാസ് ഉണ്ടാകും, H2 ഗ്യാസും ഉണ്ടാകും. ഓരോടത്തും ആരാ വരുന്നതെന്നും കൂടെ പഠിക്കാം മക്കളെ. ആനോഡിലാണ് Cl, കാഥോഡിലാണ് H2O വരിക. ആൻഡ് അവർ രണ്ടുപേരും Na+ഉം OH- ചേർന്നാണ് NaOH. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും ചെയ്യുന്ന ഉറപ്പാണെങ്കിൽ കമന്റ് ബോക്സിൽ സെറ്റ് എന്ന് പറയോ മക്കളെ? എങ്ങനെ വന്നാലും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സെറ്റ് എന്ന് പറയോ? ഒരു പോയിന്റ് കൂടി മിസ് പറഞ്ഞു തരട്ടെ. ഈ പഠിച്ച NaOH-നെയാണ് നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ. എന്താ? കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് NaOH-നെ തന്നെയാണ് കേട്ടോ, അത് മറക്കരുത്. കോസ്റ്റിക് സോഡ ആരാ? NaOH ആണ്. NaOH. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. കോസ്റ്റിക് സോഡ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ. റൈറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് കോസ്റ്റിക് സോഡ. കെമിക്കൽ ഇക്വേഷൻ അല്ല, കെമിക്കൽ നെയിം ആണ് ചോദിച്ചത്. എന്താ മക്കളെ? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെ? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. മറക്കരുത്. 1 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാമേ. അതാ നിങ്ങളൊക്കെ ഇപ്പൊ NaOH എന്ന് പറഞ്ഞില്ലേ, അവർക്കൊക്കെ മാർക്ക് പോവും. ഹാഫേ കിട്ടുള്ളൂ, പകുതി മാർക്കേ കിട്ടുള്ളൂ. എന്താ? കെമിക്കൽ നെയിമാ ചോദിച്ചത്. അപ്പൊ NaOH എന്ന് എഴുതരുത്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് തന്നെ എഴുതണം കേട്ടോ. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇപ്പൊ പഠിച്ചു. NaOH-ന്റെ പ്രിപ്പറേഷന്റെ പേരെന്താ? NaOH-ന്റെ പ്രിപ്പറേഷന്റെ പേരെന്താ മക്കളെ? ക്ലോർ ആൽക്കലി പ്രോസസ്. നെക്സ്റ്റ് why is caustic soda considered an alkali? ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. മിസ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാമേ. എന്തുകൊണ്ടാണ് കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന NaOH ഒരു ആൽക്കലി ആയത്? മക്കളെ നമ്മുടെ അറീനിയസ് പറഞ്ഞു തന്നെ. ആരാ? അറീനിയസ് തിയറി ആണ് പറഞ്ഞു തന്നത്. ആൽക്കലി ആവണമെങ്കിൽ അയാളുടെ കയ്യിൽ ഏത് അയോൺ വേണം? OH- അയോൺ വേണം. വെള്ളത്തിലിടുമ്പോൾ OH- അയോണിനെ തന്നാൽ മക്കളെ അതാണ് ആൽക്കലി. ഇനി നിങ്ങളോട് സെയിം സാധനം. അപ്പൊ ആസിഡോ മക്കളെ? HCl, HNO3 ഇതൊക്കെ എങ്ങനെയാ ആസിഡ് ആയത്? വെള്ളത്തിൽ വീണാൽ H+ അയോണിനെ തരുന്നവരാണ് ആസിഡ്. പഠിച്ചോ? ഒന്നുകൂടി ഓർത്തേടാ. എന്താ അറീനിയസ് തിയറി എന്ന് മിസ് പറഞ്ഞു തരാ. എന്താ അറീനിയസ് തിയറി? വെള്ളത്തിൽ വിടുമ്പോ OH- തന്നാൽ അതെന്താണ്? അതാണ് ആൽക്കലി. ആൻഡ് H+ തന്നാൽ അതെന്താണ്? ആസിഡ്. ഓക്കെ, സെറ്റ് അല്ലേടാ? ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ഡൗട്ട് ഇല്ലല്ലോ? മിസ് ഫാസ്റ്റിലേക്ക് ഒന്നും അല്ലല്ലോ പോന്നേ. ആ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പിച്ച് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. പല രീതിയിൽ മിസ് ക്വസ്റ്റ്യൻ ഒന്ന് ആഡ് ചെയ്തതാണേ. ഇതും കൂടി നോക്കിക്കോ. എക്സ് ഇസ് എ ബേസിക് സോൾട്ട്. സോൾട്ടിന്റെ ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും മക്കളെ. നോക്കിക്കോ. എക്സ് ഇസ് എ ബേസിക് സോൾട്ട്. എക്സ് എന്ന് പറയുന്നത് ഒരു ബേസിക് സോൾട്ട് ആണ്. Analyze data regarding the acid and base from the X formed. സോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ആസിഡും ബേസും ചേർന്നാണല്ലോ ഉണ്ടായത്. ആണ്. അപ്പൊ നോക്കിക്കോ. The acid is formed. എടാ എക്സ് എന്ന് പറയുന്ന സോൾട്ടിലെ ആസിഡ് എന്ന് പറയുന്നത് ഉണ്ടായത് കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ വീണാണ്. ഒന്ന് പറഞ്ഞേ മക്കളെ. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ വീണാണ് ഈ സോൾട്ടിന്റെ ആസിഡ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ മക്കളെ മകാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ വീണാൽ നമുക്ക് ആരെ കിട്ടും? H2CO3 കാർബോണിക് ആസിഡ് കിട്ടും. ഒന്നാമത്തെ ക്ലൂ സെറ്റ് മക്കളെ. നെക്സ്റ്റ്, the base is formed by chlor alkali process. ബേസ് ഉണ്ടായത് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുമ്പോൾ ആരാടാ ബേസ്? ആരാ? NaOH. ആസിഡും കിട്ടി, ബേസും കിട്ടി. ഐഡന്റിഫൈ ദ ഫോർമുല. എന്താ? ഇവർ രണ്ടുകൂടെ ചേർന്നാൽ കിട്ടുന്ന സോൾട്ട് ഏതാ മക്കളെ? സോൾട്ട് ഏതാ? Na. ഇത് ഇയാളുടെ എന്നെയും H-ഉം OH-ഉം മാറ്റി ചേർത്താ ബാക്കിയുള്ളവർ ചേരുക. NaCO3. ഓക്കെ, ക്ലിയർ മക്കളെ? മിസ് Na2CO3. ഓക്കെ, സെറ്റ്. ക്ലിയർ മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ? ഇതൊന്നുകൂടി പറയണോ? ഇത് സെറ്റ് അല്ലേ?
ഓക്കെ CO3 2 മൈനസ് അല്ലേ, അപ്പം Na2 CO3. ഓക്കെ നെക്സ്റ്റ് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഹൈഡ്രോളിസിസ് ഓഫ് ദ സോൾട്ട് എക്സ്. മക്കളെ ഇത് ഹൈഡ്രോളിസിസ് വന്നാൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. Na2 CO3 ഹൈഡ്രോളിസിസ് വന്നാൽ ആരൊക്കെ ഉണ്ടാകും? Na പ്ലസും CO3 2 മൈനസും ഉണ്ടാവും അല്ലേ. ഓക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ സെറ്റ് ക്ലിയർ അല്ലേ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏരിയ കൂടി മിസ് പറഞ്ഞുതരാണേ. ലാസ്റ്റ് ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നുകൂടി പറയാണ് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും. നമ്മുടെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു റിയാക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. എന്ത് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞതാണ് നമ്മുടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്ലോർ ആൽക്കലി പ്രോസസ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് മക്കളെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ കോണ്ടാക്ട് പ്രോസസ്സിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്താ? നേരത്തെ പഠിച്ചു. എന്താ മക്കളെ? എന്താണ്? നമ്മുടെ കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ. എന്താണ്? സമ്പർക്ക പ്രക്രിയ. ഓക്കെ കോണ്ടാക്ട് പ്രോസസ്. നെക്സ്റ്റ് which is the catalyst used in this process? ഏത് കാറ്റലിസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്? കമന്റ് ബോക്സിൽ പറഞ്ഞേ ഏത് കാറ്റലിസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്? വനേഡിയം പെൻഡോക്സൈഡ് V2O5. വനേഡിയം പെൻഡോക്സൈഡ് V2O5. When concentrated sulfuric acid is added to sugar, a black substance is formed. Explain the റീസൺ ഫോർ ദിസ് ഒബ്സർവേഷൻ. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാ? ആളൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയതുകൊണ്ട് ഡിസ്കസ് ചെയ്തതാ. ഓക്കെ സെറ്റ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ എങ്ങനെ വരും എന്ന് മിസ് പറഞ്ഞു തരാണേ. ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ എങ്ങനെ വരും എന്ന് ഓക്കെ നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ അല്ല വരുന്നതെങ്കിൽ മക്കളെ ഇങ്ങനെ ആയിരിക്കും വരാൻ ചാൻസ്. നോക്കിക്കോണേടാ. സൾഫർ ഓക്സിജനുമായി ചേർന്നാൽ SO2 ഉണ്ടാകും. അവിടെ ഒന്നും തന്നിട്ടില്ല. എന്തുണ്ടാകും? SO2 ഉണ്ടാകും. SO2 ഓക്സിജന്റെയും ആരുടെ V2O5ന്റെയും പ്രസൻസിൽ ചേർന്നാൽ SO3 ഉണ്ടാകും. SO3യിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ ആരെ കിട്ടും? കമന്റ് ബോക്സിൽ പറ. H2S2O7 കിട്ടും. അതാരാ? ഒലിയം. മറക്കരുത് കേട്ടോ. ഒലിയം. നെക്സ്റ്റ് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഓക്കെ മക്കളെ നെക്സ്റ്റ് ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ ചെയ്തു. വിച്ച് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു? V2O5 സൾഫ്യൂരിക് ആസിഡ്. ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് is formed also by direct dissolution of sulfur trioxide in water. Still sulfur trioxide is not directly used in for this. Why എന്നാണ് റീസൺ. ഒന്നുകൂടി മിസ് പറയട്ടെ മക്കളെ. ഈ SO3യിലേക്ക് വാട്ടർ നേരെ ആഡ് ചെയ്താലും ഇയാൾ ഉണ്ടാകും. പിന്നെ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എന്തിനാണെന്നാ ചോദിക്കുന്നത്. അതിന്റെ റീസൺ മിസ് പറയട്ടെ. ഈ ഒരു പോയിന്റ് മറക്കാതെ പഠിച്ചു വെച്ചാൽ മതി മക്കളെ. എടാ ഡിസൊല്യൂഷൻ ഓഫ് SO3 ഇൻ വാട്ടർ എന്ന് പറയുന്നത് എന്താ? ഹൈലി എക്സോതെർമിക് താപമോചകമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നെക്സ്റ്റ് പോയിന്റ് ഇനിഷ്യലി ഉണ്ടാവുന്ന സൾഫ്യൂരിക് ആസിഡ്. SO3 വാട്ടറിൽ ഇട്ടാൽ ആദ്യം സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവില്ലേ? ആദ്യം ഉണ്ടാവുന്ന സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും മക്കളെ? കുറച്ച് സ്മോഗ് പോലെ കാണും. എന്തുപോലെ കാണും? മഞ്ഞു പോലെയുള്ള കണങ്ങളായിട്ട് മേളിൽ കാണും. അത് വീണ്ടും ഫർദർ ഡിസൊല്യൂഷനെ തടയും. ഇത്രയുള്ളൂ. ഒന്ന് പോയിന്റ് വായിച്ചു നോക്കിക്കേടാ. The dissolution of SO3 in water is an exothermic process. The sulfuric acid initially formed turns into fog-like particle which will hinder the further dissolution. ഇത്രയുള്ളൂ. ക്ലിയർ ആയോ മക്കളെ? എല്ലാ ക്വസ്റ്റ്യനും സെറ്റ് ആയോ? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതോടുകൂടി നമ്മൾ നിർത്തുകയാണ്. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ മക്കളെ നോക്കിക്കോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ Which of the following is an acidic salt? ഇതിൽ ഏതാണ് acidic salt എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് മക്കളെ. NaCl ഉണ്ട്, Na2CO3 ഉണ്ട്, NH4Cl ഉണ്ട്, then ആരുണ്ട്? K2SO4 ഉണ്ട്. ഇതിൽ ആരാണ് acidic salt എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ acidic salt കണ്ടുപിടിക്കാം.
ഇത് കണ്ടുപിടിക്കാൻ മിസ് ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു സോൾട്ട് എന്ന് പറഞ്ഞാൽ മക്കളെ ആസിഡും ബേസും ചേർന്നാണ് സോൾട്ട് ഉണ്ടാവുക. ഓക്കെ, ഈ സോൾട്ട് അസിഡിക് ആവാം, ബേസിക് ആവാം, ന്യൂട്രൽ ആവാം. ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും ചേർന്നാൽ കിട്ടുന്ന സോൾട്ട് ന്യൂട്രൽ ആണ്. ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ചേർന്നാൽ സ്ട്രോങ് ഇൻ ദ നേച്ചർ ആയിട്ടുള്ള അസിഡിക് സോൾട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ചേർന്നാൽ ആരെ കിട്ടും? ബേസിക് ആയിട്ടുള്ള ആളെ കിട്ടും. എന്ത് കിട്ടും? ബേസിക് ആയിട്ടുള്ള സോൾട്ട് കിട്ടും. ഓക്കെ, സെറ്റാണ്. ഇതൊക്കെയാണ്. നെക്സ്റ്റ് പോയിന്റ് മക്കളെ, സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പഠിച്ചു വെക്കുക. സ്ട്രോങ് ആസിഡ് HCl സ്ട്രോങ് ആണ്, H2SO4 സ്ട്രോങ് ആണ്, HNO3 സ്ട്രോങ് ആണ്. ഇനി വീക്ക് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബാക്കിയുള്ളവരെല്ലാം വീക്ക് കേട്ടോ. സ്ട്രോങ് ആയിട്ടുള്ള ബേസ് പഠിച്ചു വെക്കുക. NaOH, KOH, NaOH, NaOH, KOH ഇവർ സ്ട്രോങ് ബേസാ. കിട്ടിയോ മക്കളെ? NaCl എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിലുള്ള ആസിഡ് HCl, ബേസ് NaOH. എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ഫസ്റ്റ് പാർട്ടിന്റെ കൂടെ OH ചേർത്താൽ NaOH, സെക്കൻഡ് പാർട്ടിന്റെ കൂടെ H ചേർക്കുക, HCl. ഓക്കെ, HCl എന്താ? സ്ട്രോങ് ആസിഡാ. NaOH എന്താ? സ്ട്രോങ് ബേസാ. എന്ന് പറയുമ്പോൾ ആള് ന്യൂട്രൽ ആടാ. ന്യൂട്രലാ, അതല്ല ആൻസർ. നെക്സ്റ്റ് Na2CO3 എന്ന് പറയുമ്പം ബേസ് NaOH, ആസിഡ് H2CO3 ആണേ. ഇത് വീക്ക് ആസിഡ്, ഇത് സ്ട്രോങ് ബേസ്. അപ്പൊ ആളുടെ നേച്ചർ ബേസിക്. കിട്ടിയോ? കമന്റ് ബോക്സിൽ പറഞ്ഞേടാ ഇയാളുടെ ആസിഡും ബേസും ഏതാണെന്ന് പറ. തീർന്നു. NH4OH ആണ് ബേസ്, HCl ആണ് ആസിഡ്. വീക്ക് ബേസും സ്ട്രോങ് ആസിഡും. അപ്പൊ ആളുടെ നേച്ചർ അസിഡിക്. ആൻസർ കിട്ടി. ഇതും കൂടി പറ. KOH, H2SO4. KOH സ്ട്രോങ് ബേസ്, H2SO4 സ്ട്രോങ് ആസിഡ്. ആള് ന്യൂട്രലാ എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ സി. സെറ്റായോ മക്കളെ? അടിപൊളിയായിട്ട് പഠിച്ചോ. എടാ ഇത്രയേ ഉള്ളൂ. ഒരു 3 hours കൊണ്ട് മാക്സിമം ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. 5 ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് സാറ് പഠിപ്പിച്ചു. ആൻഡ് 2 ചാപ്റ്റർ നമ്മൾ ഇപ്പം നോക്കി. ക്ലിയർ ആയെങ്കിൽ കമന്റ് ബോക്സ് ഫുള്ള് സെറ്റ് ആണോ, ഓക്കെ ആണെന്ന് പറയോ. നാളെ മോർണിംഗ് ബൂസ്റ്ററും കൂടെ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ക്ലാസ്സസ് തീരുകയാണല്ലേ. അപ്പം നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യുക. പുതുതായിട്ട് ഒന്നും പഠിക്കാനിരിക്കേണ്ട. ഉറപ്പായിട്ടും നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടും. കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഒന്നുമില്ല, പോയി തൂക്കിക്കോ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കൂടെ എന്ത് വേണം? നിങ്ങൾ 11th ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദേ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമ്മുടെ 2026-27 ബാച്ച് എനിക്ക് ഇത്രയും മക്കളെയും ഇതുപോലെ ഇവിടെ കാണണം. അപ്പോൾ വേഗം അഡ്മിഷൻ എടുത്തോ. March 25 വരെ മാത്രം. നാളെയും കൂടി ഓഫറാണ് ഈ 5990 എന്ന് പറയുന്നത്. അപ്പോൾ വേഗം ജോയിൻ ചെയ്യാം. നല്ല അടിപൊളി മക്കളുമാരായിട്ട് നമുക്ക് ഇനിയും കാണാം. 11th കാണാം. എക്സാം ഒക്കെ അടിപൊളിയായിരിക്കും. റിസൾട്ട് വരുമ്പോഴും എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. അതുപോലെ മിസ്സിൻ്റെ ഇൻസ്റ്റ ID ഒന്ന് പറയാം കേട്ടോ. അഞ്ജലി ഹിയർ എന്നാണ്. ഓക്കെ, നമ്മുടെ SSLC എക്സാമിനർ അക്കൗണ്ടിൽ കയറി നോക്കിയാലും മിസ്സിൻ്റെ അക്കൗണ്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സാം എങ്ങനെയുണ്ട് ഇതൊക്കെ പറയാനായിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് വരട്ടെ, ഉഷാറായിട്ട് വരട്ടെ. ലവ് യു ഓൾ. ടാറ്റ, ബൈ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അവിടെ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബൈ, ടാറ്റ.